നിങ്ങളുടെ തന്നെ സെൽഫിനെ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ കാണാൻ ശ്രമിക്കാം. മസിൽസ്, ഷോൾഡേഴ്സ് എല്ലാം റിലാക്സ്ഡ് ആണ്. ക്വാളിറ്റീസ് ആവാം. നിങ്ങൾ കീപ്പ് ചെയ്യുന്ന വൃത്തിയാണ് എന്നുള്ളതാണ് റിയാലിറ്റി. ചെയ്തോ അതിന്റെ കൂടെ ആൾക്ക് ഇതൊക്കെ വീക്കാണ് എന്ന് മനസ്സിലാക്കുന്നത്. എനിക്കങ്ങനെ തോന്നി, അങ്ങനെ ഒരു ചെറിയൊരു മൈൻഡിൽ തോന്നി എന്തേ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ പോകണം മൈൻഡ്. നമുക്ക് ഈ എലവേറ്റഡ് സ്റ്റേറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റും. നമ്മളെപ്പോഴും നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെയല്ലായിരുന്നു. ഗൈഡഡ് ടോക്ക് എന്നുള്ള എല്ലാ സൺഡേ ഉള്ള യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 271ാമത്തെ ആഴ്ച. അപ്പോൾ ഒരു പരിപാടി ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ഞായറാഴ്ചകളിലും ഓൺലൈനിലായിരുന്നു. ഇപ്പോൾ നമ്മൾ മെല്ലെ ഓഫ്ലൈനിലേക്ക് മാറ്റിയതാണ് ഇങ്ങനെ കൂടി. അപ്പോൾ ഇത്രയും ആഴ്ചകൾ അത് നടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഫ്രീ പ്രോഗ്രാം ഇത്ര എഫേർട്ടോട് കൂടി ഇത്ര അറേഞ്ച്മെൻറ്റ്സോട് കൂടി നടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും വലിയ റീസൺ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് GT എന്ന് പറഞ്ഞ ഗൈഡഡ് ടോക്ക് എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റാണ് നമ്മൾ ഇത് ചെയ്യാൻ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ GT കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. GT 250 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു GT നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റും. GTയിൽ ഓഫ്ലൈനിൽ കൂടി ആളുകൾക്ക് ഇതുപോലെ വന്നിരിക്കാൻ അവസരം ഉണ്ടാക്കും. അന്ന് നമ്മൾ നേരിട്ട ഏറ്റവും വലിയൊരു ചലഞ്ച് സൺഡേ ഒക്കെ ഈ ഏർലി മോർണിംഗ് ഒക്കെ ആളുകൾ എത്തുമെന്ന് നോക്കി കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ GTയിൽ അറ്റൻഡ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് നോക്കുമ്പോൾ കാസർഗോഡ് നിന്നും ട്രിവാൻഡ്രത്തു നിന്നും എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെയാണ്, പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ, ചേഞ്ച് നമ്മൾ യൂസ് ചെയ്യാറില്ല, ട്രാൻസ്മേഷൻ ഉണ്ടെങ്കിൽ, ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ ആളുകൾക്ക് സമയമോ കാലാവസ്ഥയോ ഒന്നും പ്രശ്നമില്ല എന്നുള്ള ഇന്നത്തെ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് നമ്മൾ കണ്ടിരുന്നത്. നമുക്കറിയാം ശനി ഞായറൊക്കെ റെഡ് അലേർട്ടാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് എല്ലാ എന്താ പറയുക, ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്, എവിടെയൊക്കെ എൻട്രി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ ലിമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും ഇന്ന് 6:30 ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ 6:15 ആകുമ്പോഴേക്ക് നിങ്ങൾ ഇത്രയും പേരും വന്നു. അതിനാദ്യം തന്നെ ഞാൻ നിങ്ങളെ സ്പെഷ്യലി കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല? വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ബിക്കോസ് നമ്മൾ എത്രത്തോളം നമ്മളോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, ആ കമ്മിറ്റ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ എന്തും നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ GTയിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയ ഓഫ് ഡിസ്കഷൻ കുറച്ചുകൂടി ഡീപ്പറായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇന്ന് വരുന്നവർ കുറച്ചുകൂടി സ്പെഷ്യലാണ്. കാരണം കാലാവസ്ഥ ഒക്കെ പ്രതികൂലമായിട്ട് വന്നെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പുറത്തെ സാഹചര്യങ്ങളെക്കാളും കൂടുതൽ നിങ്ങളുടെ അകത്തെ സാഹചര്യം അത്രമാത്രം സ്ട്രോങ് ആണ്. അങ്ങനത്തെ സ്ട്രെങ്ത്ത്, കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ കാണിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ അവനവനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഫോർ എവ്രിതിങ് എന്ന് പറഞ്ഞത് ഒരാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നത് പറയാം. ഇറ്റ്സ് നോട്ട് എ മോട്ടിവേഷൻ. നമ്മളിവിടെ അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് മിറാക്കുലസ് സ്റ്റോറീസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ഗ്രൂപ്പിൽ നമ്മളൊരു മെൻറ്റർ ഷെയർ ചെയ്ത ഒരു പാർട്ടിസിപ്പൻറ്റ്, എനിക്ക് ഓർമ്മയുണ്ട്, ആൾ ഗൈഡ് ടോക്ക് ഇതുപോലെ 2 വീക്സ് മുന്നേ എങ്ങാനും ഇവിടെ വന്നിരുന്നു. പോകാൻ നേരത്തെ Q&A ഒക്കെ കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ, പേഴ്സണലി സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് ആൾക്ക് യൂട്രസായി ബന്ധപ്പെട്ടിട്ട് ഒരു സിസ്റ്റിൻ്റെ ഒരു വിഷയമുണ്ട്. ഞാൻ ഡോക്ടറല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സെഗ്മെൻറ്റിൽ മാത്രം. ബട്ട് വി നോ സം മാജിക്സ് ഹാപ്പൻ. അപ്പോൾ അത് ഭയങ്കര പെയിനാണ്, ഈവൻ മൂവ് ചെയ്യാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിന് ശേഷം GT കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നലെ ആൾ പറഞ്ഞു, ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ അത്ഭുതപ്പെട്ടു, ആ സിസ്റ്റിൻ്റെ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്, ആൾക്ക് നടക്കാൻ പറ്റുന്നു, ഇരിക്കാൻ പറ്റുന്നു, കിടക്കാൻ പറ്റുന്നു. ഇതൊരു സ്റ്റോറി അല്ല, ഇതുപോലെ ഒരുപാട് സ്റ്റോറി നിങ്ങൾ കേൾക്കും. റീസെൻ്റ് ആയിട്ടുള്ള GTയിൽ നിങ്ങൾ പലരെയും കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും അവിടെ മെഡിക്കലായിട്ടൊന്നും അറ്റംപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളെ കൺസൾട്ട് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, GTയുടെ കോറ് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റിയാൽ ഗൈഡഡ് ടോക്ക് എന്നുള്ള ഈ പ്രൊസീജിയറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ട്രെയിനിങ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ കോച്ചിങ്. ഞാനൊരു കോച്ചാണ്, ഞാനൊരു ട്രെയിനറാണ്, ഞാനൊരു മെൻറ്ററാണ്, ഞാനൊരു ഹീലറാണ്, ഒക്കെ തന്നെയാണ്. ബട്ട് അതിൻ്റെ ഒക്കെ മുകളിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ ഔട്ട്കം ഒരുമിച്ച് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഡെലിവർ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് ഗൈഡഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, എല്ലാവരും പറയാറുണ്ട് ഇതിൻ്റെ വാല്യൂ എത്ര നമുക്ക് ആക്ച്വലി നിശ്ചയിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ടുള്ള പല ആൾക്കാർ എത്രയോ വലിയ വിഷയങ്ങളാണ് ഇതിലൂടെ മാറിപ്പോകണം നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അത് ആളുകൾക്ക് ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് കൊടുക്കണം എന്നുള്ള. പക്ഷേ അതിൽ നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് ആളുകൾക്ക് അതിന് വിലയുണ്ടാവില്ല.
ഇന്ന് മോർണിംഗ് GT മെഡിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഓൺലൈൻ അനലൈസ് ചെയ്തപ്പം ഓൺലൈനിൽ 250 പേരാണ്. ഇപ്പം ഞാൻ കയറി എന്നുള്ള മെസ്സേജ് വന്നപ്പോഴത്തേക്ക് 300 കൂടുതൽ ആൾക്കാർ ഓൺലൈനിൽ കയറി കഴിഞ്ഞു. ഇത് ഞാൻ കയറുമ്പോൾ കയറേണ്ട സാധനമല്ല, ഞാൻ കയറുന്നതിന് മുന്നേ കയറേണ്ട സാധനമാണ്. കാരണം അതിന് മുന്നേ കയറേണ്ട ഒരു സാധനം മെഡിറ്റേഷൻ ആക്ച്വലി ഷാനാണ് ചെയ്യണത്. ഷാനയുടെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഷീസ് ഓൾറെഡി ആൻ മെഡിറ്റേഷൻ എക്സ്പേർട്ട് ആൻഡ് ഇൻസ്റ്റലേഷൻ എക്സ്പേർട്ട്. ഷാനൊക്കെ ചെയ്ത 1-on-1 കൺസൾട്ടേഷനിലെ റിസൾട്ട് കേട്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു. അത്രക്കും ഡീപ്പർ റിസൾട്ടുകളാണ് ഡീപ്പായിട്ടുള്ള ചലഞ്ചസ് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ റിസോൾവ് ചെയ്തത്. അവർ ഷാനയുടെ കമ്മ്യൂണിറ്റിയിലവർക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റഗ്രേഷനാണ് ആക്ച്വലി വാട്ട് വി ആർ പ്ലാനിങ് ഹിയർ. അപ്പോൾ എപ്പോഴും ഞാനിത് പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. അല്ലാണ്ട് ഇപ്പോൾ നമ്മളും കഷ്ടപ്പെട്ടിട്ട് എല്ലാ ആഴ്ചകളിലും ഇത് വന്ന് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളെല്ലാവരും വന്നവരൊക്കെ ഓഫ്ലൈൻ വന്നവരൊക്കെ 12 മണിയാകുമ്പോൾ പോയി. ഞാൻ പോയത് 4:30 ഈവനിങ്. അത്രമാത്രം വീണ്ടും ആളുകളുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ഈവനിങ് 4:30 ഞാൻ 6:30 ഇവിടെ വന്നിട്ട് പോകുന്നത്. സോ വൈ വി ആർ ഡൂയിങ് ദിസ് ചോദിച്ചാൽ അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ട്, അതിലൊരു മാജിക് ഉണ്ട്. സോ ഒരിക്കൽ കൂടി ഗൈഡ് ടോക്കിന് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈഡ് ടോക്ക് ഒരു മെറ്റാഫിസിക്സ് ആഡ് ചെയ്തിട്ടുള്ള, മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ അതിഭൗതിക തലം എന്ന് പറയാം. ഒരു മെറ്റാഫിസിക്സ് തന്നെ നമ്മൾ എഡ്യൂക്കേഷണൽ സെഗ്മെൻറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സയൻസ് പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മെറ്റാഫിസിക്സ്. അപ്പോൾ എപ്പിസ്റ്റമോളജിക്കലി നോക്കി കഴിഞ്ഞാൽ അതിഭൗതിക തലം എന്ന് പറഞ്ഞ ഒരു അവെയർനെസ്, മെറ്റാ കോഗ്നീഷൻ എന്ന് പറയുന്ന മറ്റൊരു അവെയർനെസ്, സൈക്കോളജിക്കൽ ലെയേഴ്സ്, ഹീലിംഗ് ലെയേഴ്സ്, ഫിലോസഫിക്കൽ ലെയേഴ്സ്, മൈൻഡ് പവർ ലെയേഴ്സ്, എനർജി സയൻസിൻ്റെ ലെയേഴ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഏരിയകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. പിന്നെ ഞാൻ പറയാറുണ്ട്, പഠിക്കാൻ വരുന്ന അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഇതെന്തൊക്കെയാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. അതിനോട് 100% കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിരുന്നാൽ മതി. അപ്പോൾ കുറേ പേരുണ്ട് എന്നോട് തന്നെ പറയുന്നത്, ഞാൻ പല ഇടങ്ങളിലും പല യൂണിവേഴ്സിറ്റീസിലും കോളേജസിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ ലെക്ചേഴ്സ്, അവിടുത്തെ പ്രൊഫസേഴ്സ് ഒക്കെ എന്നെ ചിലപ്പോൾ കാണാൻ വരാറുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് കാണാൻ വരാറുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാർ എന്നെ കാണാൻ വരുമ്പോൾ പറഞ്ഞ കാര്യം, നമ്മൾ GT ഫാൻസാണ്. എനിക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ GT ഫാനായുള്ള കാരണം, ബിക്കോസ് നമ്മൾ ഓരോ പ്രസൻറ്റേഷൻസ് ഉണ്ടാകുമ്പോൾ അതിനുള്ള ടോപ്പിക്ക് GT നിന്ന് കിട്ടും. കാരണം ഞാനിവിടെ ഫ്രഷ് ടോപ്പിക്ക് എവിടെ റെഫർ ചെയ്യാണ്ട് പറഞ്ഞുകൊണ്ട് അത് നോക്കിയിട്ട് അവർ പ്രസൻറ്റ് ചെയ്യാൻ GT എപ്പോഴും റെഫർ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഉദ്ദേശത്തിൽ GTയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തേ കിട്ടുള്ളൂ, ക്ലാസ് എടുക്കാനുള്ള കണ്ടൻറ്റേ കിട്ടുള്ളൂ. GTയുടെ മെറ്റാഫിസിക്കലായിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു സാധനം കിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോച്ചസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കോച്ചസ് എപ്പോൾ GTയെ നോക്കുക, ഫ്രഷ് ആയിട്ടുള്ള ഇന്ന് ഡെലിവറി ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ ഡെലിവറി ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംഭവം. ഇതിൻ്റെ എൻഡിൽ ഒരു Q&A ഞാൻ കമ്പൽസറി എല്ലാം വരാറുണ്ട്. പക്ഷേ Q&A എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ, ആ Q&Aയിൽ എത്തുമ്പോൾ നമ്മളെ കോച്ചസ് ആയിട്ടുള്ള പല കോച്ചസ് എങ്ങനെയാണ് ഒരു റൂട്ട് കോസ് പിക്ക് ചെയ്യേണ്ടത്, അതിനെ തന്നെ എങ്ങനെ റൂട്ട് കോസ് പിക്ക് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് ക്ലാരിറ്റി കൊടുക്കണം എന്നുള്ള കാര്യത്തിന് വേണ്ടി ആ അവെയർനെസ്സിലിരിക്കും. എന്നാൽ അതേ സമയത്ത് ഇതൊന്നും പിക്ക് ചെയ്യാതെ ഒരാൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നോക്കിയിരിക്കുന്ന ആളുകൾക്ക് അത് കണ്ടിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് അവരുടെ സെൽഫ് ഫീലിംഗ് കുറേ നടക്കാറുണ്ട്. ഇപ്പോൾ ചിലർ എങ്ങനെ റൂട്ട് കോസ് അനലൈസ് ചെയ്യണമെന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ കുറച്ച് ആൾക്കാർ സെയിം കോണ്ടെക്സ്റ്റിൽ സെൽഫ് ഹീലിങ്ങിലായിരിക്കും ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കേണ്ടതെന്നുള്ളതാണ്. സോ ഇങ്ങനത്തെ ഒരുപാട് രസകരമായിട്ടുള്ള ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിനെ കാണുക. ചില ആളുകൾക്ക് GT എന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും റിഫ്രഷ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ റിഫ്രഷ്മെൻറ്റ് മാത്രമാണ് നിങ്ങൾക്ക് അതിനകത്ത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഒരു സെഷന് വേണ്ടി ടോപ്പിക് കിട്ടുക എന്നുള്ളതാണെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഇൻറ്റൻഷൻ 100% ഇമ്മേഴ്സീവ്നെസ് ആൻഡ് സറണ്ടറൻസ് ആണെങ്കിൽ GTയിൽ നടക്കുന്ന ഹോൾ പ്രൊസീജിയേഴ്സിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. നിങ്ങൾ 100% ഇമ്മേഴ്സീവായിട്ട് സറണ്ടേർഡ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. കാരണം മെഡിറ്റേഷൻ എപ്പോഴും നമ്മൾ ഇന്നർ റിവയറിങ്, ഇന്നർ എനർജി ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. നമ്മൾ സൈക്കിക് സർജറി എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുന്നതാണ്. മെഡിറ്റേഷനിൽ തന്നെ 1000 ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ട്. അതിൽ നമ്മളിവിടെ മിക്കവാറും സെറ്റ് ചെയ്യുന്ന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ വന്നിരുന്ന് പോകുമ്പോഴേക്ക് അവരുടെ ഹോൾ ലെയേഴ്സിലേക്ക് ജനറേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ജനറലൈസേഷൻ നടക്കുന്ന പോയിന്റിലേക്ക് എങ്ങനെ കണക്റ്റിംഗ് ആണോ ആ രീതിയിലേക്കുള്ള പ്രോസസ്സുകളാണ് ഷാന പലപ്പോഴും മെഡിറ്റേഷനിൽ ചെയ്ത് വെക്കാറുള്ളത്. അപ്പം ആ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ട്രാൻസ്മിഷന് പക്കാ നീഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പൊതുവേ GTയിൽ ചെയ്യൽ ക്രിയേറ്റീവ് ടാസ്ക്കാണ്. ഞാൻ ഓൾറെഡി എല്ലാ വീക്കിലും പറയാറുണ്ട് എന്തിനാണ് ക്രിയേറ്റീവ് ടാസ്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കഥ എഴുതാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കാം, കഥ എഴുതാൻ താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കാം. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കഥ എഴുതാൻ. പിന്നെ എന്തിനിവിടെ കഥ എഴുതിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുന്ന കഥയെക്കാളും കഥ എഴുതാനുള്ള ക്രിയേറ്റീവ് അവെയർനെസ്സിൽ നിങ്ങളിരിക്കുമ്പോൾ, ഒരുപാട് ആൾക്കാരിയ്ക്കുമ്പം അതിലൊരാളായിട്ട് നിങ്ങളിരിക്കുന്ന സമയത്ത് അടുത്തുള്ള എല്ലാവരുടെ മൈൻഡിലും ഏഷണി, പരദൂഷണം ഇതൊന്നല്ലാലും ഉണ്ടാവാം. ആ സെഗ്മെൻറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരുടെ മനസ്സിൽ എന്താ വന്നുകൊണ്ടിരിക്കുന്നത്, ക്രിയേറ്റീവായിട്ട് ഇന്നേ വരെ ചിന്തിക്കാത്ത പുതിയൊരു ഡെവലപ്മെൻറ്റിനെ പറ്റി ഒരാളല്ല ഇവിടെ ഇരിക്കുന്ന 40-ലേറെ ആൾക്കാർ ചിന്തിക്കുമ്പം അതിലൊരാളായിട്ട് നിങ്ങളിരിക്കുമ്പം കാറ്റടിച്ച് നന്നാവാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ?
ചിലർക്ക് ഫുട്ബോളിനോടോ IPL-നോടോ ക്രിക്കറ്റിനോടോ ഏതെങ്കിലും സ്പോർട്സ് സെഗ്മെൻറ്റിനോട് താല്പര്യം വന്നത് ഒരിക്കലും താല്പര്യം ഉണ്ടായിട്ടില്ല. കൂടെ നടക്കുന്ന 4-5 ഇതിൻ്റെ ആൾക്കാരാണ്. ഇവരെ കഥ കേട്ട് കേട്ട് നമ്മളും ഫുട്ബോൾ ഫാനായി പോകും. എല്ലാവരും മെസ്സിയുടെ ഫാനായത് മെസ്സിയുടെ എല്ലാ ചരിത്രം പഠിച്ചിട്ടൊന്നുമല്ല. കൂട്ടത്തിലുള്ള കൂടുതൽ ആൾക്കാർ മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ എന്നാകുമ്പോൾ ഇത് കേട്ട് കേട്ട് നമ്മൾ അറിയാണ്ടായി പോകും. പിന്നെ പഠിക്കലൊക്കെ പിന്നെ നമ്മൾ വണ്ടടിക്കും, ഓ മെസ്സി ഇങ്ങനെയായിരുന്നില്ലേ. ഇതന്നെയാണ് കാറ്റടിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ നിങ്ങൾ ആലോചിക്കുക, ഇതേ തത്വം കളക്റ്റീവായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇവിടെ യൂട്ടിലൈസ് ചെയ്തുകൂടാം? നമുക്ക് താല്പര്യമുള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ചില സിനിമാക്കാരൊക്കെ പറ്റി പറയാറുണ്ട്, ചില ആൾക്കാർ ജീവിതം മുഴുവനും സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കും, എവിടെ എത്തൂല. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, ആരോ ഒരാളെ കൂടെ നടന്നപ്പോൾ അയാളുടെ കാറ്റടിച്ചിട്ട് ഇയാൾ സിനിമയിലേക്ക് വീണ് പോയതാണ്. അയാൾ വലിയ എക്സ്പ്ലോർ ചെയ്യുന്ന ആളായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇയാൾ എങ്ങനെ ആയി ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ താല്പര്യം ഉണ്ടായിട്ടില്ല, ആക്സിഡൻ്റലായിട്ട് ഏതോ കാറ്റടിച്ചതാണ്. റൈറ്റ്. അപ്പോൾ അങ്ങനെയും നമുക്ക് രക്ഷപ്പെടാം. ഒരു പക്ഷേ ക്രിയേറ്റിവിറ്റിയുടെ കാറ്റ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലരും ക്രിയേറ്റീവായിട്ട് ഇന്നേ വരെ ചിന്തിക്കാത്ത ഡയമെൻഷനിലേക്ക് പുതിയൊരു പ്ലോട്ടിനെ പറ്റി കുറേ ആൾക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ അല്ലാത്തൊരു ദിവസത്തെ പറ്റി നമ്മൾ ആലോചിച്ചേക്കാം. ദാറ്റ് മീൻസ് സാധാരണഗതിയിൽ രാവിലെ എണീച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? രാവിലത്തെ ആദ്യത്തെ 3 മണിക്കൂറിനിടയിൽ നമ്മളെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകൾ കടന്നു പോകുന്നു എന്ന പോയിന്റിൽ നിന്നും ഞായറാഴ്ച വരുന്ന സമയത്ത് എണീറ്റ ഉടനെ തന്നെ ഇന്ന് GT ഉണ്ടല്ലോ, പിന്നെന്താ തൊട്ട് ഇന്ന് കയറണോ വേണ്ടേ? കയറണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തയിലൂടെ അങ്ങനെ കിടന്നു. കയറി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പ്, കയറി കിട്ടാനേ വേണ്ടി. കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ തോന്നില്ല. പിന്നെ അങ്ങനെ അതിലിരുന്നിട്ട് അങ്ങനെ പോയിക്കോളും. കാരണം നല്ല തോട്ട്സ്, നല്ല ഇമോഷൻസ്, നല്ല അവെയർനെസ്, നല്ല എനർജി അത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ എലവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ എങ്ങനെയല്ല ഇമോഷണലി ബൂസ്റ്റ് ചെയ്യാൻ പാകത്തിന് മോട്ടിവേഷനും അല്ല നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു ഇമോഷണൽ എൻ്റർടൈൻമെൻ്റ് അല്ല നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു അവെയർനെസ്സിൽ GT കയറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ GT കയറുന്നതോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് സമയത്തേക്ക് സറൗണ്ടിങ്സിൽ നമ്മളെ വീട്ടിൽ തന്നെ, വീട്ടിൽ ഓൺലൈനിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളല്ലാത്ത വേറെ ആരൊക്കെ ഉണ്ടോ അവർ എല്ലാവരും എന്തൊക്കെയാണോ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് അതിലൊക്കെ ഒരു സിമിലാരിറ്റി തോന്നും. അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് അയൽവാസികളുണ്ടെങ്കിൽ അവരിപ്പോൾ എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കണേ? പല പണികളിലായിരിക്കും, പല സംസാരങ്ങളിലായിരിക്കും. ചിലയിടത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലയിടത്തേക്ക് പോകാനുള്ള മുന്നൊരുക്കങ്ങളായിരിക്കും, ചിലയിടത്ത് കുട്ടികൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞു, നിന്നെ ഞാൻ വിടൂല, ഇന്ന് മഴക്കാലമാണ്, പ്രശ്നമാണ്, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെയൊക്കെ നടക്കുന്ന സെനാരിയോയിൽ നിങ്ങൾ മാത്രം ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. ആ യൂണിവേഴ്സിനെ കട്ട് ചെയ്തിട്ടായിരിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മളെ ചുറ്റുപാടിൽ നിന്നും പരിപൂർണമായിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കണം. അങ്ങനെ കട്ട് ചെയ്യൽ പോസിബിൾ ആകുന്ന മൊമെൻറ്റിനെ നമ്മൾ മൊമെൻറ്റ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയാം. അത് കണ്ണടച്ച് തന്നെ ചെയ്യണം നിർബന്ധമില്ല, കണ്ണ് തുറന്ന് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നാലും ഓക്കെയാണ്. ഇന്ന് രാവിലെ ഇവിടെ എത്തണമെന്ന് കരുതിയിട്ട് പല ഭാഗത്തു നിന്നും വരുന്ന ആൾക്കാർ, കണ്ണൂരിൽ നിന്നും വരുന്ന ആൾക്കാർ, തൃശ്ശൂരിൽ നിന്നും വരുന്ന ആൾക്കാരൊക്കെ തന്നെ വളരെ നേരത്തെ ഇറങ്ങി പുറപ്പെട്ട് ഇങ്ങോട്ട് എത്താന്നുള്ള പ്ലാനിലേക്ക് നിങ്ങൾ ചിന്തിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ മൈൻഡ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെന്താണെന്ന് പുതിയൊരു പരിപാടി. അതുകൊണ്ട് തന്നെ അതിന് പുതിയ ചിന്തകളെ എൻ്റർടൈൻ ചെയ്തേ പറ്റുള്ളൂ. പലരും ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാർ, ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ ആ തോട്ടിൽ നിന്നും ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് മാത്രമേ അവർക്ക് എന്തെങ്കിലും ലൈഫിൽ കറക്റ്റ് ചെയ്യാനോ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ GT വിൽ ഹെൽപ്പ് യു ഫോർ ദാറ്റ്. ആ ഒരു മൊമെൻറ്റ് ഓഫ് മെറ്റാ കോഗ്നിറ്റീവ് ലെവലിൽ ഇതിപ്പോൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആർക്കും കുറച്ച് സമയത്തേക്ക് മെഡിറ്റേഷൻ ചെയ്ത് റിലാക്സ് ചെയ്തെന്നൊക്കെ മാറിയിരിക്കുക, വീണ്ടും തിരിച്ചതിലേക്ക് പോകും. അവിടെയാണ് ഗൈഡഡ് ആയിട്ട് ചെയ്യുമ്പോൾ, കളക്റ്റീവായിട്ട് ചെയ്യുമ്പം, ഹോളിസ്റ്റിക് ആയിട്ട് ചെയ്യുമ്പം അതിൻ്റെ ഇമ്പാക്റ്റ് ഹ്യൂജാണ്. നിങ്ങൾ ഒരാൾ GTക്ക് വേണ്ടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളെപ്പോലെ ഇതേ എഫേർട്ട് ഇട്ട് ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ വന്നിരിക്കുമ്പം ഇവിടെ ഒരുമിച്ചിട്ടുള്ള മൈൻഡുകൾ മാസ്റ്റർ മൈൻഡിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലാസ്റ്റത്തെ GTയിലും അതിൻ്റെ മുന്നത്തെ GTയിലൊക്കെ നമുക്ക് ലാവിഷായിട്ട് കേട്ടോണ്ടിരുന്ന, എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫീഡ്ബാക്കാണ് മറ്റ് ചില ആൾക്കാരുടെ പ്രോബ്ലംസ് അവർ പറഞ്ഞിട്ട് അതിന് ഞാൻ റൂട്ട് കോസ് എടുത്തിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് റീഫ്രെയിം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ക്ലാരിറ്റി കിട്ടുന്നു. നമുക്ക് വേണ്ടി ചോദിച്ചതുപോലെ നമ്മുടെ പ്രശ്നം സോൾവ് ആയ പോലെ ഭയങ്കര ക്ലാരിറ്റി കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വിഷയങ്ങൾ പലതായിരിക്കാം, നമ്മുടെ ഉദ്ദേശങ്ങൾ പലതായിരിക്കാം. പക്ഷേ നിങ്ങളൊരു കൂട്ടമായിട്ട് ഈ നിമിഷത്തിൽ ഇവിടെ ഇരിക്കണമെന്ന് മുകളിലുള്ളവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുന്ന ഏതോ ഒരു സിമിലർ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഈ നിമിഷത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പോയിൻറ്റിൻ്റെ ഹയർ സ്റ്റേറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിലേക്ക് എല്ലാവരും കണക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹീൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും പവറായിരിക്കില്ലേ ടീമായിട്ട് പോകുമ്പോൾ, അല്ലേ? കാരണം ഒരാൾ താഴോട്ട് പോകുമ്പോഴേക്ക് വേറെ ഉള്ളവർ എനർജി കൂടി കയറിയിട്ട് അങ്ങനെ ഇതായി പോകും. എന്നാൽ പല ആൾക്കാർക്ക് ഒറ്റപ്പെട്ട് പോണതാണ് ഏറ്റവും വലിയ പ്രശ്നം. വീട്ടിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഒരേപോലത്തെ ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റിയ ആൾക്കാരില്ല.
ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. അവിടെയാണ് ആരെയും ജഡ്ജ് ചെയ്യാതെ, ഇവിടെ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ടിരിക്കാം, ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരിടം. ഇവിടെ നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് ഇവിടെ അഭിനയിക്കേണ്ടി വരുന്നുണ്ടോയെന്ന്, നല്ല കുട്ടിയായിട്ട് അഭിനയിക്കേണ്ടി വരുന്നുണ്ട്. ആരും നിങ്ങളോട് പറയാം നല്ല കുട്ടിയായിട്ടിരിക്കണേ, ഇങ്ങനെ ഇരിക്കണേ, നോ. ഇവിടെ ആകെ വേണ്ട എന്താണ്, നിങ്ങൾ സറണ്ടർ ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് അഭിനയിക്കാനല്ല, നിങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വരുന്നത്, നിങ്ങളെ ഫുള്ളായിട്ട് അതുപോലെ വെക്കാൻ. അങ്ങനെ നമുക്ക് ഒരു അഭിനയത്തിൻ്റെയും ആവശ്യമില്ലാതെ നമുക്ക് നമ്മളായിട്ടിരുന്ന് അനുഭവിക്കാൻ പറ്റുന്ന നിമിഷങ്ങളിലും മൊമെൻറ്റിലും ഇരുന്നിട്ടേ പ്രാർത്ഥിച്ചാൽ പോലും നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. നമ്മളൊരു ഭാഗത്ത് അഭിനയിച്ച് തകർക്കേണ്ട ഘട്ടവും വേറൊരു ഭാഗത്ത് പഠിച്ചവനോടൊപ്പം ഇരിക്കേണ്ട ഘട്ടവും, ഇത് രണ്ടും വരുന്ന സമയത്ത് നമ്മൾ ചുറ്റുപാടിൽ ഭയങ്കര അവെയറാണ്. ഇവരെന്ത് വിചാരിക്കും. അപ്പോൾ ശരിക്ക് ആഴത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പല ആൾക്കാരും ഒറ്റയ്ക്കുള്ള നിമിഷങ്ങളാണ് തിരഞ്ഞെടുക്കുക, റൈറ്റ്? ബിക്കോസ് ദേ ഹാവ് ടു ഡിസ്കണക്ട് ഫ്രം ദ സറൗണ്ടിങ്സ്. അതുപോലത്തെ ഒരു ഡിസ്കണക്ഷൻ സ്റ്റേറ്റിൽ നിന്നിട്ടാണ് നമുക്ക് ഹയർ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും പറ്റുക. ഹയർ കണക്ഷനിൽ നിന്നുകൊണ്ട് നമുക്ക് എലവേഷൻ പോസിബിൾ ആക്കി എടുക്കാനും വേണ്ടി പറ്റുക. ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഇടമാണ് ആക്ച്വലി ഗൈഡഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മളിതിനെ ഇറ്റ്സ് നോട്ട് സിംപ്ലി ജസ്റ്റ് എ സെഷൻ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സിംപ്ലി ഒരു കോച്ചിങ്ങോ ഒരു ട്രെയിനിങ്ങോ ഒരു മെഡിറ്റേഷൻ ക്ലാസ്സോ എന്നതിനപ്പുറത്തേക്ക് ഇത് ഒരു എനർജി എവല്യൂഷൻ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. സോ ഇവിടെ വന്ന് ഇരുന്ന് പോകുമ്പോൾ തന്നെ പല ആൾക്കാർക്കും ഫീൽ സം ചേഞ്ചസ്. പക്ഷെ അതിനെ ഗൈഡഡ് ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സോ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് വി ഹാവ് ലിസൺഡ്, കുറേ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ ലൈവായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കണേ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ ഗൈഡഡ് ടോക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ ഐ നോ വൺ തിങ്, ഗൈഡഡ് ടോക്കിൻ്റെ ഫോർമാലിറ്റീസ്, പ്രൊസീജിയേഴ്സ്, അതിൻ്റെ കണ്ടീഷൻസ് കറക്റ്റ് മീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ദാറ്റ് വി ക്യാൻ നോട്ട് പ്രെഡിക്റ്റ്, ബട്ട് ഇറ്റ് വിൽ ബി കളക്റ്റീവ്, ഇറ്റ് വിൽ ബി ഹോളിസ്റ്റിക്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിറാക്കുലസ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആവും എന്നതിൽ യാതൊരു സംശയമില്ല. സോ ഓരോ ആഴ്ചകൾ കഴിയുമ്പോഴും നമ്മൾ വളരെ ക്യൂരിയസ് ആണ്, ഈ ആഴ്ചത്തെ GTയിൽ നിന്നും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായി, എന്ത് സ്റ്റോറീസ് നമുക്ക് കേൾക്കാൻ പറ്റി. നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് ഇരിക്കാറുള്ളത്. കാരണം വി നോ GTക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടെന്നുള്ള. അതൊരു പെട്ടെന്ന് ഇത് കോപ്പി അടിച്ച് അതേപോലെ ചെയ്യുന്നതുകൊണ്ട് നടക്കുന്നതല്ല. ഇപ്പോൾ പീപ്പിൾ ക്യാൻ ഡു ലൈക്ക് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. അതിൻ്റെ ലെയേഴ്സ് നമുക്ക് അതിൻ്റെ ഫ്ലേവേഴ്സ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. വൈ GT ബിക്കം ലൈക്ക് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 270 ആഴ്ചകളുടെ കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ടൈമും അതിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത എക്സ്പെർട്ടീസും എല്ലാത്തിനും കൂടി സംഭവിച്ചതാണ്. അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു മാജിക്കാണ്. സോ നിങ്ങളിന്ന് 271st GTയിലാണ് വന്നിരിക്കണമെങ്കിൽ ഞാൻ പറയും കഴിഞ്ഞ 270 GTകളുടെയും ഇമ്പാക്റ്റുകൾ മൊത്തത്തിലാണ് നിങ്ങൾ ആക്ച്വലി ഇന്ന് ആവാഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. പക്ഷെ അത് ആവാഹിക്കണോ വേണ്ടെന്ന് ആര് തീരുമാനിക്കണം? നിങ്ങൾ തീരുമാനിക്കണം. അതിനാണ് നമ്മൾ പറയുക സറണ്ടർ, ബി ഇമ്മേഴ്സീവ്. ഇവിടെ എന്ത് പ്രൊസീജിയേഴ്സ് നടക്കുകയാണെങ്കിലും ജസ്റ്റ് ബി ദർ, ബിക്കോസ് ആവശ്യമില്ലാത്തൊരു സാധനം ഇവിടെ കുത്തിക്കയറ്റില്ല. കാരണം നമുക്ക് സമയം ഓൾറെഡി കളയാനില്ല. സോ ദർ ഇസ് നോ എൻ്റർടൈൻമെൻറ്റ്. നമ്മളതിനിടയിൽ കുറച്ച് ഫൺ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുമെങ്കിൽ കൂടി ഇറ്റ്സ് നോട്ട് അബൌട്ട് എൻ്റർടൈൻമെൻറ്റ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ട്രാൻസ്ഫോർമേഷൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീരിയസ് ആയിട്ടിരിക്കുന്നത്. സോ ഇൻറ്റൻഷൻ കറക്റ്റാണ്, ഇൻറ്റൻഷൻ സെറ്റാണ് എന്നുള്ള കാര്യം ഉറപ്പാക്കാം. റെഡിയല്ലേ എല്ലാവരും? വെരി ഗുഡ്. അപ്പോൾ ഇന്ന് ഐ വാസ് തിങ്കിങ് ലൈക്ക് ഇന്ന് നമ്മൾ എന്ത് ഡിസ്കഷനിൽ പോകും. അപ്പോൾ ഞാൻ കുറച്ച് റീസെൻ്റായിട്ട് നമ്മളെ ടീമിൽ പലർക്കും ഉണ്ടായിട്ടുള്ള ചില ബ്രേക്ക് ത്രൂസ് ഇങ്ങനെ വെറുതെ ഒന്ന് എടുത്തു നോക്കിയ സമയത്ത് തൗസൻഡ്സ് ഓഫ് ലൈഫ് ചേഞ്ചിങ് സ്റ്റോറീസ് ഉണ്ട്. ഓരോരുത്തരും നമ്മളോട് ഷെയർ ചെയ്ത വോയിസുകളായിട്ട്, ഓഡിയോസായിട്ട്, ടെക്സ്റ്റേഴ്സായിട്ട് അവർ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇത് ഒരുപാടുണ്ട് നമ്മളെ ലിസ്റ്റ് കയ്യിൽ. അപ്പോൾ നമ്മളത് ആക്ച്വലി എടുത്ത് വെക്കും, ഓരോരുത്തർ പറയുമ്പോൾ അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കും. ഇറ്റ്സ് ലൈക്ക് നമ്മളതിനെ ഷെയർ ചെയ്തിരിക്കുന്നത് ഫ്ലൈറ്റ് മാജിക് എന്ന് പറഞ്ഞിട്ട് ഓരോ ആളുകൾ അവർക്ക് എങ്ങനെ അതിൽ മാജിക് ഉണ്ടായി, എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഐ വാസ് ലൈക്ക് എന്നാൽ പിന്നെ ഇന്നത്തെ ഡിസ്കഷനിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി മിറക്കുലസ് ആയിട്ടുള്ള മാജിക്കലായിട്ടുള്ള മൊമെൻറ്റുകൾ ടച്ച് ചെയ്യാം. നോക്കിയേ, മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ദൈവം തമ്പുരാൻ അയച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് ഞാൻ എപ്പോഴും പറയും ദൈവത്തിൻ്റെ പ്രതിനിധിയാകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാറുണ്ട് അല്ലേ. ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ, പഠിച്ചവനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ആക്ച്വലി നമ്മളങ്ങോട്ട് അയച്ചതെന്ന് പറയാറുണ്ട്. ഒരാൾക്ക് ദൈവത്തെ പ്രതിനിധാനം ചെയ്യണമെങ്കിൽ, പഠിച്ചവനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ, അങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മളിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ആദ്യം നമ്മൾ നോക്കണം. ഇപ്പം പ്രധാനമന്ത്രി എന്നെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നാളെ നീ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുമ്പം ഞാനോ പ്രധാനമന്ത്രിയെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ പോകാനോ? ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് ഒരിക്കൽ എല്ലാ സൗകര്യങ്ങളും എനിക്കും അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ മനുഷ്യനെ റെപ്രസെൻറ്റേറ്റീവ് ആക്കാൻ, ഖലീഫയാക്കാൻ, മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാൻ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും എന്നിട്ടാണ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളതെങ്കിൽ ആ റോൾ ഏറ്റെടുക്കണമെങ്കിൽ ആ റോൾ ഏറ്റെടുക്കാൻ പാകത്തിന് നമ്മളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്ത് പോയി നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. പ്രതിനിധിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്ക
തക്കവണ്ണമുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ കയ്യിൽ തന്നിട്ട് അങ്ങോട്ട് വിട്ടിട്ടുള്ളത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർ, ഞാൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ച് വളരുമ്പോഴേക്ക് ആരാണോ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ആളുടെ റെപ്രസെൻറ്റേറ്റീവാ എന്നതിനപ്പുറത്തേക്ക് കുഞ്ഞാമ്മത് പറയും, അല്ലെ കുഞ്ഞാലി പറയും നീ എൻ്റെ മോനാ, അല്ലെ നബീസ പറയും നീ എൻ്റെ മോളാ. അതോടുകൂടി ഞാൻ ആരെ റെപ്രസെൻ്റ് ചെയ്യുക? ഇന്ന തറവാടിനെ, ഇന്ന നാടിനെ, ഇന്ന ലൊക്കാലിറ്റിയെ, ഇന്ന ആളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. നീ എവിടുന്നാ? ഞാനിതാ മറ്റേ ഇവിടെ തലശ്ശേരി എന്നാണ് വരുന്നത്. അവിടെ ഇന്ന വീട്ടിൽ നിന്നാണ്, അവിടെ ഇന്ന ആളുടെ മോനെ. ഏത് മൂപ്പരെ മോനാ. ഈ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ എടുക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ ആക്ച്വലി ആരെ റെപ്രസെൻ്റ് ചെയ്യാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ? നമ്മൾ പറയും നമ്മളെ നാടിനെ, നമ്മുടെ വീടിനെ, നമ്മുടെ കുടുംബത്തെ, അതൊക്കെ ആകാം. പക്ഷേ എപ്പോൾ മുതൽ നമ്മൾ ജനിച്ച് വളർന്ന നാട്, നമ്മളെ വാർത്തെടുത്ത പാരൻസ്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ചുറ്റുപാടിൽ നിന്ന് എന്തൊക്കെ നമ്മൾ വളർന്ന കൾച്ചർ, ഇതെല്ലാം കൂടി കടന്നു വരുന്നതോട് കൂടിയിട്ട് നമ്മൾ വളർന്ന കൾച്ചറിൻ്റെ പ്രതിനിധിയാകാനാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കൾച്ചറാണ് ബെസ്റ്റ് കൾച്ചർ, മലയാളികളുടെ സംസ്കാരമാണ് ഏറ്റവും നല്ല സംസ്കാരം. ഈ പാശ്ചാത്യൻ ലോകത്തിലുള്ള വെസ്റ്റേണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കൾച്ചറാണ് ബെസ്റ്റ് കൾച്ചർ എന്ന് പറയാൻ വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇന്ത്യയെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയെ അല്ലെങ്കിൽ മലയാളികളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യണേ? നമ്മുടെ കൾച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ, നമ്മുടെ സൊസൈറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാൻ, നമ്മുടെ ഫാമിലിയെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒക്കെ നമ്മളെപ്പോഴും നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ മലയാളികളായിട്ടുള്ള ആൾക്കാർ കേരളം വിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും മലയാളിയെ വേഗം കാണാനാണ് ശ്രമിക്കുക. ഏതെങ്കിലും മലയാളിയെ കാണുമ്പോഴത്തേക്ക് അപ്പന അല്ലെങ്കിൽ നമ്മൾ അല്ലേ, നമ്മൾ ഭയങ്കര സംഭവം വേറെ ഒരു ടീമാവും. അപ്പം പുറത്തുള്ളവരൊക്കെ നോക്കി നമ്മൾ മല്ലൂസാണ്, നമ്മൾ മലയാളീസാണ് എന്നൊരു സ്ട്രെങ്ത്തിലായിരിക്കും എപ്പോഴും നിൽക്കുക. ദാറ്റ് മീൻസ് നമ്മളുടെ ഐഡൻറ്റിറ്റി എവിടെയാണോ അതിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് എപ്പോഴും ഉണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും മനുഷ്യൻ നമ്മുടെ ട്രൂ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവിനിറ്റി ആയിരുന്നു, ദ പ്രസൻസ് ഓഫ് ഓൾമൈറ്റി ആയിരുന്നു, ദ ഡിവിനിറ്റി ആയിരുന്നു എന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യന്മാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്താ ഫീൽ ചെയ്യുക? ഞാനും നിങ്ങളെല്ലാവരും ഒരാളുടെ സൃഷ്ടിയാന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരായിട്ട് കണക്റ്റഡ് ആവാൻ തോന്നൂലേ? എന്തുകൊണ്ടാണ് ഈവൻ നമ്മൾ വർഗീയതയില്ല, ക്ലാസിഫിക്കേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ പോലും കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ മലയാളീസിൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ, അപ്പോൾ പിന്നെ ഹിന്ദിക്കാരായാലും കുഴപ്പമില്ല, തമിഴന്മാരായാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല, നമ്മൾ ഒറ്റ ടീമാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ അതിർത്തികൾ ഭേദിച്ച് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഏത് അതിരിൻ്റെ അകത്താണോ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കാനാണ് നമ്മൾക്കുള്ളൊരു ടെൻഡൻസി, റൈറ്റ്? കോഴിക്കോട് വിട്ട് കേരള നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കോഴിക്കോടുള്ളവർ കോഴിക്കോട് വിട്ട് മലപ്പുറം പോയി കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ ആളായിട്ട് ഇരിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കൂടുതൽ. കേരളത്തിൻ്റെ അതിർത്തിയിലിരിക്കുന്ന ആൾ കേരളത്തിൻ്റെ അതിരി വിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ അതിരിൻ്റെ ഉള്ളോട്ട് തന്നെ തിരിച്ചു വരാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ഭൂമിയെ ഒരു അതിർത്തിയായിട്ട് വെക്കാം, പ്രപഞ്ചത്തെ ഒരു അതിർത്തിയായിട്ട് വെക്കാം, നമ്മളൊക്കെ എവിടെ ആയിരുന്നു? അപ്പോൾ അങ്ങനെ ഒരു അതിര് നമുക്ക് തീർത്തിട്ട് ഒരു സമയത്ത് നമ്മളെ ഒരു അതിർത്തി കടന്നിട്ട് ഭൂമിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക്, ഈ അന്തരീക്ഷത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, ഭൂമിയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ വന്ന സ്ഥലം ഏതാ അതിലേക്ക് തന്നെ ചേരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കണ്ടേ? അങ്ങനെ മനുഷ്യന്മാർ കാണിക്കലുണ്ട്. ആലോചിച്ച് അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാരെ പറ്റിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇന്ത്യയിൽ നിന്നും UAE പോയിട്ട് എല്ലാവർക്കും എന്തെന്നായിരിക്കും, മാതൃരാജ്യമല്ലേ, സ്വന്തം നാട് എന്ന് പറയുമ്പോൾ ഒരു വിളി ഉണ്ടായിരിക്കും, നാട്ടിലേക്ക് പോകണം, ഒരു ഫീലിംഗ് ആയിരിക്കും. എന്നാൽ UAE പോയിട്ട് അവിടെ കുറച്ച് കാലം നിന്നപ്പം UAE തന്നെ ഇനി ഇവിടുത്തെ ആളാവാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ വന്ന മാതൃരാജ്യത്തെ എവിടേക്കോ മറന്നു പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ അവസ്ഥ. ദൈവത്തിൻ്റെ പ്രതിനിധിയാക്കി ഇങ്ങോട്ട് അയച്ച ആൾ ഈ ഭൂമിയിൽ ഏതോ ലൊക്കാലിറ്റിയുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകാനോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഭരിക്കുന്ന ഏതെങ്കിലും ഒരാളാവാനോ ഉള്ള ടെൻഡൻസിയിൽ നമ്മുടെ റിയൽ ഐഡൻറ്റിറ്റി നമ്മൾ മറന്നുപോയി. ഈ ഐഡൻറ്റിറ്റിയിൽ നിന്നും തെന്നി നിൽക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും നമ്മുടെ ട്രൂ പവറിൽ നിന്നുമുള്ള നമ്മുടെ ട്രൂ പവർ, ദ ട്രൂ ഐഡൻറ്റിറ്റി, അതിൽ നിന്നും നമുക്കുള്ള ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റൂല. ദാറ്റ് മീൻസ് അംബാനിയുടെ മോനാണ് മൂപ്പര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നാട്ടിലുള്ള ഏതോ ലോക്കൽ കമ്മിറ്റിയുടെ വലിയ ഹെഡാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. മൂപ്പര് മറന്നുപോയി ഞാൻ അംബാനിൻ്റെ മോനാണ്. അപ്പോൾ അംബാനിയെ മറന്നുകൊണ്ട് അംബാനിയുടെ മോൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ആവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അംബാനിയിലൂടെ കിട്ടേണ്ട കുറച്ച് ഗിഫ്റ്റുകളുണ്ട്, അത് അങ്ങേർക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നന്ദികേട് കാണിച്ചിരിക്കുന്നു. പോയിന്റ് ക്ലിയർ ആണോ? അതുകൊണ്ടാണ് നമ്മളുടെ സെഷനുകളിൽ എപ്പോൾ ഞാൻ സ്പിരിച്വൽ അവെയർനെസ്, സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഓണാക്കി വെക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂലി നമ്മൾ ആരാന്നുള്ളൊരു ബോധം വേണം. ഈ ബോധത്തിൽ ഇരുന്ന് വേണം പ്രാർത്ഥിക്കാൻ പോലും. അപ്പം അത്ഭുതങ്ങൾ നടക്കും. പ്രാർത്ഥിച്ചിട്ട് അത്ഭുതങ്ങൾ കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ? ഇതിലെത്ര പേർക്ക് പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം കിട്ടിയിട്ടുണ്ട്? ഇനി പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും പ്രാർത്ഥിച്ചിട്ടുള്ളൂ, പ്രയത്നിച്ചിട്ടില്ല. കൊടുത്ത പോയിന്റ്.
പ്രാർത്ഥന മാത്രമല്ല, എന്തുകൂടി വേണം? പ്രയത്നം കൂടി വേണം. മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, നിങ്ങളുടെ പ്രാർത്ഥനയായിട്ടുണ്ടെങ്കിൽ പ്രയത്നിക്കാനുള്ള ഊർജം തമ്പുരാൻ തരും. അത് ഏതറ്റം വരെ പോയിട്ടും അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള, എത്ര ഡോക്ടേഴ്സ് നോ പറഞ്ഞാലും സ്റ്റിൽ എവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും എന്ന രീതിയിൽ തന്നെ നമ്മളത് പ്രയത്നിച്ചുകൊണ്ടിരിക്കും. മടുപ്പില്ലാതെ എത്ര ആവർത്തിച്ചും അതിനെ പിറകെ പോകാനുള്ള ഒരു പ്രയത്നം നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ്. അതാണ് പ്രാർത്ഥിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥന കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരേ ഒരു ഫോർമാറ്റ്. പ്രാർത്ഥിക്കും തോറും പ്രയത്നിക്കാനുള്ള ഊർജ്ജം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കല്ല, നിങ്ങൾ വഴികേടിലാണ്. കാരണം പ്രാർത്ഥിച്ചോ ഒക്കെ റെഡി ആയിക്കൊള്ളുന്ന ആരോ നിങ്ങളെ മടി പിടിച്ച് ഇരുത്താണ്. അവിടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പൈശാചികതയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. കോണ്ടെക്സ്ച്വലി പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈവൻ പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടണമെങ്കിൽ പല ആൾക്കാരുടെയും പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണം അവർ ഏത് ഐഡൻറ്റിറ്റിയിൽ പ്രാർത്ഥിക്കുന്നുള്ള ലോക്കൽ ഐഡൻറ്റിറ്റി. നിങ്ങൾ ചോദിക്കുന്നത് സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗനിയന്താവായവനോടാണ്. ദാറ്റ് മീൻസ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള എവ്രിതിങ് ക്രിയേറ്റ് ചെയ്തിട്ട് നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കാനുള്ള ഒരു ID കാർഡ് ഉണ്ട്, അതെന്നെ കാണിക്കണം. നമ്മൾ മിക്കവാറും കാണിക്കല ഏതാ, ഞാൻ ഇന്ന നാട്ടിലെ പഞ്ചായത്തിലെ ഇന്ന ആധാർ കാർഡുള്ള ആളാണ്, എൻ്റെ പ്രശ്നം ഒന്ന് തീർത്ത് തന്നെ. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിക്കോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ കൊടുക്കാനുള്ള പാസ്പോർട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി കാർഡ് വെച്ചിട്ടോ നമ്മുടെ അവയർനെസ് കറക്റ്റ് ആണോ പ്രാർത്ഥിക്കുമ്പോൾ? ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ് കറക്റ്റ് ആണോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദാറ്റ് മീൻസ് നമ്മൾ ആരായി ചോദിക്കുന്നുള്ളതാണ് വിഷയം. അപ്പം എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പരിപാലിക്കുക എന്ന് കൂടിയുള്ളത്, അല്ലേ? പരിപാലിക്കുക മാത്രമല്ല, പരിപാലിക്കുന്നതിനോടൊപ്പം തന്നെ പരിപാലനത്തിലാണ് നമ്മളെങ്കിൽ നമുക്കതിൽ പരിലാളന കൂടി കിട്ടും. നർച്ചറൻസ് എന്ന് പറഞ്ഞാൽ അതാണ്, അതുണ്ട്. പക്ഷേ ഒരു ഉമ്മക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയെ പരിപാലിക്കുക എന്നുള്ളതിന് ഉമ്മ ഫുൾ ടൈം റെഡിയാണ്. പക്ഷെ പരിപാലനത്തിലേക്ക് കുട്ടി നിൽക്കണില്ലെങ്കിലോ, പരിപാലനത്തിൻ്റെ ഭാഗമായിട്ട് ചോറുണ്ടാക്കിയിട്ട് വാവയെ കഴിക്കുന്ന തന്നെ കുട്ടി എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കഴിവിൻ്റെ പരമാവധിയൊക്കെ ഉമ്മ പിറകെ ഓടിയിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. എങ്കിൽ കൂടി ആ കുട്ടിയുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ എത്ര ഈസിയാണ്, എത്ര എളുപ്പത്തിലാണ്. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ട്രാൻസ്ഫർമേഷൻ ആണെങ്കിലും പ്രെയർ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഇനി മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ഏത് ഏരിയ ടച്ച് ചെയ്താലും ഫസ്റ്റ് തിങ് ഈസ് നിങ്ങൾ ആരായിട്ടാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ആരായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റാണ്. മിക്കവാറും പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്തുള്ള അതേ ആളായിട്ട് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. പ്രവർത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ പഠനം അതൊരു ചെറിയ കോണ്ടെക്സ്റ്റുള്ള സാധനമാണ്. ഈ ഭൂമിയിലെ ഒരു ചെറിയ ഐഡൻറ്റിറ്റിയിൽ ചെറിയൊരു കാറ്റഗറിയിൽ കിടക്കുന്ന ഒരു ഏരിയ. അവിടെ നിങ്ങൾ അതിലെ ബെസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ അതിലേക്ക് ഒരു എക്സ്റ്റേണൽ ഇടപെടലാണ് നിങ്ങൾ ചോദിക്കുന്നത് പ്രാർത്ഥനയിലൂടെ, അല്ലേ? എനിക്ക് ചെയ്യാൻ പറ്റാത്ത എൻ്റെ കഴിവിൻ്റെ പരിമിതിക്ക് അപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു ഇടപെടൽ അവിടെ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ എനർജി എന്നാ പറയാം. ആ എനർജി അതിലേക്ക് അതിൻ്റെ സപ്പോർട്ട് അതിൻ്റെ ഹെൽപ്പ് നമുക്ക് തരാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതിനാണ് നമ്മൾ തവക്കുൽ എന്ന് പറയാം. അതിനാണ് നമ്മൾ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഞാനിതിന് ഇറങ്ങിത്തിരിക്കുകയാണ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, പഠിച്ചോനിൽ ഏൽപ്പിച്ചിട്ട് ഭരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ശരണമേൽപ്പിച്ചുകൊണ്ട് ഭരമേൽപ്പിച്ചുകൊണ്ട് ഞാനിതാ ഇറങ്ങുന്നു എന്ന് പറയുമ്പം എനിക്ക് ചെയ്യാനുള്ളത് ഈ സ്ക്വയർ കിലോമീറ്ററിലുള്ള ഒരു പർപ്പസ് ആണെങ്കിൽ അതിലേക്ക് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇതിന് മീതെ കിടക്കുന്ന ഊർജ്ജത്തിൽ നിന്നും ഒരു സപ്പോർട്ട് വരികയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഇതുപോലെ നിങ്ങളൊരു വഴിക്ക് ഇങ്ങനെ പോവാണ്, ഈ ഇവിടുന്ന് തുടങ്ങിയിട്ട് എൻ്റെ റോഡിൽ എത്തണം, വഴി എങ്ങനെ അറിയില്ല, പക്ഷെ ഇതിലൂടെ പോകേണ്ടതെന്ന് മാത്രം അറിയാം. അപ്പോൾ നമുക്ക് തോന്നാണ് എൻ്റെ ലൈഫ് രക്ഷപ്പെടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കഴിവുകളേ ഉള്ളൂ. അപ്പോൾ ചിലർക്ക് ഫുഡ് ഉണ്ടാക്കാനായിരിക്കാം, എന്നാൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ, പക്ഷെ ഇതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടുന്നു അറിയില്ല. പക്ഷെ ആകെ അറിയണത് എന്താ, ഇതാണ്. അപ്പോൾ എനിക്കാകെ തന്നിരിക്കുന്ന കീ എന്ന് പറഞ്ഞാൽ ഈ ടാലൻറ്റുകളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇത് എവിടെ എത്തുമെന്ന് അറിയില്ല, ഇത് എങ്ങനെയാവുമെന്ന് അറിയില്ല, ഒന്നാവില്ല അറിയില്ല. പക്ഷെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അതിൽ ആക്ഷൻ എടുത്ത് തുടങ്ങാണ്. ചില ആൾക്കാർ വിജയിക്കുന്നു, ചില ആൾക്കാർ പരാജയപ്പെടുന്നു. എന്നാൽ വിജയിക്കാനുള്ള സാധ്യത കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു വഴിക്ക് ഇറങ്ങുമ്പം ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പം അതിൻ്റെ എൻഡിൽ എവിടെ എത്തണം നിങ്ങൾക്കറിയാം, എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ കൂടി നിങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഹെലികോപ്റ്ററിൽ ഒരാൾ വഴി ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമുക്കൊന്നും അറിയില്ല, നമ്മളെന്താണ്, എന്നോട് ആരോ പറയുന്നു അത് കേൾക്കുന്നു ഞാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഇയർഫോൺ തന്നിട്ടുണ്ട്, ഒരു ഹെഡ്ഫോൺ തന്നിട്ടുണ്ട്, നിങ്ങൾ അതിലിങ്ങനെ മുകളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ പറയാം, സ്ട്രൈറ്റ് പോയിക്കോളൂ. അപ്പോൾ നിങ്ങൾ സ്ട്രൈറ്റ് പോയി, ഇനി ലെഫ്റ്റ് എടുക്കൂ, ലെഫ്റ്റ് പോയി, സ്ട്രൈറ്റ് എടുക്കൂ, സ്ട്രൈറ്റ് പോയി. അപ്പോൾ ചിലപ്പോൾ ലെഫ്റ്റ് പോകുമ്പോൾ ഇങ്ങോട്ട് പോയാൽ വഴി തെറ്റൂലേ, പക്ഷെ മുകളിലുള്ളവർ അതിലൊരു ഷോർട്ട് കട്ട് കാണുന്നുണ്ടായിരിക്കാം.
അപ്പം നമ്മളത് കേട്ട് ഇങ്ങനെ പോയി മുകളിൽ നിന്നും കറക്റ്റ് ഒരു ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓടി തീർക്കാനുള്ള, നമുക്ക് സഞ്ചരിച്ച് തീർക്കാനുള്ള പാത വളരെ വേഗത്തിൽ, വളരെ എളുപ്പത്തിൽ, സംശയങ്ങളില്ലാണ്ട് സഞ്ചരിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ അവിടെ നമ്മൾ പറയാം ഗൈഡൻസ് ഉണ്ടാകണമേ. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥന, നേരായ വഴിയിലാക്കണേ. നേരായ വഴിയിലാക്കാന്ന് പറഞ്ഞാൽ ആരും നേരായ വഴിക്ക് നമ്മളെ കൊണ്ടുപോകില്ല. നമ്മൾ നടക്കാണ്, നമുക്ക് തോന്നുന്ന വഴി, നമുക്ക് തോന്നുന്ന ഇതായിരിക്കും ശരി, അങ്ങനെ നമ്മൾ ഇറങ്ങാണ്. പക്ഷെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ തോന്നലുകൾ ശരിയാകണമെങ്കിൽ ആ തോന്നലുകൾ ശരിയാകുന്ന അവസ്ഥയെ പറ്റിയിട്ടാണ് ജലാലുദ്ദീൻ റൂമി പറഞ്ഞത്, ഫോളോ യുവർ ഹാർട്ട്. യുവർ ഹാർട്ട് നോസ് ദ വേ, റൺ ഇൻ ദാറ്റ് ഡിറക്ഷൻ. നിങ്ങളുടെ ഹൃദയത്തിന് വഴി അറിയാം, അതിലേ നിങ്ങൾ പോവാ. എങ്ങനെ വിജയിച്ച്? എന്തോ ഞാൻ തവക്കുലാക്കി അങ്ങോട്ട് സമർപ്പിച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ ഇറങ്ങി, മുന്നിൽ കാണുന്നത് എന്താണോ അതെന്നെ വഴി, ഞാൻ അങ്ങനെ സഞ്ചരിച്ചു. പക്ഷെ സമർപ്പണത്തിലായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്തിലാണോ ആരാണോ ആ ഐഡൻറ്റിറ്റിയിൽ മാത്രം, ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഇന്ന കമ്പനിയുടെ ചെയർമാനാണ്, ഈ ഐഡൻറ്റിറ്റിയിൽ മാത്രം നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുമ്പം എനിക്ക് ഇതിനേക്കാളും വലിയൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, മുകളിൽ പിടിപാടുള്ള. ഈ പിടിപാടുകൾ അവസാനമല്ല ഉപയോഗിക്കേണ്ടത്, വഴി തെറ്റുമ്പോഴല്ല ഉപയോഗിക്കേണ്ടത്. ആ പിടിപാട് നിങ്ങൾക്കുള്ള പിടിവള്ളിയാണ്. ആ പിടിപാട് നിങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സദാസമയം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പിടുത്തം കൊടുക്കാണ്ട് ഓടിയിട്ട് എവിടെ പോയിട്ട് പെട്ടിട്ട് എൻ്റെ ഉമ്മ എവിടെയാന്ന് വെച്ച് കയറ്റിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഉമ്മക്കും പണിയായിരിക്കും അവിടെ വന്നിട്ട് സെറ്റ് ചെയ്ത് തരാൻ. കാരണം ഓൾറെഡി കൂടെ ഉണ്ടായിരുന്നു, കൈ വിട്ട് ഓടിയതാണ്. അപ്പം ദിസ് ഈസ് ഹൗ ഒരു ട്രാൻസ്ഫർമേഷനോ ഒരു ചേഞ്ചോ ഒരു മാജിക്കോ ഒരു റെവല്യൂഷനോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്താണോ അതിലേക്ക് ചേരണം. അപ്പോൾ എൻ്റെ ചോദ്യം എത്ര ഉള്ളൂ, ട്രൂ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ GC നമ്മുടെ ഗൈഡഡ് കോഡ് വർക്ക്ഷോപ്പിൽ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ഐഡൻറ്റിറ്റിയും മാറ്റിയിട്ട് നമ്മളിത് തുടങ്ങൽ തന്നെ. അപ്പോൾ ഒന്നും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പം ഇപ്പം നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് പല ഉത്തരങ്ങളുണ്ട്. ഇപ്പോൾ ഷിഫ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഷിഫയുടെ ഉമ്മയോട് ഷിഫ ആരാന്ന് ചോദിച്ചാൽ ഷിഫൻ്റെ ഉമ്മക്ക് കുറേ ഉത്തരങ്ങളുണ്ട്. അതാണോ ഷിഫ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഷിഫ എന്ന മകൾ അതാണ്, ഷിഫ അതല്ല. മകളായിട്ടിരിക്കുമ്പോൾ ഷിഫ എങ്ങനെയാണ്? അങ്ങനെയാണ്. ഇപ്പോൾ ഏതുപോലെ ഗൈഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം ഗൈഡ് ഇങ്ങനെയാണ്. എൻ്റെ സിസ്റ്ററിനോട് ചോദിച്ചാൽ അദ്നാൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉള്ളത് അവർക്ക് അറിയുള്ളൂ, എങ്ങനെയാണെന്നുള്ളത് അവർക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റും. എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവർക്ക് വേറെ പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് ID കാർഡുകളുണ്ട് അല്ലേ? നമ്മളെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വേറെ ID കാർഡ് ഇട്ടാൽ പോകണം, അതുകൊണ്ട് നമുക്ക് വേറെ റോളായിരിക്കും അവിടെ. ഫ്രണ്ട്സുകളുടെ ഇടയിലേക്ക് പോകുമ്പം വേറെ ID കാർഡ് ഇട്ടാൽ പോണത്, അപ്പോൾ അവിടെ വേറെ റോളായിരിക്കും. ഞാൻ കുറേ കാലത്തിന് ശേഷം നമ്മുടെ സ്കൂളിലെ ഒരു ഗ്യാതറിങ് ഉണ്ടായിരുന്നു, ഒരു +2 ഗ്യാതറിങ്, ഒരു 2 വർഷം മുന്നേ അങ്ങനെ നടന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ചർച്ച വരാം. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 7-8 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ ഒരു ഗ്യാതറിങ് നടത്തിയാലൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാനും മെയിനായിട്ട് അത് കോർഡിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അതിൽ 2-3 വോയിസുകൾ ചെയ്യാം. അപ്പോൾ എനിക്ക് മറന്നു വയ്ക്കണേ ഞാൻ +2 ഫ്രണ്ട്സുകൾ, ഞാൻ കുറേ കണക്ഷനൊക്കെ വിട്ടു. അപ്പോൾ എനിക്ക് മറന്നു വയ്ക്കണേ +2 ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ ആരാണെന്ന്, എങ്ങനെയാണെന്ന്. കാരണം ഞാൻ ഈ ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് കുറേ കണക്ഷനൊക്കെ പോയിട്ട് അങ്ങനത്തെ ഒരു മോഡിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇതിൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മളിങ്ങനെ ചർച്ച നടത്തുമ്പോൾ ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ 2-3 വോയിസുകൾ ഇട്ടപ്പം എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, നീ എന്താ വലിയ ഓവറൊക്കെ, നിൻ്റെ വലിയ സാഹിത്യ സമ്പുഷ്ടമായിട്ടുള്ള ഡയലോഗൊന്നും വേണ്ട, ഈ മറ്റേ പഴയ അതിനായാൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു, പടച്ചോനെ ഇത് ശരിയാണല്ലോ, ഞാനൊരു ഫ്ലോയിൽ ഞാൻ ഏത് ID കാർഡിലായിരുന്നു ആ ഗ്രൂപ്പിൽ കയറേണ്ടത് അതിലല്ല കയറിയത്. ഞാൻ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെ ഇവൻ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ അവയർനെസ് മൊത്തം അതിലാണ്. അപ്പോൾ വീട്ടിൽ നമ്മളൊരു ഗ്യാതറിങ് നടത്താൻ പോകുന്ന ഒരു ഹോട്ടൽ എന്നുള്ള രീതിയിൽ പോയപ്പോൾ ശരിയല്ല, ഇത് ഇവിടെ ഇല്ലല്ലോ, പറ്റുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇല്ലല്ലോ, ഞാൻ ഉടനെ മാറ്റി. കാരണം ഞാൻ മറന്നുപോയി ഞാൻ ഏത് ID കാർഡ് എടുക്കണമായിരുന്നു എന്നുള്ളത്. മിക്കവാറും ആളുകൾക്ക് പല ID കാർഡുകളുണ്ട്. അപ്പം ആ ID കാർഡ് അവരുടെ ഐഡൻറ്റിറ്റി. ഇപ്പോൾ ചില സമയത്ത് ചില ID കാർഡുകൾ അവർ മറന്നു വെക്കും. അപ്പോൾ നമ്മൾ പറയും ഒരു മാറിയെന്ന്. കാരണം ഒരിക്കൽ വേറെ റോളുകളുണ്ട്. ചിലപ്പോൾ അവർ അതിൻ്റെ ബുദ്ധിമുട്ടിലായിരിക്കും. സദാസമയം ഫാമിലിയുടെ ID കാർഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സുകളുടെ ഇടയിൽ വന്നാൽ ഫ്രണ്ട്സുകളായിട്ട് ജെല്ലാവാൻ പറ്റില്ല. ഫ്രണ്ട്സ് എക്സ്പെക്ട് ചെയ്യണ ഈ ID കാർഡിലുള്ള ആളല്ല, പക്ഷെ അവർ വീട്ടിൽ ID കാർഡായിട്ട് വന്നത്. കാരണം എന്താ, അതിൽ കുറച്ചുകൂടി പണി കൂടുതലായതുകൊണ്ട് നമ്മൾ അറിയാം അവൻ മാറി അല്ലെങ്കിൽ അവൾ മാറി, അവൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അവൾ ഭയങ്കര ജാടയയക്കണ്. പക്ഷെ പല റീസൺസ് ആയിരിക്കാം എന്നുള്ളതാണ്. ഇതുപോലെ പല ID കാർഡുകളിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ഐഡൻറ്റിറ്റി എന്താ? ദ ഡിവൈൻ ഐഡൻറ്റിറ്റി. ആർ യു എ ക്രിയേഷൻ എന്നൊരു ചോദ്യമുണ്ട്. ആർ യു എ ക്രിയേഷൻ, നിങ്ങളൊരു സൃഷ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം എന്താ? നമ്മളൊരു സൃഷ്ടിയാണ്. ആര് സൃഷ്ടിച്ചു? നമ്മുടെ ക്രിയേറ്റർ ആരാ എന്ന് ചോദിക്കുമ്പം ബയോളജിക്കലി പാരൻസ് ഉണ്ട്
അല്ലേ? ബയോളജിക്കലി നോക്കിയാൽ നമുക്ക് നമ്മുടെ രക്ഷിതാക്കളുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, രക്ഷിതാക്കൾ മാത്രമല്ല, കുറച്ചുകൂടി യൂണിവേഴ്സൽ ബയോളജി എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ, എൻ്റെ രക്ഷിതാക്കൾ മാത്രമല്ല, ഈ പ്രകൃതിയിലെ പലതും ഉണ്ട്. എൻ്റെ രക്ഷിതാക്കൾ കഴിച്ച ഭക്ഷണം, എൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കഴിച്ച ഭക്ഷണം, അതിൻ്റെ എനർജി ഒക്കെ ഇല്ലേ നമ്മളിൽ. അപ്പോൾ ഈ പ്രകൃതിയിലുള്ള പലതും നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ ബയോളജി എടുത്ത് നോക്കിയാൽ നമ്മൾ ക്രിയേഷൻ എന്താ ചോദിച്ചാൽ, നമ്മളെന്ന് ക്രിയേഷൻ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ പല അംശങ്ങളും അതിലുണ്ട്. അത് നമ്മൾ സൃഷ്ടിച്ചതാണ്. അപ്പോൾ എൻ്റെ ഉപ്പയും ഉമ്മയും മാത്രമാണോ, നമ്മുടെ പാരൻസ് മാത്രമാണോ നമ്മൾ സൃഷ്ടിച്ചത്? അല്ല, ഈ പ്രകൃതിയും കൂടി ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതിൽ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ഹയസ്റ്റ് അവെയർനെസ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളൊരു ക്രിയേഷനാണ്. ആരാ ക്രിയേറ്റ് എന്ന് വെച്ചാൽ എല്ലാവരും പറയും ദർ ഇസ് എ ഡിവൈൻ, ദ ഓൾമൈറ്റി. അതാ നമ്മുടെ ക്രിയേറ്റർ എന്ന് പറയുമ്പം ഈ അവെയർനെസ്സിലേക്ക്, നമ്മുടെ സോഴ്സ് അവെയർനെസ്സിലേക്ക് ചേർത്ത് നിർത്തുന്ന സമയത്ത് ക്രിയേറ്ററുടെ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഹു ആർ യു? നിങ്ങൾ ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ കുറച്ച് ചലഞ്ചസ് നേരിട്ടുകൊണ്ടിരിക്കണം നിങ്ങൾ എന്ന് പറയുമ്പോൾ ഹു ആർ യു? ഓൾമൈറ്റീസ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഹു ആർ യു? നമ്മുടെ മൈൻഡിൽ 2 ഐഡൻറ്റിറ്റി വരുന്നുണ്ടോ നോക്കാം. ഇതിലേത് ഐഡൻറ്റിറ്റിക്ക് പവർ കൂടുതൽ കിട്ടണമെന്ന് നോക്കാം. ചില ആളുകൾക്ക് ക്രിയേറ്റേഴ്സ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ, ഒരു തേങ്ങയും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ, ഒരു ഫീലിംഗും കിട്ടുന്നില്ലെങ്കിൽ, ഒരു ഹയസ്റ്റ് അവെയർനെസ്സോ കംഫർട്ടോ സ്ട്രെങ്തോ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ, ഓരോട് പോയിട്ട് പഠിച്ചോ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വേദം ചൊല്ലിയിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം ദേ ആർ നോട്ട് ഏബിൾ ടു ആക്സസ് ദാറ്റ് കണക്ടിവിറ്റി. ആ കണക്ടിവിറ്റി ആക്സസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം ആ ആക്സസ് കാർഡിൻ്റെ ചാർജ് തീർന്നിരിക്കുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യണം? റീചാർജ് ചെയ്യണം. അത് റീചാർജ് ചെയ്യുമ്പോൾ മാത്രമേ ആ അവെയർനെസ്സും ആ എനർജിയും കിട്ടുള്ളൂ. എന്നാൽ അതേ സമയത്ത് അത് കണക്ട് ചെയ്യുമ്പം ആ റീചാർജിൽ, ആ എനർജിയിൽ കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ആൾക്കാർക്കോ, അവർ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴേക്ക്, എന്തെങ്കിലും ഒരു ചലഞ്ച് വരുമ്പോഴേക്ക് ആദ്യം അവരെ ആക്സസ് കാർഡ് മാറ്റും. ദാറ്റ് മീൻസ് കോമൺ ഐഡൻറ്റിറ്റി നിന്ന് വേഗം ഹയർ ഐഡൻറ്റിറ്റിയിലേക്ക് അവർ ചൂസ് ചെയ്യും. ദാറ്റ് മീൻസ് ഹ്യൂമൻസിൻ്റെ ഏറ്റവും വലിയ കേപ്പബിലിറ്റിയാണ് നമുക്ക് പല ഐഡൻറ്റിറ്റികൾ ഈ ഭൂമിയിലുണ്ട് ജീവിക്കാൻ. അതിൽ ഏത് നിമിഷം വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റിയൊരു ഐഡൻറ്റിറ്റിയാണ് ദ ഡിവൈൻ ഐഡൻറ്റിറ്റി. സോ കമ്മിങ് ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ, നിങ്ങളൊരു സൃഷ്ടിയാണോ? ആണെങ്കിൽ നിങ്ങളുടെ സൃഷ്ടാവ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആരായിട്ടാണ് നിങ്ങളുടെ സൃഷ്ടാവിനെ ഫീൽ ചെയ്യേണ്ടത്? അപ്പം ഞാൻ സൃഷ്ടിയും എനിക്കൊരു സൃഷ്ടാവും ഉണ്ടെങ്കിൽ, എന്നെ സൃഷ്ടിച്ചവൻ തന്നെ, എന്നെ ഡിസൈൻ ചെയ്ത ഡിസൈനർ തന്നെ എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നിരിക്കുന്നു. സൃഷ്ടിക്കുക മാത്രമല്ല, ഞാൻ പരിപാലിക്കുക കൂടി ചെയ്യും. പരിപാലിക്കുക കൂടി ചെയ്യും. പക്ഷേ ദ ക്വസ്റ്റ്യൻ ഈസ്, നമ്മളൊരു കമ്പനിയിൽ നിന്ന് ഒരു കാറ് വാങ്ങിച്ചു, അവർ കാറ് തരം മാത്രമല്ല ചെയ്യണത്, ആ കാറിൻ്റെ മെയിൻ്റനൻസും ഒക്കെ അവർ ചെയ്യും, സർവീസൊക്കെ അവർ ചെയ്യും. നമ്മളെ ചോയ്സാണ് ടൈം ആകുമ്പോൾ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകണോ വേണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് സർവീസ് വേറെ എവിടുന്നും ചെയ്യാം, ചിലപ്പോൾ ലോ കോസ്റ്റിൽ എവിടുന്നും ചെയ്യാം, എന്തും നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ബട്ട് ഇറ്റ്സ് അവർ ചോയ്സ്, പരിപാലനം വേണ്ടേ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഈ വാഹനം ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റക്കാകുമ്പം, ലോക്കാകുമ്പം, പിന്നെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് വരുമ്പം, എൻജിൻ എന്തോ കംപ്ലൈൻറ്റ് വരുമ്പോൾ മാത്രം ഇനിയിപ്പോൾ ഷോറൂമിൽ തന്നെ ഒന്ന് പോയേക്കാം എന്ന് പറയുമ്പോൾ, ഇത് കംപ്ലൈൻ്റ് ആക്കിയിട്ട് ലാസ്റ്റ് പോയിട്ട് പരിപാലിക്കാമെന്ന് ഓഫർ എന്ന ആളോട് അറിയാം, പഠിച്ചോനെ ഈ തന്ന രോഗം ഈ എന്നെ മാറ്റണം, മേലാല വർത്താനം പറയരുത്, ഞാൻ ഓടിച്ച് കൊളാക്കിയിട്ട് ഈ തരണതല്ലേ രോഗം, ഈ എന്നെ മാറ്റി തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം, പഠിച്ചവൻ രോഗം തരുന്നവനെ, രോഗം മാത്രം ഇങ്ങനെ ഇട്ടരാൻ വേണ്ടി ഇരിക്കുന്നവനല്ല തമ്പുരാൻ. രോഗം ഉണ്ടാകാൻ കൂടിയുള്ള അവസ്ഥയിലാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഉണ്ടാവണോ വേണ്ടെന്ന് ആരും കൂടി തീരുമാനിക്കണം. ഒരു കാറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാനാണ് ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത്, ഞാൻ തന്നെ നിങ്ങളെ ആക്സിഡൻറ്റ് രക്ഷിക്കുന്നു പഠിച്ചോ പറഞ്ഞ പോലെ. ആക്സിഡൻറ്റ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് കാറും റോഡും ഉണ്ടെങ്കിൽ ആക്സിഡൻറ്റ് സ്വാഭാവികമായിട്ട്, അതിനകത്ത് ആക്സിഡൻറ്റ് പഠിച്ചോൻ ഉണ്ടാക്കിയെന്നാണോ? എന്നാൽ അതിൻ്റെ കൂടി റെസ്പോൺസിബിലിറ്റി ആര് ഏറ്റെടുക്കുക? റോഡും കാറൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം ഞാനല്ലേ വെച്ചത്. അപ്പോൾ അവിടെ വാഹനം ഓടിക്കുമ്പോൾ എന്ത് വരാണ്, ആക്സിഡൻറ്റ് വരണമെങ്കിൽ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരല്ലേ, അതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി കൂടി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ കാരുണ്യം. ആ കാരുണ്യത്തെ കാണാണ്ട് നമ്മൾ നേരെ പോയിട്ട് ഈയായിട്ട് തന്നെ ഈയായിട്ട് കൊളാക്കിയൊക്കെ, അതുവരെ ഡയറ്റ് ശ്രദ്ധിച്ചില്ല, ഉറക്കം ശ്രദ്ധിച്ചില്ല, വേണ്ടാത്തത് ആലോചിക്കരുത് പറഞ്ഞിട്ട് വേണ്ടാത്തൊക്കെ ആലോചിച്ച് കൂട്ടി, ഒരാളോട് പക വെക്കരുത്, വിദ്വേഷം വെക്കരുത്, ദേഷ്യം വെക്കരുത്, അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെ വലിയ ആൾ തന്നെ, എല്ലാ പകയും വിദ്വേഷം ഞാൻ ഒരു പൊടിക്ക് വിട്ടുകൊടുക്കില്ല എന്നിട്ട് ഒക്കെ സപ്രസ് ചെയ്ത് അലമ്പാക്കിയിട്ട് ഉറപ്പായിട്ടും മാരക രോഗങ്ങൾ വരും, സപ്രസ്ഡ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ. ഇതൊക്കെ ആയിട്ട് പറയാണ് എന്തോ പരീക്ഷണമായിരിക്കും നന്നാവാനുള്ള. അപ്പോൾ എന്താണെന്ന് ആലോചിച്ച്, അപ്പം നമ്മൾക്ക് ആക്ച്വലി പഠിച്ചവൻ നമുക്ക്, നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവ് നമുക്ക് പരിപാലകനായിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും ആര് മാത്രമായിട്ട് കണ്ടിട്ടുള്ളത്? വെറും സൃഷ്ടാവ്. ദാറ്റ് മീൻസ് ഖാലിഖ് എന്ന് പറയും അല്ലേ, ഖാലിഖ്, സൃഷ്ടിച്ചവൻ. ഈ ഖാലിഖ് എന്ന് പറയുമ്പോൾ സൃഷ്ടി മാത്രം നടത്താം.
അതാണ് ആ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഖാലിക്ക് എന്നുള്ളതിനെ വേറെ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകണോ വേണ്ട നമ്മളെ ചോയ്സാണ്. അപ്പോൾ ഈ ഒരു ഡയമെൻഷനിൽ നിൽക്കുന്ന സമയത്ത് ചില രക്ഷിതാക്കളുണ്ട്, ചില മക്കൾ പറയും എന്ത് എന്നെ പ്രസവിച്ചാൽ മൂപ്പരങ്ങ് പോയി, പിന്നെ എൻ്റെ ഒരു കാര്യം നോക്കിയിട്ടില്ല, ഇനി എപ്പോഴാണ് വരാം, ഇനി ഇടയ്ക്കൊക്കെ കയറി ഇരുന്നിട്ട് ചോദിക്കുക എക്സാം എന്തായി, മാർക്ക് അവിടെ കുറഞ്ഞ അടി വരും. അപ്പോൾ വിധി നടപ്പിലാക്കുന്ന, വിധിക്കുന്നവൻ, ജഡ്ജ് ചെയ്യുന്ന ആളും സൃഷ്ടിക്കുന്ന ആളും ഇത് രണ്ടുമായിട്ട് മാത്രം ഒരു രക്ഷിതാവിനെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ രക്ഷിതാക്കന്മാരുടെ നമുക്ക് വെറുപ്പായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഒന്നിനും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ചില ആൾക്കാർ ഡിവിനിറ്റിയെ എക്സ്പീരിയൻസ് ചെയ്യുന്നവരുണ്ട്, എക്സ്പ്ലോർ ചെയ്യുന്നവരുണ്ട്. ഫോർ ദം ഇനി അഥവാ ഒരു പഠിച്ചവൻ ഉണ്ടെങ്കിൽ, ഒരു ഓൾമൈറ്റി ഉണ്ടെങ്കിൽ, ഫോർ ദം എന്താ, എന്തിനാണ് ഈ ദുരിത ജീവിതത്തിലേക്ക് ഉണ്ടാക്കി വിട്ടിരിക്കുന്നത്? ഇനി എന്താ, ഇനി പോണോടത്ത് നോക്കാം, മരിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോണോടത്ത് നോക്കാം. അപ്പോൾ രണ്ട് പോയിന്റുകളോ, ഒന്ന് സൃഷ്ടി ഖാലിഖ്, മറ്റൊന്ന് ഹാക്കിം, വിധി നടപ്പിലാക്കുക. ഈ രണ്ടിൻ്റെ ഇടയിൽ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞവർക്ക് ഭൂമിയിൽ സ്വർഗം ആസ്വദിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ നർച്ചറർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ട്. ആ സ്റ്റേഷൻ ഓഫ് ഡിവിനിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു സംശയമില്ല, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. വൈ? ബിക്കോസ് ആലോചിച്ച് നോക്കിയേ, നമ്മൾക്ക് പൊതുവെ ഏതൊക്കെ കണക്കുകൾ എടുത്തിട്ട് റിസർച്ചുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വിജയത്തിലേക്കും അതുപോലെ തന്നെ ട്രാൻസ്മിഷനിലേക്കൊക്കെ എത്തിയിട്ടുള്ള, ലോകത്തിലെത്തിയ ആൾക്കാർ നമ്മൾ എടുത്ത് നോക്കിയാൽ അതിൽ 80% മുകളിൽ ആൾക്കാർ അംബാനിൻ്റെ മക്കളെ പോലെ ജനിച്ചവരല്ല. നമ്മൾ ഇന്ന് കാണുന്ന വിജയിച്ച മെജോറിറ്റി ആൾക്കാർ നമ്മൾ നോക്കിയാലും അവർക്കൊക്കെ തന്നെ അതിലേക്ക് ഒരു സാഹചര്യം ഇല്ലാണ്ട് ജനിച്ച് വീണവരാ. ആ ഒരു സാഹചര്യം ഇല്ലാണ്ട് ജനിച്ച് വീണ അവർക്ക് ഇത്രയും വലിയ ഉന്നതിയിലേക്കൊക്കെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നുമില്ലാണ്ട് ജനിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. കാരണം നിങ്ങൾ എങ്ങനെ ജനിച്ചാലും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നർച്ചർ ചെയ്യാനും ഗ്രോ ചെയ്യാനുള്ള ഒരു സിസ്റ്റത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ എനിവൺ ക്യാൻ ഗ്രോ, എനിവൺ ക്യാൻ ഇവോൾവ്. പക്ഷെ ആ സാധ്യത യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, ആ സാധ്യതയെ യൂട്ടിലൈസ് ചെയ്യാനും ആ സാധ്യതയെ അന്വേഷിക്കാനുള്ള ഒരു സയൻറ്റിസ്റ്റിനെ പോലെയുള്ള, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലെയുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് വേണം. കുറേ ആൾക്കാർക്ക് അങ്ങോട്ട് നോക്കും ഓർക്ക് കാറ്, ഇങ്ങോട്ട് നോക്കും ഓർക്ക് വീട്, അങ്ങോട്ട് നോക്കും ഓള് പഠിപ്പിച്ചിട്ട് എനിക്കൊന്നുമില്ല, നമുക്കിതൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഒരു സാധനം കൂടി ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു, നമ്മൾ അംബാനിൻ്റെ മക്കളൊന്നല്ലല്ലോ, ചെമ്മീൻ ചാടിയ ഡാഷ്, പിന്നെയും ചാടിയ ഡാഷ്. ഇനി അതിൻ്റെ ഇടയിൽ കൂടി ഒന്നുകൂടി ഉറപ്പിക്കുകയാണെന്ത്, മോനെ നിനക്കൊരു തേങ്ങയില്ല എന്ന് ഉറപ്പിക്കാൻ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. പിന്നെ വേറെ ഒന്നുണ്ട്, അത് തുള്ളനെ കണ്ടിട്ട് നീ തുള്ളാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ്. ഇതൊക്കെ എന്തിനാ? നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഏതവസ്ഥയിൽ സൃഷ്ടിച്ചോ ആ അവസ്ഥയിലും നർച്ചറൻസ് തന്ന് ഗ്രേറ്റ്നെസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഹരത്തിനുള്ള സർപ്രൈസിന് വേണ്ടിയിട്ട് പഠിച്ചോൻ അങ്ങനെ ആക്കി. എന്നാൽ നമ്മളെന്താ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ബിരിയാണി ആക്കിയിട്ട് ഈ കുട്ടീൻ്റെ വായിൽ ഇട്ട് കൊടുക്കാൻ ഈ കുട്ടി ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, ഒരു നിലക്ക് വരുന്നില്ലല്ലോ. കാരണം അത് കുട്ടികളുടെ സ്വഭാവമാണ്. ഈ കുട്ടികളുടെ സ്വഭാവത്തിലാണ് 30, 35, 40, 50, 60 മൂത്ത നെല്ലിക്കമാരെ പോലെ അവസ്ഥ. എന്താ ഈ കുട്ടികളുടെ സ്വഭാവത്തിൽ എന്ത് ചെയ്യാൻ? ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ മക്കളെ നല്ലോണ്ട് പറയാം, നമ്മൾ എത്ര ജീവിതം കണ്ടറിയാം, അതിലൊന്നൊന്നുമില്ല, പഠിച്ചവന് വേറെ എന്തോ ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രതീക്ഷ ഇല്ലാത്ത തമ്പുരാനാണ് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കണമെങ്കിൽ ഇവിടെ ജീവിക്കാൻ വല്ല ആവേശം ആർക്കെങ്കിലും ഉണ്ടാവും? കൊടുത്തോണ്ടിരിക്കണത് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഇത്രയൊക്കെ ഡ്രൈ ആയിട്ടുള്ള ലാൻഡിലേക്കാണ് നമ്മൾ വിട്ടത്. ഇവിടെ എന്തൊരു രസമാണെന്നറിയോ? എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഇല്യൂഷൻ ആയിട്ടുള്ള, ഹാലൂസിനേറ്റിംഗ് ആയിട്ടുള്ള കുറെ ആസ്വാദനങ്ങളിൽ പോയിട്ട് മറിഞ്ഞു വീഴാതെ, അതൊന്നും ഇല്ലാന്ന് തിരിച്ചറിയാതെ, ഒന്നുമില്ലാതിരിക്കുമ്പോൾ തന്നെ ഈ ഓരോ കാര്യത്തിലും നർച്ചർ എങ്ങനെയാണെന്നുള്ള അറിയാനുള്ള ക്യൂരിയോസിറ്റിയോട് കൂടി ഓരോ പ്രശ്നങ്ങളും എക്സ്പ്ലോർ ചെയ്യുമ്പം അതിൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്തുമ്പോൾ അതിലെന്താണ് ഡിവൈൻ ബ്രില്യൻസ്, എന്താണ് തമ്പുരാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഉദ്ദേശിച്ചതെന്ന് അറിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും ഡെയിലി ഓരോ സർപ്രൈസും ഓരോ ട്രഷർ ഹണ്ടും ആയിട്ടാണ് നമ്മൾക്ക് ഓരോ ദിവസം പുനർജന്മം പഠിച്ചുകൊണ്ട് തരുന്നത്. നേരെ തിരിച്ച് നമ്മൾ ചിന്തിക്കുക, ഒരാൾ ട്രഷർ ഹണ്ടിനോട് അത്ര എക്സൈറ്റഡ് ആയിട്ടിരിക്കാൻ രാവിലെ കണ്ണുറക്കുമ്പോൾ എന്താ ഇന്നത്തെ ടാസ്ക് വന്നോ എന്താ ചോദിക്കുക, മനസ്സിലായല്ലേ? അതായത് മാത്സിലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുട്ടി രാവിലെ തന്നെ കണ്ണുറന്ന് ആദ്യം തന്നെ എന്താ നോക്കുക, മിസ് ആ ക്വസ്റ്റ്യൻ ഇട്ടിക്കണോ ഇന്നത്തത്. എന്നാൽ നമ്മൾ നേരെ തിരിച്ചാ ഇന്ന് എന്താണാവോ ഇനി. രാവിലെ തന്നെ പ്രാർത്ഥന എന്താ, പഠിച്ചോനെ എന്നെ വല്ലാണ്ട് ഈ പരീക്ഷിക്കരുത്. അപ്പൊ വാട്ട് ആക്ച്വലി വി ആർ ഡൂയിങ്, എന്നെ ഈ സർപ്രൈസ് ഏൽപ്പിക്കണ്ട,
എനിക്കൊരു ട്രഷർ ഹണ്ടും വേണ്ട, പിന്നെ മോനിക്ക് എന്താ വേണ്ടി, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ, എന്നാൽ പിന്നെ സമാധാനമായിട്ട് അങ്ങനെ ഇരുന്നത്. ഇതിന് റെസ്റ്റ് ഇൻ പീസ് എന്നാ പറയുക അല്ലേ, അങ്ങനെ തന്നെ അല്ലേ? ഐ ജസ്റ്റ് വാണ്ട് ടു റെസ്റ്റ് ഇൻ പീസ്. എന്നാൽ എൻ്റെ കുട്ടി വേഗം മരിക്കണല്ലേ നല്ലേ. അപ്പോൾ വെറുതെ ഇരിക്കുന്നവർക്ക് അസുഖം കൂടോ അല്ലേ? വെറുതെ ഇരിക്കുന്നവർക്ക് അസുഖം കൂടും. കാരണം അവർ ഓരോ ദിവസം വെറുതെ ഇരുന്നിട്ട് ഒരു പണിയും ഇല്ലാണ്ട്, ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ്, ഒരു പ്രശ്നവും ഇല്ലാണ്ട്. എന്തെങ്കിലുമൊക്കെ നേരിടാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഊർജ്ജം മൊത്തം പുറത്തു വരാം അല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു കാര്യമില്ലാണ്ട് മീൻസ് പ്രത്യേകിച്ച് നേട്ടങ്ങളോ ഒന്നിൻ്റെയും കൂടി ഇന്നൊരു ക്രിക്കറ്റോ ഇന്നൊരു ഫുട്ബോളോ ഇന്ന് എന്തെങ്കിലും ഒരു ഗെയിംസ്, ഒരു സ്പോർട്സ്, നമ്മളൊരു ടൂർണമെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ വെറുതെ കളിക്കാൻ വേണ്ടി നമുക്കറിയാം അത് നമ്മളെ ഫ്രണ്ട്സുകളുടെ കൂടെ തന്നെ ടീമിട്ട് നമ്മൾ 2 ടീമായിട്ട് കളിക്കാം. പക്ഷെ ആ കളിക്കുന്ന സമയത്ത് വിജയിക്കണം എന്നുള്ള ആവശ്യത്തിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റിവാർഡ് കിട്ടാനില്ലെങ്കിൽ കൂടി നമ്മൾ ഭയങ്കര എനർജറ്റിക്കാണ്. അതിൽ നമ്മളങ്ങ് ആസ്വദിച്ച് തീർക്കാം. നമുക്കറിയാം ഇത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു കപ്പ് തന്നാലും ഒരു സർട്ടിഫിക്കറ്റ് തന്നാലും എന്ത് കിട്ടിയാലും അതിലൊക്കെ വെറുതെ ഒരു പേരിന് കൊടുക്കുന്ന സാധനങ്ങളുള്ളൂ. പക്ഷെ നമ്മൾ ആസ്വദിച്ചോ? അപ്പോൾ നമുക്കറിയാം അതിലൊന്നൊന്നുമില്ല. ബട്ട് സ്റ്റിൽ വി വെർ എൻജോയിങ് ദാറ്റ് മൊമെൻറ്റ്. ഇതുപോലെ നമ്മുടെ ലൈഫിലുള്ള പലവിധ ജാതി പ്രശ്നങ്ങളും നമുക്കറിയാം കുറേ കാലം കഴിഞ്ഞാൽ അതിനൊരു വാലിഡിറ്റിയും ഇല്ല, അതിനൊരു ഫീലിങ്ങും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. 3ാം ക്ലാസ്സിൽ ടീച്ചർ ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ ആ കാലഘട്ടത്തിൽ അതേ കൂട്ടത്തിൽ കയറുന്ന ഫ്രണ്ട്സുകളെ കാണുകയാണെങ്കിൽ നിങ്ങളത് ആലോചിച്ച് ഇങ്ങനെ വായിരിക്കുക, നമുക്ക് കരയാം, എന്നിട്ട് ദുഃഖാചരണം നടത്തോ? ആരെങ്കിലും നടത്തുന്നുണ്ട്? അന്നാണ് നമ്മളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്, നമുക്ക് ദുഃഖാചരണം നടക്കുക, അതിൻ്റെ 18ാം വാർഷിക വരുന്നത്. ആരെയും ചെയ്യാറുണ്ടോ? ഇല്ല. വി എൻജോയ് ദാറ്റ് അല്ലേ? നമ്മൾ ഇന്ന് ആലോചിക്കുന്ന സമയത്ത് അതൊക്കെ നമുക്ക് ഭയങ്കര ഫണ്ണായിട്ടുള്ള നമ്മുടെ പൊട്ടത്തരങ്ങൾ, നമ്മളതിനെ പെർസീവ് ചെയ്ത രീതികളിലാണ് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ 4-5 കൊല്ലം കഴിഞ്ഞ് നോക്കിയാൽ പൊട്ടത്തരായിരിക്കും. ഇപ്പം നമ്മൾ ടീമിൻ്റെ കൂടെ കാര്യം 4-5 വർഷക്കായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും സമയമായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ ഇപ്പൊക്കെ കാണുമ്പോൾ എടുക്ക് പറയും, ഗൈഡിനെ കണ്ട ആ സമയത്ത് ഞാൻ പറഞ്ഞ എൻ്റെ കുറേ പ്രശ്നമുണ്ട്, അത് ആലോചിക്കുമ്പോൾ അതിന് തൊലിയിരുന്നാണ്, എന്ത് ഇവരക്കേടല്ലേ ഞാൻ പറഞ്ഞത്. കാരണം ആ പ്രശ്നമേ ആയിരുന്നില്ല വിഷയം. ദേ ഫെൽറ്റ് ലൈക്ക് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ ഓരോ ദിവസം എണീക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇന്ന് എന്ത് ടാസ്ക്കാണ് അസൈൻ ചെയ്തിട്ടുണ്ടാവുക, അതിനപ്പുറത്തേക്ക് ഇന്ന് എന്താണാവോ പരീക്ഷണം, ഇന്ന് എന്താണാവോ പ്രശ്നം. അപ്പം നമ്മൾ എസ്കേപ്പിസത്തിലേക്കാണ് പോകുന്നത്, നമ്മൾ എക്സൈറ്റ്മെൻറ്റിലേക്കല്ല. റൈറ്റ്? നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാത്ത ഒരു കാര്യത്തിൽ നമ്മൾക്കൊന്നുകിൽ ആങ്സൈറ്റി വരും, അതുകൊണ്ട് നമ്മൾ എസ്കേപ്പ് ചെയ്യും. നിങ്ങൾ നേരിടുന്ന ഏതൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊന്ന് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അതിൽ എസ്കേപ്പിസമാണ് നമ്മളെ പോളിസിയെങ്കിൽ നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും എന്ന് അറിയാം, പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയായിരുന്നു, എക്സാം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു, ഈ പീരീഡ് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയായിരുന്നു, ഈ ക്ലാസ് ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ആരോ പറഞ്ഞ് പിടിച്ച് കൊണ്ടിട്ടതാ, പോയി നോക്ക് നല്ലതാന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയപ്പോഴാണ് അവൾക്ക് കിട്ടിയ പണി എനിക്ക് കൂടി കിട്ടട്ടെ എന്ന് കരുതി തള്ളിയിട്ട പോലെ ഇട്ട് ഞാനോ പെട്ടു, നീയും പോയി പെട് എന്ന രീതിയിൽ പെടുത്തിയത് പോലെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ബിക്കോസ് എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തടത്ത് മെല്ലെ എസ്കേപ്പ് ചെയ്യാൻ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മളെ ലൈഫിൽ ചില ഇടങ്ങളിൽ നമുക്ക് ആങ്സൈറ്റി തോന്നും, ഉത്കണ്ഠ ഉണ്ടായിരിക്കും. നമുക്ക് ആങ്സൈറ്റി എപ്പോഴാണ് വരുന്നത്? ആ പരീക്ഷണത്തിൽ നമ്മളുടെ എക്സൈറ്റ്മെൻറ്റ് പോയിന്റ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ആ വിഷയത്തിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഓപ്പൺ ടു ടേക്ക് ചാലഞ്ചസ്. അവർ ചാലഞ്ചസ് എടുക്കാൻ എന്താണ്, അവർ ഓപ്പൺ ആണ്. കാരണം എന്താണ്, അവരുടെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് എന്തുണ്ട് നോക്കുമ്പോൾ അല്ല ഇതേപോലത്തെ ഒരു പ്രശ്നം, ഇപ്പോൾ എൻ്റെ കുടുംബം എങ്ങനെയാണ്, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഫേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ അടുത്തുള്ള വിഭവങ്ങൾ, നമ്മൾ ID കാർഡ് ഏതാ ഉപയോഗിച്ചത്, ലോക്കൽ ID കാർഡാണ്, ഇത് വെച്ച് നോക്കുമ്പം ടു ഹൈ ആണ്. എന്നാൽ അതേ സമയത്തേക്ക് എൻ്റെ ഹയസ്റ്റ് ഐഡൻറ്റിറ്റി എന്താ, ഡിവിനിറ്റിയാണ്. ആ ID കാർഡ് വെച്ചിട്ടൊന്ന് ആക്സസ് ചെയ്ത് നോക്കുമ്പോൾ വാവ്, ഇതിലെന്തോ ഒരു സാധ്യത വരാണ്ടല്ലോ, ഒന്ന് നോക്കട്ടെ, ലെറ്റ്സ് സീ, ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടെ. കട്ടൊക്കെ ഉണ്ടാവണേ, അല്ലാണ്ട് ഒറ്റക്കാക്കി പോയി ഞാൻ പെടുങ്ങും, പെടുത്തരുത്, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് യു ആർ ഷോയിങ് അപ്പ് യുവർ റെഡിനെസ്. നിങ്ങൾ എങ്ങനെയെങ്കിലും പോകണമേ എന്ന് കരുതിയ പ്രശ്നങ്ങളില്ലേ, ആ പ്രശ്നം ഒരിക്കലും നിങ്ങൾ വിട്ടുപോകില്ല. കാരണം നിങ്ങൾ ആ പ്രശ്നത്തിൽ ആങ്സൈറ്റിയിലാണ്, ആ പ്രശ്നത്തിൽ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടല്ല നിൽക്കുന്നത്, ആ പ്രശ്നത്തിൽ നിങ്ങൾ എസ്കേപ്പിസം മോഡിലാണ്. ക്ലിയർ ആയോ? സോ ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ മീറ്റ് ചെയ്യണോ, മാജിക്സ് എക്സ്പീരിയൻസ് ചെയ്യണോ, സൂപ്പർബായിട്ടുള്ള ട്രാൻസിഷൻ നിങ്ങൾക്ക് കാണണമോ, ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ കാര്യം നമ്മളെപ്പോഴും പറയും ഇന്നമൽ ആമാലു പിന്നെയ്യ അല്ലെ, നല്ല നീയത്തിലായിരിക്കണം. പല ആൾക്കാരുടെ നീയത്ത് നല്ലതാണ്, ഇത് മാറണമെന്നുള്ള നീയത്താണ്. പക്ഷെ ആ നല്ല നീയത്തിൽ വെച്ച് അവർ പ്രാർത്ഥിക്കും, പ്രാർത്ഥന കേട്ടാൽ നമുക്ക് മനസ്സിലാക്കും നീയത്തിൻ്റെ പിറകിലെ നീയത്ത് പോയി കിടക്കുക. കാരണം പ്രാർത്ഥന മൊത്തം എസ്കേപ്പിസാണ്.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ അവയർനെസ്സിലേക്ക് നിങ്ങൾക്ക് എസ്കേപ്പിസം ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശൈലി പോലും മാറൂലേ? എക്സാമിന് തോക്കോ തമ്പുരാനെ എന്ന് ചിന്തിക്കുന്ന കുട്ടിയുടെ പ്രാർത്ഥനയും എക്സാം ഒന്നായാൽ മതിയായിരുന്നു. പക്ഷെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, അതേ സമയത്ത് ചലഞ്ചസ് ആവുന്നുള്ള ഇതുണ്ട്. പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. അതാണ് ഭയത്തിൻ്റെയും പ്രതീക്ഷൻ്റെയും ഇടയിലാണ് ഒരു വിശ്വാസിയുടെ തലം. ബൈനൽ ഖൗഫ് വർ റജാ എന്ന് കേട്ടില്ലേ? ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ് ആര്? വിശ്വാസിക്കല്ലേ പ്രാർത്ഥന? നിങ്ങൾ ഭയത്തിൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വാസിയായോ? ഭയത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ ആവുന്നില്ല. അപ്പം നമ്മൾ ചോദിക്കാൻ പാകപ്പെട്ട അവസ്ഥയിലായോ? അപ്പം നിങ്ങളുടെ ചോദ്യം കറക്റ്റ് ആകണമെങ്കിൽ ചോദിക്കുന്ന അവസ്ഥ കറക്റ്റായിരിക്കണം. ചോദിക്കുന്ന അവസ്ഥ കറക്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചോദിക്കാൻ പോകുന്നത് അതിനെ നിങ്ങൾ പെർസീവ് ചെയ്യുന്ന അവസ്ഥ കറക്റ്റ് ചെയ്യണം. നിങ്ങൾ എങ്ങനെ അതിനെ കാണുന്നത്? പ്രോബ്ലങ്ങളെ മെജോറിറ്റി ആൾക്കാർ എങ്ങനെയെങ്കിലും പ്രോബ്ലം എടുത്തോ കളയാനാണ് നോക്കുന്നത്. അപ്പോൾ അത് നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും, അത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ജലാലുദ്ദീൻ റൂമി പറഞ്ഞത്, എപ്പോഴാണോ നിങ്ങളെ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യണത് ആ സമയത്ത് ഇന്നേ വരെ തുറക്കാത്ത വാതിൽ നിങ്ങളെ മുന്നിൽ തുറക്കും. എന്തിനാണ് ചില വിഷയങ്ങൾ വീണ്ടും 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 നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്? ഇത് തീരണില്ല എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇത് എന്താണിത്? ഇത് തീരുന്നില്ലേ? ഇത് തീരുന്നില്ലേ? ഇത് തീരുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിൽ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കണേ, എനിക്കിതൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ വന്നതിന് അർത്ഥമില്ല. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ ഭൂമിയിൽ എന്താ ചൂസ് ചെയ്യണത്? എല്ലാവരും പറയും സമാധാനം, റൈറ്റ്? എന്താ ചൂസ് ചെയ്യേണ്ടത്? സമാധാനം. നോക്കിയാൽ സമാധാനം കിട്ടണമെങ്കിൽ സമാധാനം മാത്രം ചൂസ് ചെയ്തിരുന്ന സമാധാനം വരില്ല. സമാധാനം വരണമെങ്കിൽ നിങ്ങൾ സമാധാനത്തിനേക്കാൾ കുറച്ച് മീതിയായിരിക്കണം. ഇപ്പം ചില കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ പറയും പൈസ ഉണ്ടെങ്കിൽ കുറേ കാര്യം റെഡിയാവും. അപ്പോൾ നമ്മൾ നോക്കാം, നിങ്ങളുടെ കുറേ കാര്യങ്ങൾ റെഡിയായിട്ട് നിങ്ങൾ സമാധാനത്തിലാകാൻ നിങ്ങൾക്ക് എത്ര പൈസ വേണം? അപ്പോൾ കാൽക്കുലേറ്റ് നോക്കിയാൽ മാസത്തിൽ ഒരു 1,00,000 രൂപ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഇനി അത് വെച്ച് അല്ല കാര്യം എനിക്ക് 1,00,000 പോരാ, 1,00,000 എനിക്ക് 30 മതി ധാരാളമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് എൻ എക്സാമ്പിൾ. 1,00,000 രൂപ ആണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ സമാധാനത്തിലാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. 1,00,000ന് ഇങ്ങനെ മക്കളുടെ കാര്യം, വീടിൻ്റെ കാര്യം, മറ്റുള്ളത് ഒക്കെ കഴിക്കും, ബാക്കി സേവിങ്സ് ഇത്ര, ഇങ്ങനെ കൂളായിട്ടിരിക്കും. നൈസ്. നിങ്ങൾ 1,00,000 ഇക്കറ്റു സമാധാനം സെറ്റ് ചെയ്തു. അങ്ങനെ 1,00,000 വന്ന് വിചാരിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സമാധാനത്തിലായി പോകേണ്ടി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൂടി ആ 1,00,000 കൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ഉള്ളതിനേക്കാളും കൂടുതൽ സമാധാനം കിട്ടുമെങ്കിൽ കൂടി അറിയാണ്ട് ഒരു ആങ്സൈറ്റി കൂടി ഉണ്ടായിരിക്കും. ആ ആങ്സൈറ്റി എന്തായിരിക്കും? ഇതിനേക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന വല്ലതും വന്നാലോ, ഇതിപ്പോൾ അപ്പോൾ വല്ല അസുഖങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നാൽ ഇത് മതിയാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ മെൻറ്റിൽ വീണ്ടും ആ ലെയർ മാറും. അപ്പോൾ ആദ്യം ചിന്തിച്ചെന്താ, ഇപ്പോഴത്തെ ലെവലിൽ ഞാൻ നോക്കുമ്പോൾ സമാധാനം എന്ന് പറഞ്ഞാൽ ഇത്ര മതി. ചിലപ്പോൾ ആ ലെവലിൽ എത്തിയാൽ സമാധാനം അതിനേക്കാളും വേണ്ടി വരും. MA യൂസുഫ് അലിക്ക് ഇപ്പോൾ എത്ര കോടി ഉണ്ടായാലേ സമാധാനം ഉണ്ടാവാം? മനസ്സിലായില്ലെങ്കിൽ? അപ്പം ആ പോയിന്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതിൽ ആദ്യം വേണ്ട എന്താ അറിയോ? ഞാൻ പറയും സമാധാനം ചൂസ് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ എപ്പോഴും പറയും ഒരു സമാധാനം അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലിയർ? സമാധാനം ചൂസ് ചെയ്ത് സമാധാനം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടൂല. സമാധാനം ചൂസ് ചെയ്യുന്ന ആൾക്കാർ സമാധാനത്തിനേക്കാളും മുകളിൽ എന്തെങ്കിലും ഒരു സാധനം ചൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ സമാധാനം അവിടെ നിലനിൽക്കുള്ളൂ. ഞാൻ എൻ്റെ കോച്ചസിനെ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ കോച്ചാവാനാണ് വരുന്നത്. നിങ്ങൾക്ക് നല്ല കോച്ചാവണമെങ്കിൽ വെറും കോച്ചാവണതിനെ പറ്റി മാത്രം ചിന്തിക്കരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കോച്ചാക്കൂല, കോച്ചിൻ്റെ മുകളിൽ ഒരാളാക്കും. അതാക്കിയിട്ട് നിങ്ങൾ കോച്ചിങ് പോയ എന്തും ഓക്കെയാണ്. ഇതേപോലെ പീസും കാംനെസ്സാണ് നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ എനിക്ക് സമാധാനം വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അൾട്ടിമേറ്റ്ലി സമാധാനം എയിം ചെയ്തുകൊണ്ടിരിക്കണേ ഒരു പടി മുകളിലേക്ക് എയിം ചെയ്യുക. ഒരു പടി മുകളിൽ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ മുകളിൽ വരുന്ന സാധനമാണ് ആനന്ദം. കേട്ടില്ല? ആനന്ദം. സമാധാനവും സന്തോഷവും വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം ഒരു ഇതിൻ്റെ രണ്ട് സൈഡ് പോലെയാണ്. ഒരു കോയിൻ്റെ രണ്ട് സൈഡുള്ള സമാധാനം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും, സന്തോഷം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടായിരിക്കും. അതിൽ വലിയ കാര്യമൊന്നുമില്ല, അത് വേണ്ടതാണ്. പക്ഷെ എല്ലാവരും അതാണ് അൾട്ടിമേറ്റ് എയിമാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ നേരിടുന്ന ജീവിതാനുഭവങ്ങൾ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമാധാനം കിട്ടിയാൽ മതി. ദാറ്റ് മീൻസ് എൻ്റെ ഇപ്പോഴത്തെ ആധാർ കാർഡ്, എൻ്റെ ID കാർഡ് വെച്ചിട്ട്, ലോക്കൽ ID കാർഡ് വെച്ചിട്ട് എനിക്കിപ്പോൾ എന്ത് മതി?
സമാധാനം സന്തോഷം മാത്രം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പം അതിൽ ആനന്ദം കൂടി വേണമെന്ന് പറഞ്ഞാലോ അത് അഹങ്കാരമായിട്ടല്ല നമുക്ക് വന്ന ആനന്ദം. ഞാനൊന്നും പറയണില്ല, ട്രിപ്പൊന്നും പോയില്ലെങ്കിൽ വേണ്ട, എന്ത് യാത്ര ഒന്നും വേണ്ട, കുറച്ച് സമാധാനം കിട്ടിയാൽ നമുക്ക് വൈബാക്കണ്ട. ചിറാപ്പുഞ്ചി പാട്ടിട്ട് പോണ്ടമ്മാന്ന് വെച്ചാൽ ഈ മിണ്ടാണ്ട് വൈക്ക് പോയിക്കോന്ന് പറയും. ബിക്കോസ് അതൊന്നും ഇപ്പം പ്രോസസ്സ് ചെയ്യാനേ പറ്റില്ല. കാരണം നമുക്കിപ്പോൾ എന്താ അറ്റ്ലീസ്റ്റ് വേണ്ടത് സമാധാനം സന്തോഷമല്ലേ വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ ഐഡൻറ്റിറ്റിയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതാണ് ചൂസ് ചെയ്യണത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് സമാധാനം തരുന്നവൻ തമ്പുരാനാണോ? അവനോടാണോ സമാധാനം തരുമോയെന്ന് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമാധാനവും അവൻ തരുന്ന സമാധാനവും, ഞാൻ ഉദ്ദേശിക്കുന്ന സമാധാനത്തിന് എനിക്കൊരു ഡിഗ്രി ഉണ്ട്. എൻ്റെ ഡിഗ്രി എത്ര? ഞാൻ ഉദ്ദേശിക്കുന്ന സമാധാനം എനിക്ക് എൻ്റെ പറ്റിയ പ്രശ്നങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഡിഗ്രിയാണ്. എന്നാൽ നിങ്ങൾ ഒരു അടി വെക്കുമ്പോൾ അതിന് 10 അടി തിരിച്ചു വെക്കുന്നവനാകുന്നു ദൈവം. അപ്പം നിങ്ങൾ ഒരു സമാധാനം ചോദിക്കുമ്പം നിങ്ങൾ 1 ഡിഗ്രി സമാധാനം ചോദിച്ചാൽ അവൻ എത്ര തരാം? 10 ഡിഗ്രി. നമ്മൾ 1 ഡിഗ്രി സമാധാനം ചോദിക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ പ്രോസസ്സ് ചെയ്യുന്നത് എന്താ? 1 ഡിഗ്രിയിലുള്ള ഇതാണ് ഏറ്റവും വലിയ സമാധാനം, ഇത് ഫുള്ളാണ്. എന്നാൽ അവൻ തരാൻ ഉദ്ദേശിക്കുന്നതോ അതിനേക്കാളും വലുതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് നമ്മളെ അങ്കിൾസിനോട് ഇവരോടൊക്കെ പണ്ട് നമ്മളെ കാലത്തൊക്കെ ഇന്നെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമ്മളെ കാലത്തൊക്കെ 90s കിഡ്സ്, അപ്പോൾ നമ്മളെ കാലത്തൊക്കെ പോയിട്ട് അമ്മാവന്മാരോട് ആരെങ്കിലും ചോദിച്ചിട്ട് മുട്ടായങ്ങാൻ പൈസ തരോ എന്ന് ചോദിച്ചാൽ ഇവർ മാക്സിമം പോയി ഒരു 10 രൂപ എടുത്തരും. 10 കിട്ടിയാൽ ആഘോഷമാണ്. ചിലപ്പോൾ 5 രൂപ, 5 അല്ലേ? ഓക്കെ നൈസ്. കാരണം 5-ന് അന്ന് 5 കിട്ടും. അപ്പം ഒന്നെങ്കിൽ 5 രൂപ അല്ലെങ്കിൽ 10 രൂപ, ഇതാ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോവാം. അപ്പോൾ നമ്മുടെ മൈൻഡിൽ അത്രേ ഉള്ളൂ. എൻ്റെ അമ്മാവന്മാരും എൻ്റെ കുടുംബക്കാരും ഒക്കെ എനിക്ക് മാക്സിമം മിഠായി പൈസ എന്ന് വെച്ചാൽ കിട്ടുന്ന സാധനം എന്താണ്? 10 രൂപ. അതിൻ്റെ മുകളിൽ എനിക്ക് മാക്സിമം ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ട് പെട്ടെന്ന് ഏതോ വഴിക്ക് പോകുന്ന സമയത്ത് എൻ്റെ അമ്മാവനെ പോലെ കാണാൻ ചായയുടെ ഒരാൾ കണ്ടു. ഞാൻ പോയി ചോദിച്ചു, എനിക്കൊരു 10 രൂപ ചോദിച്ചു. ചോദിച്ചത് അംബാനിനോടാണ്. മൂപ്പരെ കയ്യിൽ 10 രൂപ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. മൂപ്പരെ കയ്യിൽ ഇപ്പോൾ 2000-ൻ്റെ നോട്ടായിരിക്കും ഫുൾ ഉണ്ടാവുക, അല്ലെങ്കിൽ 500-ൻ്റെ നോട്ടായിരിക്കും ഫുൾ ഉണ്ടാവുക. ഞാൻ ചോദിച്ചത് 10. എൻ്റെ ഉള്ളിലാണെങ്കിൽ 10 മാത്രം മതി എത്തുന്ന നിർബന്ധത്തിൽ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തരുമെന്ന് വയ്ക്കുകയാണെങ്കിൽ മൂപ്പർക്ക് 500 തരാം. 10 തന്നെ തരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറി മോനെ ചില്ലറല്ല കേട്ടോ. കാരണം നമുക്കൊന്ന് ഏതോ 5 പൈസക്ക് വകയില്ലാത്ത ആരൊന്നും ചില്ലറല്ല, പിന്നെ 10 രൂപ ചില്ലറില്ലാത്ത ആൾക്കാരല്ലേ എന്ന് നമ്മൾ പറയും. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ പോലും നമ്മൾ ചോദിക്കുമ്പം ഇത്ര മതിയെന്ന് ലിമിറ്റ് ചെയ്യാതെ അൺലിമിറ്റഡ് സോഴ്സിനോടെ ചോദിക്കണം. അപ്പോൾ എനിക്കിതാണ് ആവശ്യം, പക്ഷെ നീ തരുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ തരുന്നറിയാം, അതിനുകൂടി ഓക്കെ ആണോ എന്ന് ആലോചിച്ചിട്ട് വേണം ചോദിക്കാൻ. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് എൻ്റെ കുഞ്ഞു മുറിയിലേക്ക് 2 ഡോറുള്ള അൽമാറയാണ്, അതിൻ്റെ ഉള്ളോട്ട് കയറുള്ളൂ. പക്ഷേ 2 ഡോറുള്ള ചോദിച്ചാൽ 20 ഡോറുള്ളവൻ ഉള്ളത് തരുന്നതാണെങ്കിലോ സംഭവം നമ്മളെ ഗേറ്റിൻ്റെ മുന്നിൽ നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ സാധനം എത്തും, പക്ഷെ ഉള്ളോട്ട് കയറ്റാൻ പറ്റൂല, അവിടെ ബ്ലോക്ക് ആയിട്ടിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് പറയും? ചില പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടൂല, അപ്പോഴും ചെറുതാക്കി എന്താ മൂപ്പർക്ക് തരാൻ പറ്റാത്തവനാ, പാവാണ്, കഷ്ടപ്പാടില്ല. അങ്ങനെയാണോ? നമ്മൾ സാധനം വലുതാക്കിയിട്ടില്ല. ക്ലിയർ? നമ്മൾ റിസീവ് ചെയ്യാൻ വലുതാക്കിയിട്ടില്ല. നമ്മളെന്താ ചിന്തിക്കണത്? പൂവ് ചോദിച്ചാൽ പൂവ് എന്നെ തരുന്നോണ്ട് എൻ്റെ തമ്പുരാൻ, അല്ല അവനിക്ക് പൂന്തോട്ടം കൊടുത്താൽ ശീലം. മനസ്സിലായിട്ടില്ല? നിങ്ങൾക്കൊരു തെറ്റ് പറ്റി, നിങ്ങൾ ആ തെറ്റ് പറ്റി ക്ഷമ ചോദിക്കുമ്പോൾ ആ ക്ഷമ ചോദിച്ചതിന് വേറെ കൂലി. അത് പിന്നെ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അത്രയും കാലം കൂലി. ഒരു തെറ്റും ചെയ്യാത്തവന് ഒരു ക്ഷമയും ചോദിക്കില്ല, ഒന്നും ചോദിക്കില്ല, ഇവനേക്കാളും സാധനം ഇങ്ങനെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് ഒരു തെറ്റ് പറ്റിയതിൻ്റെ പേരിൽ. അങ്ങനെ എങ്ങനെയൊക്കെ വാരിക്കോരി കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ വാരിക്കോരി കൊടുക്കാൻ നിൽക്കുന്ന ഒരു അംബാനി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യം എങ്ങനെയായിരിക്കും? പക്ഷേ നമ്മൾ ആ ID കാർഡ്, ആ ഐഡൻറ്റിറ്റി, ആ റോള് മറന്നിട്ട് എൻ്റെ പ്രശ്നത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ തലയിൽ കയറും. സമാധാനം മാത്രം മതി ഗൈഡ്, എങ്ങനെയെങ്കിൽ അത് കിട്ടിയാൽ മതി എന്ന് പറയാം. സമാധാനമല്ല കുട്ടി, ആനന്ദമാണ് വേണ്ടി. തേങ്ങ ഉണ്ടാണ്ട് പോയിക്കൊണ്ട് നിങ്ങളൊരു സാധനം എന്ന് പറയുമ്പോൾ ആക്ച്വലി വാട്ട്സ് ഇറ്റ്? നിങ്ങൾ ദൈവത്തിനോട് ചോദിച്ച് പഠിച്ചവനോട് ചോദിച്ചിട്ട് പഠിച്ചവൻ നിങ്ങൾക്കൊരു സാധനം തരണമെങ്കിൽ, ഒരു കാര്യം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ തരുന്നതാണെങ്കിൽ, അവൻ്റെ ടച്ച് ഉള്ളതാണെങ്കിൽ വെറും സമാധാനത്തിൻ്റെ സ്മെല്ല് മാത്രമേ അതിനുണ്ടാവുള്ളൂ. അല്ല ദുബായിൽ നിന്നോ സൗദിയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓരോ നമുക്ക് തരുമ്പോൾ അതിന് വേറൊരു സ്മെല്ല് കൂടി ഉണ്ടാവും അല്ലേ? പിന്നെ അതിലുണ്ടാവും ഇത് ഇന്ന സ്ഥലത്ത് ഒരു ഗൾഫിൻ്റെ സ്മെല്ല് എന്നൊക്കെ. സംഭവം വരുമ്പോൾ ഫുള്ള് സ്പ്രേ അടിച്ച് കൊണ്ടുവരാനാണ്, എങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്, ഇനി അത് കളയണ്ട. അപ്പോൾ ഇങ്ങനെ തരുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് അതിലുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ടച്ച് അതിലുണ്ടെങ്കിൽ, നിങ്ങൾ സമാധാനം ചോദിച്ചെങ്കിൽ അത് തമ്പുരാൻ തന്ന സമാധാനം, ഒരു സൃഷ്ടിയുമല്ല, ഒരു മനുഷ്യനുമല്ല, അവൻ തരുന്നതിനൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ.
പക്ഷെ നമ്മൾ മനുഷ്യരിലൂടെ കിട്ടിയത് മാത്രം കണ്ടിട്ട് അവൻ തരുന്നതാണ് അത് ആക്ച്വലി എങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ്റെ ഒരു സിഗ്നേച്ചർ അതിലുണ്ടാവും. അത് എന്നൊന്ന് ഓർത്തിരിക്കാനുള്ളതായിരിക്കും. അപ്പോൾ ആ പാകത്തിന് സ്വീകരിക്കാൻ തയ്യാറായിട്ടാണോ നമ്മൾ ചോദിക്കണതെന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചോദ്യം ശരിയല്ല സാർ. നമുക്ക് ചോദിക്കാനേ അറിയുള്ളൂ. ചോദിച്ച് പോകാന്ന് പറഞ്ഞാൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചോദ്യം ശരിയാക്കി ചോദിക്കുകയാണെങ്കിൽ കുറേ ചോദ്യങ്ങളുടെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചുരുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ എന്നോട് ചോദിക്കുവിൻ ഞാൻ ഉത്തരം തരും എന്ന് പറഞ്ഞ സമയത്ത് ചോദിക്കന്നെ ഉത്തരം തരുന്നല്ലേ പറഞ്ഞത്, പക്ഷെ ചോദിക്കേണ്ട പോലെ ചോദിക്കണം. അതിനെ ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങളുടെ ഐഡൻറ്റിറ്റി കറക്റ്റ് ചെയ്യണം. അപ്പോൾ കോൾ ചെയ്യാൻ പോണ മുന്നേ, നമ്പർ നോട്ട് ചെയ്യാൻ പോണ മുന്നേ നിങ്ങൾ എന്താക്കണം, നിങ്ങളുടെ ഇൻ്റർനാഷണൽ കോളാ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ റോമിങ് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ലോക്കൽ സിം ഇട്ടിട്ട് നിങ്ങൾ മറ്റേ അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലേക്കോ വിളിക്കാൻ പോയി കഴിഞ്ഞാൽ കണക്റ്റഡ് ആവില്ല. ഞാൻ എൻ്റെ കൂടെ കുറിട്ട് ചോദ്യം ചോദിക്കേണ്ട, അല്ല നെറ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പ് കോൾ ബോട്ടിം ചെയ്താൽ കിട്ടൂല, അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. ഐ മീൻ യു ഗോട്ട് ദ മീൻ റൈറ്റ്. യാ, അതായിരിക്കണം നമ്മുടെ അവെയർനെസ്. അപ്പോൾ ആദ്യം കണക്ട് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റ് യുവർ സ്റ്റേറ്റ്. ക്ലിയർ? നമ്മുടെ സ്റ്റേറ്റ് കറക്റ്റ് ചെയ്തിരിക്കണം. ആ കറക്റ്റ് സ്റ്റേറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ദാറ്റ്സ് റിയലി അമേസിങ്. നമ്മൾ പറയാം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രയറാണ് പോലും ഈ ഖുർആൻ്റെ ഒക്കെ ആദ്യത്തെ അല്ലേ ഇതായിട്ട് ചാപ്റ്ററായിട്ട് പറയുന്ന ഫാത്തിഹ. അപ്പോൾ നമ്മൾ ആ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് കിടക്കുന്നത് ഫസ്റ്റ് പ്രയറായിട്ട് കിടക്കുന്നത് പ്രയർ എന്നാണ് പറയുന്നത്. ആ പ്രയറും നിങ്ങൾ എടുത്തു നോക്കിയാൽ, ആ പ്രയർ എടുത്തു നോക്കിയാൽ അതിൽ എവിടെയൊക്കെ പ്രയർ ഉള്ളത്? പ്രാർത്ഥന എന്നാണ് പറയുന്നത് അല്ലേ? അതുകൊണ്ടല്ലേ പ്രാർത്ഥനയിൽ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ വേഴ്സ് സകല അല്ലേ എന്താണ്, പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ള തമ്പുരാൻ്റെ നാമത്തിൽ ആ ക്വാളിറ്റിയാണ് പറഞ്ഞത്. 3 ക്വാളിറ്റി പറഞ്ഞു, ദൈവത്തിൻ്റെ 3 ക്വാളിറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാകുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാകുന്നു, സർവ്വസ്തുതിയും അവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവൻ പരമകാരുണികനും കരുണാവാരിധിയുമാകുന്നു, റഹ്മാനും റഹീമുമാകുന്നു, പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമയാകുന്നു, നിന്നോട് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. ഇത്രയും പറഞ്ഞിട്ട് പിന്നാണ് മെയിൻ പ്രാർത്ഥന, നേരായ വഴിയിലാക്കണേ. മനസ്സിലായോ? അപ്പോൾ ഇത്രയും സമയം എന്താണ്, ഇത്രയും സമയം നമ്മുടെ സ്റ്റേറ്റ് കറക്റ്റ് ചെയ്യുക. ഈ സ്റ്റേറ്റ് കറക്ഷൻ നടക്കാണ്ട് നേരെ അങ്ങോട്ട് പോയിട്ട് കാര്യം പറഞ്ഞിട്ട് പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ഞാൻ കാര്യം പറഞ്ഞിരിക്കുന്നത്, പക്ഷെ കണക്റ്റ് ആയിട്ടില്ല. ആദ്യം ആര് പ്രാർത്ഥിക്കുന്നു, ആരോട് പ്രാർത്ഥിക്കുന്നു, ഈ 2 സ്റ്റേറ്റും കറക്റ്റാണ്. ആരെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആരായിട്ട് പ്രാർത്ഥിക്കുന്നു, മനസ്സിലായോ? ഞാൻ ആരായിട്ട് പ്രവർത്തിക്കുന്നു, ഞാൻ ആരായിട്ട് ചോദിക്കുന്നു, ഞാൻ പ്രതിനിധിയായിട്ട്. ആരുടെ പ്രതിനിധി? എൻ്റെ കുടുംബക്കാരുടെ പ്രതിനിധി. ആ ID കാർഡൊക്കെ മാറ്റാം. ആരുടെ? നിൻ്റെ പ്രതിനിധിയായിട്ട്. അപ്പോഴാണ് നമ്മുടെ അവെയർനെസ് ഷിഫ്റ്റ് തന്നെ. ഈ ഇൻറ്റേർണൽ ഷിഫ്റ്റ് കറക്റ്റ് നടക്കാത്തടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയൊക്കെ ഭൂമിൻ്റെ പുറത്തേക്ക് പോകില്ല. എപ്പോഴും അതിന് എക്സാമ്പിൾ പറയാറുണ്ട്, ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും ഇടയിൽ കെട്ടിക്കിടക്കുന്ന കുറച്ച് പ്രാർത്ഥന ഉണ്ട്. ബോർഡറിൽ ഇങ്ങനെ കിടക്കുക, അപ്പോഴും ഗ്രീൻ പാസ് കിട്ടിയില്ല, മുകളിലോട്ട് പോകാൻ കെട്ടിക്കിടക്കുക. അങ്ങനെ കെട്ടിക്കിടക്കാനുള്ള കാരണം എന്താണ്? കണ്ടീഷൻസ് കറക്റ്റ് അല്ല. നമ്മൾ ചില അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇത് എന്താവാത്ത എന്നിട്ട് നമ്മളൊരു ഫുൾ അഴിമതിയാണ്. ഇന്നത്തെ കാലത്ത് വെറുതെ ആൾക്കാരെ പറ്റിക്കില്ല, വെറുതെ വോട്ട് ചെയ്ത് കയറ്റിയത്, അത് മാത്രം പറയരുത്. നിങ്ങൾ കൊടുത്ത അപ്ലിക്കേഷനിൽ ചില എറേഴ്സ് ഉണ്ട്, അതുകൂടി കാണണം. നമ്മൾ അത് നോക്കാണ്ട് വേഗം പോയിട്ട് അത് അങ്ങനെ തന്നെയാണ്, അത് ഇതിലുള്ളവർക്ക് നടക്കുകയുള്ളൂ, കൈക്കൂലി കൊടുത്താലേ കയറുള്ളൂ, അങ്ങനെ കയറുള്ളൂ, ഇങ്ങനെ കയറുള്ളൂ, അതൊക്കെ ഓക്കെ ആയിക്കോട്ടെ. അങ്ങനത്തെ കറക്റ്റഡ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അതുകൊണ്ട് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് എല്ലാവരും. സ്റ്റിൽ ദർ ഇസ് എ സ്ട്രോങ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ എസ്. ഇതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്, ഇത് സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിന് ഏത് കോലത്തിൽ ഏത് അവസ്ഥയിലേക്ക് നീതി കിട്ടാൻ പാകത്തിന് ചില സ്പെസിഫിക് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ കറപ്ഷൻ നടത്തിയാലും ആ കറപ്ഷൻ്റെ ഒക്കെ മീതെ പ്രവർത്തിക്കുന്ന നീതിമാൻ്റെ നീതി ലഭ്യമാകുന്ന ഒരു അവെയർനെസ് ഉണ്ട്. ആ കറക്റ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തത് നോക്കണം. അപ്പോൾ നമുക്ക് അവിടെ എന്താ കുറവുള്ളത്? നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ല. ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാൻ നമുക്കാരും പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്താ പറഞ്ഞിട്ടുള്ളൂ? ഫോം വെച്ചേക്കിന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ അങ്ങ് അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. എത്ര പേര് നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്? എങ്ങനെ ചോദിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്? ചോദിക്കേണ്ടത് എന്താണെന്ന് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതങ്ങോട്ട് പറയാനല്ല പറഞ്ഞത്. അതായത് അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞേക്കണം, എന്താ പറയണത്, ഈ ഇതിലുണ്ട്, അത് അതേപോലെ പഠിച്ചങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്ത ആളെ വീട്ടിൽ പോയി എന്നിട്ട് പറയുന്നത് നിങ്ങൾ വലിയ ആളാണ്, നിങ്ങൾ വലിയ മനസ്സുള്ള ഒരാളാണ്, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിയെ പോലെ എൻ്റെ വീട്ടിലേക്ക് ആരോ വന്നു, ഇതിങ്ങനെ ഡ്രാഫ്റ്റ് പറയുമ്പോൾ ഇതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു തീർത്തിട്ട് ഇങ്ങനെ പറയാനാ പറഞ്ഞത്, അപേക്ഷിക്കണമെന്ന് കൂടി പറയണേ, അപേക്ഷിക്കുന്നു. ഇത് ചെയ്തു പോന്നു കഴിഞ്ഞാൽ
ചെയ്ത് എന്തൊക്കെ ഇത് പറഞ്ഞു, കറക്റ്റ് പറഞ്ഞു, ഇത് ഫുള്ള് പറഞ്ഞു ബൈ ഹാർട്ട്, ആ മനപ്പാടാണ്, അക്ഷരം തെറ്റില്ല. സ്തുത്യർഹൻ കറക്റ്റല്ല പറഞ്ഞു, സ്തുത്യർഹൻ എന്ന് മഹ്റജ് കറക്റ്റാക്കിയിട്ടാണ് പറഞ്ഞത്, ഒക്കെ കറക്റ്റാ, ഫുൾ കറക്റ്റാ. പക്ഷെ കേൾക്കുന്ന ആക്കെന്താ തോന്നിയത്, ഇതാരാ പഠിപ്പിച്ചു വിട്ടേ ഇങ്ങനെ പറയാൻ പറഞ്ഞാണ്. ചില ആൾക്കാരുണ്ട്, ഞാനിവിടെ ഇല്ല പറഞ്ഞേക്കടെ, ഉപ്പ അവിടെ ഇല്ല, ഇതാരാ പറഞ്ഞു, ഉപ്പ അങ്ങനെ പറയാൻ മതി. ഡൺ. സോ ചോദിക്കേണ്ടത് എന്താണെന്ന് അറിയാം, പക്ഷെ എങ്ങനെയാ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. ഇത് സെയിം തിങ് തന്നെയാണ് പഠനത്തിലും സംഭവിക്കുന്നത്. പഠിക്കണം, എല്ലാവരും പഠിക്കണം, എന്താ ചെയ്യുന്നത്, ബുക്ക് വായിക്കണം, അപ്പോൾ ഞാനും വായിക്കണം അല്ലേ. എല്ലാവരും ഹോംവർക്ക് ചെയ്യണം, ഞാനും ഹോംവർക്ക് ചെയ്യണം അല്ലേ. എല്ലാവരും ബൈഹാർട്ട് ചെയ്യണം, ഞാനും ബൈഹാർട്ട് ചെയ്യണം അല്ലേ. എല്ലാവരും ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യണം, എല്ലാവരും ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യണം അല്ലേ. ഇതിനെല്ലാം എല്ലാവരും റിപ്പീറ്റ് ചെയ്യണം. പിന്നെ എന്താ റിസൾട്ട് മാറാനുള്ള കാരണം, ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. സ്റ്റേറ്റ് ഞാൻ പറയുന്നില്ല, സ്റ്റേറ്റിനെ പറ്റി ഓൾറെഡി മുന്നേ ഞാൻ ഒരുപാട് GT എടുത്തതാണ്. അപ്പം ഈ രൂപേണ അപേക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക് അപേക്ഷയിൽ എന്തൊക്കെ ചേർത്തിരിക്കുന്നു, എങ്ങനെ നിങ്ങൾ അപേക്ഷിക്കുന്നു എന്നതൊക്കെ മാറ്റേഴ്സാണ്. സോ വി ഡോണ്ട് നോ ഹൗ ടു ആസ്ക്. അപ്പോൾ ചോദിക്കുവിൻ ഉത്തരം നൽകുന്നു പറഞ്ഞ സമയത്ത് ഉത്തരം വേഗം അങ്ങോട്ട് കിട്ടുന്നുള്ള കൊടുത്തിട്ട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് അടിച്ച് കയറി ചോദിച്ചുകൊണ്ടിരിക്കുക. പോസ്. ആദ്യം എന്ത് പഠിക്കുക, ചോദിക്കാൻ പഠിക്കുക. ചോദിക്കാൻ പഠിക്കലിൻ്റെ ഭാഗമാണ്. ചോദിക്കാൻ പഠിക്കാൻ പോയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, എങ്ങനെ ചോദിക്കണം. ഈ പോയിന്റിനാണ്, ഈ പർട്ടിക്കുലർ ചോദിക്കുവാൻ ഉത്തരം നൽകുന്നുള്ളത് സ്പിരിച്വൽ അവെയർനെസ് ആണ്. ഇറ്റ്സ് എ ഡിവൈൻ കമാൻഡ്. ഇത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് കറക്റ്റ് അതിൻ്റെ സ്റ്റേറ്റുകൾ കറക്റ്റാക്കിയിട്ട് സ്ട്രക്ചർ ചെയ്യുമ്പോഴാണ് ആ സ്പിരിച്വൽ അവെയർനെസ്സിനെ നമ്മൾ സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി ആക്കി മാറ്റുന്നത്. ബിക്കോസ് അതിൻ്റെ സ്ട്രക്ചർ കണ്ടെത്തുക, അതിനാണ് ചിന്തിക്കാൻ പറയുന്നത്. മനസ്സിലായോ? ഒരു ഭാഗത്ത് പറഞ്ഞ തമ്പുരാൻ നമ്മളോട് എന്തുകൂടി പറയുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ ആരാ ഉണ്ടാവുക, ചിന്തകന്മാരുണ്ടാവും. ചിന്തകന്മാർ പ്രത്യേകത എന്താ, അവർ ഗവേഷകരാണ്. അവരുടെ പ്രത്യേകത എന്താ, അവർ ഓരോന്നിൻ്റെയും അകത്തുള്ള പൊരുൾ കണ്ടെത്തും. ഇതെങ്ങനെയാണെന്നുള്ളതിൻ്റെ സീക്രട്ട് കണ്ടെത്തും. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് സ്പിരിച്വാലിറ്റി എംബ്രേസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ എംബ്രേസ് ചെയ്യുന്ന സ്പിരിച്വാലിറ്റിയെ സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി ആക്കി മാറ്റുമ്പോഴാണ് ഇതിനൊക്കെ ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസും എക്സ്പീരിയൻസും നമുക്ക് കിട്ടാന്നുള്ളത്. ഇവിടുത്തെ എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഒരു കാര്യം പറയുമ്പം ആ സ്പിരിച്വലായിട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, ആ കാര്യം പറയുമ്പം അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ കൂടി പറയും. അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു മെത്തേഡ് ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നത് സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി ഓറിയൻറ്റേഷനിലായിരിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ബിലീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ ആ ബ്ലൈൻഡ് ബിലീഫിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ, നമ്മൾ പ്രതീക്ഷിച്ച് സമാധാനിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ റിസൾട്ട് കിട്ടുന്നവർക്ക് എന്താ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ ഈ സ്ട്രക്ചർ കാര്യത്തിലുണ്ടാവും. സോ കമ്മിങ് ബാക്ക്, ചോദിക്കാൻ പഠിക്കല്ലേ അല്ലേ, പഠിക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും ചോദിക്കാൻ അറിയിപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരിക്കൂലല്ലോ, ഒരു കാര്യമില്ലാണ്ട് ഇവിടെ വരൂലല്ലോ. സോ ചോദിക്കാൻ പഠിക്കാം. അപ്പോൾ നോക്കിയാൽ ചോദിക്കാൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ കാര്യം പറയുന്നത്, ചോദിക്കുക എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാർ അവിടെ ഉള്ളത് അല്ലേ, ചോദിക്കുന്ന ആളും ഉത്തരം ചെയ്യുന്ന ആളും. അതില്ലേ, ഉത്തരം ചെയ്യുന്നവനില്ലാണ്ട് ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? ഇല്ല, ഒരു പ്രസക്തിയും ഇല്ല. അപ്പം ഉത്തരം ചെയ്യുന്നവൻ ഉത്തരത്തിൽ എല്ലാ സമയത്തും ഉത്തരമായിട്ടുണ്ട്. ചോദിക്കുന്ന ആളില്ലാത്തത് അവിടുത്തെ പ്രശ്നമുള്ളൂ. ചോദ്യമാണോ ആദ്യം ഉണ്ടായത്, ഉത്തരമാണോ ആദ്യം ഉണ്ടായത്? നമ്മൾ ചിന്തിക്കും ചോദ്യം ഉണ്ടായിട്ടുള്ള ഉത്തരം അല്ല, എല്ലാത്തിനുള്ള ഉത്തരമായ തമ്പുരാൻ ആദ്യം ഉണ്ടായി. ആ ഉത്തരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ ഇട്ട് തന്നെ, റൈറ്റ്? അപ്പം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ആദ്യം ഉണ്ടാക്കിയത്. ആ പരിഹാരം ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ആ പരിഹാരം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങളാകുന്ന, പരീക്ഷണങ്ങളാകുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇട്ട് തരുന്നു. ക്ലിയർ ആയോ? നമ്മൾ നേരെ തിരിച്ചാന്തിക്കുക, ആദ്യം ഞാൻ എൻ്റെ പ്രശ്നം, അത് കഴിഞ്ഞിട്ട് ഇത് ഉത്തരം തരാനുള്ള ആരോ ഓൾറെഡി അതിൻ്റെ ആൻസർ ഉണ്ട്. നമ്മൾ പണി എന്താ, ആ ആൻസർ ഓൾറെഡി ഉണ്ട്, അത് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. അതൊരു ട്രഷർ ഹണ്ട് പോലെ നമ്മൾ എന്ത് ചെയ്യുക, സീക്ക് ചെയ്തോർത്താണ് അതിൻ്റെ രസം കെടുക്കുന്നത്. അപ്പോൾ ഉത്തരമാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്യരുത്, ഉത്തരം ഇന്നതാണ് നമ്മൾ ആദ്യം ഉറപ്പിക്കരുത്. അപ്പോൾ പിന്നെ ചോദിക്കുന്നതിൽ കാര്യമുണ്ടോ? അത് ഞാൻ പറഞ്ഞത്, എനിക്ക് സമാധാനമാണ് വേണ്ടത്, ഉത്തരം സമാധാനം അല്ലാണ്ട് ഒരു ഇഞ്ചിക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. എന്നാൽ ഉത്തരം ചിലപ്പോൾ എന്തായിരിക്കും, ആത്മനിർവൃതിയായിരിക്കും. അതായത് നിങ്ങൾക്ക് ആ അനുഭവത്തിലൂടെ തമ്പുരാൻ തരാൻ ഉദ്ദേശിക്കുന്നത് ആത്മനിർവൃതി എന്നതിൻ്റെ അനുഭവമായിരിക്കാം. പക്ഷെ നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ സമാധാനം കിട്ടണം, എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ സമാധാനം കിട്ടണം. അപ്പോൾ സമാധാനമാണ് ഉത്തരം എന്ന് ഞാൻ മുന്നേ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം തരുന്നവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് കണ്ടെത്താൻ പറ്റൂല. അതിനാണ് ഓപ്പൺനെസ് എന്ന് പറയുന്നത്. ഓപ്പൺ ടു റിസീവ്. ഓപ്പൺ ടു ആസ്ക് മാത്രമായ പോരാ, ഓപ്പൺ ടു റിസീവ് ആയിരിക്കണം. അപ്പം ഉത്തരമോ ചോദ്യമോ ആദ്യം ഉണ്ടായത് ഉത്തരമാണെന്ന് മനസ്സിലായല്ലോ.
ഉത്തരമേ ഉള്ളൂ ഇവിടെ. ക്ലിയർ? ഉത്തരമേ ഉള്ളൂ. എല്ലാത്തിനെയും സൊല്യൂഷൻസ് അവിടെ ഉണ്ടാക്കിയേ. നോക്കിയേ, വിമാനം മനുഷ്യൻ കണ്ടെത്തിയിരിക്കണം, മനുഷ്യൻ പറന്നിരിക്കണം എന്ന ഉത്തരമാണ് ഇവിടെ ആദ്യം ഓൾറെഡി ഉള്ളത്. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അതിനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മനുഷ്യനൊരു ചോദ്യം, നമുക്ക് എന്താ പറക്കാൻ പറ്റാത്തത്? എന്നിട്ട് കുറച്ച് ആൾക്കാർ ഇപ്പുറത്തിരുന്നിട്ട് എന്ത് ക്രൂരതാണ് ചെയ്തതല്ലേ, കൺമുന്നിലൂടെ പരുന്തിനെയും കാക്കനെയും ആ പ്രാവിനൊക്കെ ഇങ്ങനെ പറത്തിയിട്ട് ഒരു നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യേ വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പോലെ പറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്കൊന്ന് വലിയ പണിയെ പോയി പറക്കാൻ പറ്റിയിരുന്നെങ്കിൽ. കുറേ ആളുകൾ ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾക്ക് ചിറക് തന്നില്ല, എന്തുകൊണ്ട് നമുക്ക് പറക്കാൻ അവസരം തന്നില്ല, അവർ കണ്ടില്ലേ പറക്കുന്നത്, ഇവർ കണ്ടില്ലേ പറക്കണത്. ഈ കൂട്ടത്തിൽ എല്ലാത്തിനും ഉത്തരമാണ് ആദ്യം ഉണ്ടാക്കി എന്നുള്ള ബോധ്യത്തിൽ ചിന്തിക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു, അവൻ ചിന്തിച്ചിട്ട് എന്തുകൊണ്ട് ചിറക് തന്നില്ല, കാരണം നമ്മളെ ചിന്തകളെ കൊണ്ട് പറക്കാൻ പാകത്തില്ല നമ്മൾ സൃഷ്ടിച്ചതെന്നുള്ള ഉത്തരം കിട്ടാൻ എന്നതുകൊണ്ട് ഗ്രാവിറ്റിയെ പഠിച്ചു, എയർ റെസിസ്റ്റൻസിനെ പഠിച്ചു, എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് ഉണ്ടായി, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചു. ഈ ഉത്തരങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നു. ശാസ്ത്രജ്ഞർ അത് ഡീകോഡ് ചെയ്യല്ലേ. അപ്പോൾ നിങ്ങൾ പറയും സയൻസും സ്പിരിച്വാലിറ്റിയും വേറെ വേറെയാണോ? ഒരിക്കലുമല്ല. എത്രത്തോളം എക്സൈറ്റിംഗ് ആയിട്ട് ഡിവിനിറ്റിയെ എക്സ്പ്ലോർ ചെയ്യണോ അതിനുള്ള പോസിബിലിറ്റീസിനെ സയൻസ് തുറന്നരാം. സോ വി നീഡ് സയൻസ്. അതുകൊണ്ട് ഞാൻ ആൽക്കെമിസ്റ്റ് എന്നുള്ള പ്രോഗ്രാമിനെ ഡിസൈൻ ചെയ്തത്. കമ്മിങ് ജനറേഷന് ഈ രണ്ട് സാധനങ്ങളെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ലൈഫ് വിൽ ബി അമേസിങ്. അപ്പം ഉത്തരം ഇന്നതാണ്. എന്തായിരുന്നു ഉത്തരം? നിങ്ങൾക്ക് ചിറക് തരാതിരുന്നത് അത് ഉത്തരം കിട്ടാത്ത ചോദ്യമില്ല. നിങ്ങൾക്ക് തരാതിരുന്നത് നമ്മൾ ചിന്തിച്ചെന്താ, നമ്മൾ ചോദിച്ചെന്താ നമുക്കും ചിറക് തരുമോന്നാ. എന്നാൽ പഠിച്ചവൻ എന്താ ഉദ്ദേശിച്ചത്? നമ്മൾ സമാധാനം ചോദിച്ചത്. അവൻ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ സൂപ്പർസോണിക് ഹൈപ്പർസോണിക് ജെറ്റുകളും ഫ്ലൈറ്റുകളും റോക്കറ്റുകളും കൈകാര്യം ചെയ്യേണ്ട ആൾക്കാരാണ്, സ്പേസ് ഷിപ്പുകളും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. സോറി, ഒരു സാധനം തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് അതിന് പരിഹാരം ഇതാണെങ്കിൽ അതിൻ്റെ എത്ര മുകളിൽ തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം തരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉത്തരം എന്താ? നിങ്ങൾക്ക് ലാക്ക് ചെയ്തതല്ല, അതിൻ്റെ എത്രയോ ടൈംസ്. അത് ഞാൻ പറഞ്ഞ സമാധാനമല്ല, അവൻ എന്ത് തരാനാണ് ഉദ്ദേശിക്കുന്നത്? ആത്മനിർവൃതിയോ ആനന്ദമോ തരാനാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി ദൈവത്തിൽ നിന്നും സമാധാനം വരാമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമാധാനം എങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ പഠിച്ചോ സമാധാനം തരും കേട്ടോ, നല്ലൊരു സമാധാനം ഉണ്ട്, ഇത്ര ഉണ്ടാവാം. അല്ലല്ല, അവൻ നിങ്ങൾക്ക് സമാധാനം തരാണെങ്കിൽ നമ്മൾക്ക് സമാധാനം ചോദിച്ചാൽ നമ്മൾ തുള്ളിച്ചാടും. ജോയിയസ്. നിങ്ങൾ ദൈവിക സ്മരണയിലാണെങ്കിൽ ദൈവിക സ്മരണയിലായിട്ടുള്ള ഹൃദയത്തിന് മാത്രമേ സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും മനസ്സിലാക്കി എന്താണ് ദൈവിക സ്മരണയിൽ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുക. നമ്മളെ മൈൻഡിൽ നമ്മൾ കാണുന്ന സമാധാനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അവൻ്റെ സ്മരണ എങ്ങാൻ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ട് നിങ്ങളിലേക്ക് സമാധാനം വരാണെങ്കിൽ അവന് ഉദ്ദേശിച്ചൊരു സമാധാനം ഉണ്ട്, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ക്ലിയർ? അങ്ങനെ ചിന്തിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? എല്ലാവരും എന്താ പറയുക, അതൊക്കെ ഒരു കടന്ന കൈയല്ലേ. അതായത് പഠിച്ചവൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രതീക്ഷിക്കുക എന്നുള്ളത് തന്നെ അത്യാഗ്രഹം. പിന്നെ ഭൂമിയിൽ വല്ലതും നടക്കുമോ? സോ അങ്ങനെ എക്സ്പെക്ട് ചെയ്യണം. ആ രീതിയിലായിരിക്കണം ആസ്കിങ്ങും ആ രീതിയിലായിരിക്കണം റിസീവിങ്ങിലും നമ്മൾ എന്ത് ചെയ്യണത്, ഓപ്പൺനെസ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ചോദിക്കുന്ന ആളും ഉത്തരം തരുന്ന ആളും. ഉത്തരം തരുന്ന ആൾ ഓൾറെഡി ഉണ്ട്, ചോദിക്കുന്ന ആളുണ്ട്. ഞാൻ പറഞ്ഞു ചോദിക്കുന്ന ആൾ എന്ന് പറയുമ്പം ആ ആളെ എങ്ങനെയായിരിക്കണം എന്നൊരു ചോദ്യമുണ്ട്. അതേപോലെ ചോദിക്കാൻ പഠിക്കാമെന്ന്. ഓക്കെ, ചോദിക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഡിവൈൻ ഐഡൻറ്റിറ്റി ഉള്ള ഞാനാണോ ചോദിക്കുന്നത്, അതല്ല പ്രോബ്ലം ഐഡൻറ്റിറ്റിയിൽ നിൽക്കുന്ന ഞാനാണോ ചോദിക്കുന്നത്. എന്നൊരു പ്രശ്നം ബാധിച്ചിരിക്കുന്നു. ആ പ്രശ്നം ബാധിച്ച അവസ്ഥയിൽ ഞാനിരിക്കുമ്പം എൻ്റെ പ്രശ്നം മാത്രമായിരിക്കും ചുറ്റിലും. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി മൊത്തം ആ പ്രശ്നക്കാരനായ ഞാനായിരിക്കും. ഈ പ്രശ്നക്കാരനായ ഞാൻ എന്ന് പറഞ്ഞത് ചെറിയ ഫ്രെയിമിലുള്ള ഞാനാണ്. ആ ആളെ വെച്ചിട്ട് നമ്മൾ ആക്സസ് കാർഡ് കൊടുത്താൽ ആക്സസ് കിട്ടൂല. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് നാട്ടിൽ ഒന്നിനും പറ്റാത്ത പാവങ്ങളെ പോലെ ഇങ്ങനെ ഇരിക്കും, റോ ഏജൻസ് ഒക്കെ ആയിരിക്കും, സ്പൈ വർക്കേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ കാണുമ്പോൾ ചെരുപ്പ് കുത്തിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ മൂപ്പരെ അവിടെ ഇങ്ങനെ അഭിനയിച്ചിരിക്കുക. പക്ഷേ മൂപ്പർക്ക് അറിയാം ഞാൻ ചെരുപ്പ് കുത്തിയൊന്നുമല്ല, തൽക്കാലം മോളിൽ ഈ റോളിൽ ഇങ്ങോട്ട് വിട്ടതാ. ഈ ആൾ പറയോ എന്നെ ചെരുപ്പ് കുത്തിയായിട്ടാണല്ലോ സെൻറ്ററിൽ നിന്ന് വിട്ടത്, എന്നെ ചെരുപ്പ് കുത്തിയായിട്ടാണല്ലോ സെൻറ്ററിൽ നിന്ന് വിട്ടത് പറയോ. ഏതവസ്ഥയിൽ നമ്മൾ ഹാപ്പിയാണ്. കാരണം എന്താ, ഇത് ആര് അസൈൻ ചെയ്ത ടാസ്കാ? സെൻറ്ററിൽ നിന്നും അസൈൻ ചെയ്ത ടാസ്കാ. എൻ്റെ പ്ലെഡ്സ് എന്താ, എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് കമ്മിറ്റ്മെൻ്റ് എടുക്കാനും തയ്യാറാണ്. അതല്ലേ രാജ്യസ്നേഹം. അപ്പോൾ ദൈവസ്നേഹം എന്താ, ദൈവ സാമ്രാജ്യത്തോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കണം? ഏത് റോൾ വന്നാലും ഇതെല്ലാം എൻ്റെ അൾട്ടിമേറ്റ് റോൾ, ഇതൊരു താൽക്കാലികമായിട്ടുള്ള റോളാണ്, ഇതിൻ്റെ ഇടയിൽ എനിക്ക് ചില വർക്കുകൾ അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്.
അപ്പോൾ ഈ ചെരുപ്പ് കുത്തിയും ആയി ഇങ്ങനെ ഇരുന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്ന് ആകെ ലോക്കായി കഴിഞ്ഞാൽ ഇനി ഒരു വഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ ലോക്കായി കഴിഞ്ഞാൽ അവരെന്താ ചിന്തിക്കുക, ഇറ്റ്സ് ടൈം ടു കണക്ട് ദ ഹയർ. അപ്പോൾ നേരെ ഇവർക്കൊരു കോഡ് ഉണ്ടായിരിക്കും, ആ കോഡ് വെച്ചിട്ട് പ്രോബ്ലമാണ് ഇന്നതാണ് 2-3 കോഡ് എടുത്ത് അവിടെ മനസ്സിലാക്കി അപ്പം തന്നെ അതിനുള്ള അൾട്ടിമേറ്റ് സൊല്യൂഷൻസ് മൂന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ആയിരിക്കണം നമ്മളെപ്പോഴും ഫുൾ ടൈം പഠിച്ചവൻ ആലോചിച്ചിരിക്കുക എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾ ഏത് റോൾ എടുത്ത് ഏത് കാര്യത്തിൽ ഇൻവോൾവ് ആകുമ്പോഴും ഏത് നിമിഷവും ഒരു കോഡ് കണക്ട് ചെയ്താൽ എനിക്ക് അപ്പം എൻ്റെ ഹയസ്റ്റ് ഐഡൻറ്റിറ്റി എടുക്കാനുള്ള സ്പേസ് ഉണ്ടെന്നുള്ള ഓർമ്മയോട് കൂടിയിട്ട് അവെയർനെസ്സോട് കൂടി കാര്യങ്ങൾ ചെയ്യാം. പല ആൾക്കാർക്കും പ്രോബ്ലം വന്ന് ലോക്കായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെന്നുള്ള കാര്യമേ മറന്നു. ഇനി അഥവാ ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഐഡൻറ്റിറ്റി തന്നെ ചോദിക്കണം. സോ കറക്റ്റ് ആൻഡ് റീഫ്രെയിം. ഇന്നത്തോടു കൂടി നിങ്ങളുടെ ചോദ്യത്തിൽ നിങ്ങൾ റീഫ്രെയിം ചെയ്യേണ്ട ഒരു കാര്യം, ചോദിക്കുമ്പോൾ ഞാൻ ആരായിട്ടാണ് ചോദിക്കണതെന്ന് ഞാനൊന്ന് അനലൈസ് ചെയ്തൂടെ? ചോദിക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ, ചോദിക്കാൻ വേണ്ടി മനസ്സുണർത്തുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാം, എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാം. പ്രത്യേക സമയത്ത് അങ്ങനെയല്ല, എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാം. ചോദിക്കാൻ എപ്പോഴും ഓപ്പണാണ്, കണക്റ്റഡ് ആണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ചോദിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് ചോദിക്കുന്ന ഞാൻ ആരായിട്ടാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഐഡൻറ്റിറ്റി മാറ്റുന്ന എങ്ങനെ മനസ്സിലായോ? നിങ്ങൾ ഏത് ഐഡൻറ്റിറ്റി എടുക്കും? ഞാൻ ഹയസ്റ്റിലെ ഗ്രേറ്റസ്റ്റ് ക്രിയേറ്ററുടെ ഗ്രാൻഡസ്റ്റ് ക്രിയേഷനായി ഞാൻ ചോദിക്കുന്നു, ആ ഒരു ചോദ്യമല്ലേ? അപ്പോൾ ചോദിക്കുക എന്നുള്ളത് നമ്മൾ എന്തായിരിക്കും? നമ്മുടെ അവകാശമായിരിക്കും, ഔദാര്യമല്ല. നമ്മളെന്താണ്? അവകാശമാണ്. തരുക എന്നത് അവൻ്റെ ഔദാര്യമാണ്. അവൻ്റെ ഔദാര്യത്തിൽ നിന്നും ചോദിക്കാനുള്ള അവസരം നമുക്ക് അവൻ തന്നു, സ്പേസും തന്നു. അങ്ങനെ ഒരു ഔദാര്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അവകാശമാണ്. ക്ലിയർ ആയോ? ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് ചില ഇതൊക്കെ തന്നിക്കണം. അപ്പോൾ നമ്മളറിയാണ് അത് ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഔദാര്യത്തിൽ നിന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് എന്താണ്? നമ്മുടെ അവകാശം. സോ യൂട്ടിലൈസ് യുവർ റൈറ്റ്. നമ്മുടെ അവകാശത്തെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പ് വരുത്തണം, നിങ്ങൾ അവിടെ നിന്നൊക്കെ കേട്ട കുറേ സാധനം ഉണ്ടായിരിക്കും, ഇയൊന്നും ചോദിച്ചാൽ നടക്കൂല, ഇയൊന്നും ചെയ്താൽ നടക്കൂല എന്ന് പല ആൾക്കാരും തന്നിട്ട് നിങ്ങളുടെ അവകാശമാണ് അത് കറക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടാന്നുള്ള അതിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സെൽഫിൻ്റെ ഏറ്റവും ഇൻഫീരിയർ ആയിട്ടുള്ള ഒന്നിനും കൊള്ളാത്ത നിങ്ങളുടെ പ്രതീക്ഷ അസ്തമിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ചോദിക്കണതെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചോദിക്കുന്ന സ്റ്റേറ്റ് കറക്റ്റല്ല. ഒരു ഡിസ്ക്ലെയിമർ കൂടി, നമ്മൾ ആരെങ്കിലും താഴ്ത്തി സംസാരിച്ചിട്ട് ആരെങ്കിലും ഡിസ്കറേജ് ചെയ്തിട്ട് നിന്നെക്കൊണ്ടത് പറ്റില്ല കേട്ടോ, നീ ഒന്ന് അതിന് ഇറങ്ങണ്ട കേട്ടോ, ഇങ്ങനെ നമ്മൾ ഒരാളോട് പറയുമ്പം അവരതിന് ഇറങ്ങാതിരിക്കുക മാത്രമല്ല ചെയ്യണേ, അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ പോലും ആ വിഷയം ചോദിക്കാൻ തോന്നില്ല. കാരണം ഞാൻ അതിനൊന്നും പോകുന്നല്ല എന്നല്ല എല്ലാവരും പറഞ്ഞേ. അപ്പോൾ അവർക്ക് അവർ സൃഷ്ടിച്ച തമ്പുരാന് അതിലേക്കാക്കാനുള്ള സ്പേസ് ഇല്ലേ? അവൻ ആക്കിയെടുത്തൂടെ? അതിനെ നമ്മളൊരു സംസാരം കാരണം, നമ്മുടെ ഒരു വാക്ക് കാരണം അവർക്ക് ഉയർന്നത് ചോദിക്കാൻ പോലും തോന്നുന്നില്ലെങ്കിൽ എത്ര വലിയ ക്രൂരതയാണ് മനുഷ്യൻ ചെയ്തത്. സോ ദൈവത്തിൽ നിന്നും മനുഷ്യരെ അകറ്റണ പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ് ഏറ്റവും കൂടുതൽ. റൈറ്റ്? നമ്മൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും പിശാചായിട്ടുണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ ഇനി മേലാൽ അങ്ങനെ പിശാചാവില്ല എന്ന് ഉറപ്പ് വരുത്താം. എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നെന്തെങ്കിലും ചോദിച്ചാൽ എന്നെ കൊണ്ട് അത് പറ്റൂല കേട്ടോ എന്ന് പറയില്ല. ബിക്കോസ് നമുക്കറിയില്ല അവർക്ക് ആ ചിന്ത ഇട്ട് കൊടുത്തവൻ അതിലേക്ക് അവരെ നയിക്കാൻ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പം ആ വഴി പോയിട്ട് അത് കിട്ടാത്തതായിരിക്കാം, പക്ഷെ ആ വഴിയിലൂടെ പോലെ ആവശ്യമായിരിക്കാം. എന്തുകൊണ്ടായിരിക്കും അവർ കൂടെ അത് ചിന്തിപ്പിച്ചത്? അപ്പോൾ ആ ബാക്കിയുള്ളവരുടെ കർമ്മയെ കയറിയിട്ട് ഞാൻ ഭയങ്കര സംഭവമായിട്ട് എൻ്റെ നല്ലതിന് പറയാണ് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഈ സാധനം തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ വാക്ക് വളരെ വാല്യുബിളാണ്. ഞാൻ പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് എനിക്ക് എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റിയ ആളൊന്നുമല്ല, ഞാൻ ആരുമല്ല എന്നൊരു കാരണം കൊണ്ട് അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡിവിനിറ്റിയിലേക്ക് കണക്ട് ചെയ്ത മൊമെൻറ്റിൽ അവർക്ക് ചില കാര്യങ്ങളിൽ തുറന്നു ചോദിക്കാനുള്ള ഒരു സ്പേസ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ചെയ്തൊരു ക്രൈമാണ്. അപ്പോൾ വാക്കുകളെ വളരെയധികം ശ്രദ്ധിച്ചുപയോഗിക്കണം. എല്ലാ സെഷനിലും ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്, ഒന്നെങ്കിൽ നല്ലത് പറയാം, അല്ലെങ്കിൽ അങ്ങനെയല്ലേ, ഒന്നെങ്കിൽ നല്ലത് പറയാം അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഞാനിപ്പം മിണ്ടാതിരിക്കില്ല, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇതുകൊണ്ട് ആർക്കും ഉപദ്രവം ഉണ്ടാവില്ലല്ലോ എന്ന് എന്നെ കേട്ടു എന്ന കാര്യം കൊണ്ട് നിങ്ങളുടെ കുടുംബം തകരോ? നിങ്ങൾക്ക് പഠിച്ചവനായിട്ടുള്ള കണക്ഷൻ പോവോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടോ? നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒതുങ്ങിക്കൂട്ടിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും പ്രതീക്ഷിക്കാവുന്ന എക്സൈറ്റ്മെൻറ്റും പ്രതീക്ഷയും ഫെയ്ത്ത്ഫുൾനെസ്സും നമുക്കത് ഊട്ടി ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആളുകൾക്ക് അണമുറയാതെ വീണ്ടും 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 പ്രതീക്ഷയോടുകൂടി ഊർജ്ജസ്വലമായിട്ട് വീണ്ടും പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും സ്റ്റേറ്റ് കറക്ഷൻസിലേക്ക് കൂടുതൽ അറിയാനും ഒക്കെ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതാണ് ചോദിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ?
അപ്പം ചോദിക്കുന്നതിന് മുന്നേ സ്റ്റേറ്റ് നിങ്ങൾ കറക്റ്റ് ചെയ്തിരിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാത്തിഹ എന്ന് പറയുന്ന അധ്യായം എടുത്താൽ പോലും അതിൽ ആദ്യം സ്റ്റേറ്റ് കറക്റ്റ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷനാണ്. ആദ്യം എന്ത് ചെയ്യണം, ആരോടാ ചോദിക്കുന്നത്, അപ്പോൾ ആളെ മറക്കരുത്, ആളെ ഏതിൽ റെലമിലാണ്. അപ്പം സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണെന്ന് വെറുതെ നാവുകൊണ്ട് ഇങ്ങനെ ഓടിയിട്ട് കാര്യം. കാരണം നമ്മൾ കാണുന്നതാ, എനിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം തീർത്തരുന്നവൻ. ചിലപ്പോൾ നമ്മളെ പ്രശ്നം ഒക്കെ പഠിച്ചോൻ തീർത്തരാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ തോന്നി ഇത്രയും ചെറിയ പ്രശ്നത്തിലൊക്കെ പഠിച്ചോനയിലേക്ക് പിടിച്ച് കൊണ്ടുവരണോ. ഏതുപോലെ ചിലപ്പോൾ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് എത്തും. ഇവനിക്കറിയില്ല ഇലക്ട്രിസിറ്റി ഉണ്ട്, ഇങ്ങനെയുണ്ട്. ഇവന് കുറേ കാലം മെഴുകുതിരി വെട്ടത്തിലാണ് ജീവിച്ചത്. ഇവനെ പിടിച്ചിട്ട് ഒരു ലക്ഷറി ലൈഫ് കൊണ്ടിട്ടതാ, ഒരു കുഗ്രാമത്തിലായിരുന്നു. അപ്പോൾ ഇവനിങ്ങനെ എന്തിട്ട് വെളിച്ചം വരുന്നില്ലല്ലോ. പഠിച്ചോനെ എവിടെയൊക്കെ എങ്ങനെയെങ്കിലും വെളിച്ചം തരണേ, ഇവിടെയൊക്കെ എങ്ങനെയെങ്കിലും വെളിച്ചം തന്നെ, ഞാൻ ഇരുട്ടില്ല, എനിക്ക് എവിടെയെങ്കിലും ഒരു മെഴുകുതിരി തരണേ, ഇലക്ട്രിസിറ്റിൻ്റെ ബൾബുണ്ടോ ഒക്കെ ഉണ്ട്, ഇതെന്താണെന്ന് അറിയില്ല. എന്നിട്ട് പഠിച്ചോനെ. അപ്പോൾ ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്ന അറിയുന്ന ഒരാൾ ഇങ്ങോട്ട് കയറി വന്നാൽ ഓരെന്താ അറിയാം, മോനെ എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ഓൾറെഡി പഠിച്ചോൻ ചെയ്ത് കഴിക്കണം, ഇവിടെ ഒരു സ്വിച്ച് ഇട്ടാൽ മതി. മനസ്സിലായോ? അതിനെ പറഞ്ഞ ജ്ഞാന സമ്പാദനം. നമ്മുടെ ചോദ്യങ്ങൾ കറക്റ്റ് ആവണമെങ്കിൽ ചില കാര്യങ്ങളുടെ നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മുടെ ചോദ്യത്തെ നശിപ്പിച്ച് കളയണത്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക, അറിവ് നേടാം. ഇന്ന് നിങ്ങൾ അറിവല്ലേ സ്വീകരിച്ചത്? പ്രകാശമുള്ള അറിവ്, വെറുതെ ഉള്ള അറിവല്ല, ഓഫാണ് അറിവല്ല. ഏതറിവ് സ്വീകരിക്കുമ്പോഴും ആ അറിവിൻ്റെ അകത്ത് ജ്ഞാനത്തിൻ്റെ സ്രോതസ് ദൈവികതയാണെങ്കിൽ, ഈ പ്രകാശമാണ് ജ്ഞാനം നമ്മൾ എപ്പോഴും പറയും അല്ലേ, വെളിച്ചമാണ് അറിവ്. എന്നാൽ വെളിച്ചം തന്നെയാണ് ദൈവവും. രണ്ടും പറയാറുണ്ട്. ദൈവം പ്രകാശമാണ്, അള്ളാഹു നൂറ് സമാവാത്തി വല്ലർ അല്ലേ. ആകാശഭൂമികളുടെ പ്രകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ആകാശഭൂമികളിൽ നിന്ന് ജ്ഞാനമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വെളിച്ചം കിട്ടോ അതൊക്കെ തമ്പുരാനിൽ നിന്നുള്ളതാണ്. റൈറ്റ്? അപ്പം അറിവായിട്ട് ജ്ഞാനമായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് ആ ജ്ഞാനം എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ദിവ്യപ്രകാശത്തിൻ്റെ ബോധം കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലാണ് ഞാൻ പറയാം വെളിച്ചമുള്ള അറിവ്. എല്ലാത്ത പോയി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇരുട്ടിലാവും. യൂട്യൂബിൽ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കേൾക്കുന്ന സാധനത്തിനോടൊപ്പം ഈ കണക്ഷൻ കൂടി വരുന്നുണ്ടെന്ന് നോക്കണം. ഈ കണക്ഷനും കണക്ടിവിറ്റി കറക്റ്റ് അല്ലാത്ത സാധനം എടുത്താൽ കഴിഞ്ഞാൽ നമ്മൾ ഓഫായി പോകും. ഗതി കിട്ടാത്ത ആത്മാക്കളെ പോലെ. ചില ആൾക്കാരെ നിങ്ങളാണില്ലേ പഠിച്ച് ഭ്രാന്തായി. അന്തേ പഠിച്ച് തലതിരിഞ്ഞ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ പറയുള്ളത് ഈ സൈക്കോളജി പോലത്തെ സാധനം പഠിച്ചവർക്ക് ഭ്രാന്താവുന്നു. അതുകൊണ്ടാണ് ഭ്രാന്താവുള്ള കാരണം സ്വാഭാവികമായിട്ടും ഈ ലെയർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പോകുമ്പോൾ നമ്മൾ കുറച്ചൊരു സീക്കിംഗ് മോഡിലാണ്, അന്വേഷണത്തിലാണ്, നമ്മളെ പറ്റിയുള്ള അന്വേഷണത്തിലാണ്. ഈ നമ്മളെ പറ്റിയുള്ള അന്വേഷണത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിനോടൊപ്പം ഒരു വെളിച്ചം കൂടി പിടിക്കണം. അതായത് നമ്മൾ തനിച്ചിറങ്ങരുത്. നമുക്ക് എന്ത് കിട്ടണം, ദൈവിക ബോധം കൂടി നിലനിർത്തിക്കൊണ്ട് വേണം അന്വേഷിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടിലായി പോകും. ഇന്ന് എല്ലാവരും ട്രെൻഡിങ് കേട്ടാൽ മതി. ഇന്നത്തെ ട്രെൻഡിങ് സാധനം മാനിഫെസ്റ്റേഷൻ ട്രെൻഡിങ് അല്ലേ, ലോ ഓഫ് അട്രാക്ഷൻ ട്രെൻഡിങ്, ഇങ്ങനെ തുടങ്ങിയ ട്രെൻഡിങ് ആയിട്ടുള്ളത് മാത്രം ആൾക്കാർക്ക് മതി. എനിക്ക് ട്രെൻഡൊക്കെ ഓക്കെയാണ്, ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, എല്ലാ സാധനങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഹീലിംഗ് ട്രെൻഡാണ്, ഒക്കെ ട്രെൻഡാണ്. കരയാന്നുള്ളത് ട്രെൻഡാണ്, ഇമോഷൻസ് റിലീസ് ചെയ്യാന്നുള്ളത് ട്രെൻഡാണ്, ഒക്കെ ട്രെൻഡാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഏത് ട്രെൻഡിൻ്റെ ഒപ്പം പോകുമ്പോഴും അതിൻ്റെ ഒക്കെ ഒരു അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ ഉണ്ട്. അത് നിങ്ങൾ ദൈവിക നാമത്തിലാണോ തുടങ്ങിയത്? എല്ലാ കാര്യം തുടങ്ങുമ്പോൾ ദൈവിക നാമത്തിൽ താക്കോലിട്ട് തുറക്കാൻ പറഞ്ഞില്ലേ അല്ലേ? മീം എന്ന് പറഞ്ഞ അല്ലെ, ബിസ്മി എന്ന് പറഞ്ഞ മീം താക്കോലാണ്, മിഫ്താഹാണെന്ന് പറയുന്നത് താക്കോലിട്ട് തുറക്കാൻ ദൈവിക നാമത്തിൽ. കാരണം എന്താ, ദൈവിക നാമത്തിൽ തുടങ്ങിയതേ ദൈവിക സ്മരണയിൽ അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു അറിവ് സ്വീകരിച്ചിട്ട് അതിലെ ദൈവിക സ്മരണയുടെ ഉണർത്തൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങളത് ദൈവിക നാമത്തിലല്ല തുടങ്ങിയത്. ഇനി നിങ്ങൾ നാവ് കൊണ്ട് ദൈവിക നാമത്തിൽ തുടങ്ങിയതാ, പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്തപ്പോഴേക്ക് നിങ്ങൾക്ക് ദ ഓൾമൈറ്റി എത്ര ഗ്രേറ്റ് ആണെന്നുള്ള റിയലൈസേഷൻ കിട്ടിയിട്ടില്ലേ, ഞാൻ പറയും നിങ്ങൾ നാവ് കൊണ്ട് മാത്രമേ ദൈവിക നാമം എന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് എന്തായിട്ടില്ല, ജപമായിട്ടുള്ളൂ, അത് സ്മരണയായിട്ടില്ല. അപ്പം എപ്പോഴും ജ്ഞാനം സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിൻ്റെ ക്വാളിറ്റി കൂട്ടും. ശരിയല്ലേ? അപ്പോൾ നമ്മൾക്ക് ഈ ജ്ഞാനം കിട്ടുമ്പോൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞ് കുറച്ച് അവയർനെസ് കിട്ടുമ്പം നമ്മുടെ പ്രാർത്ഥനകൾ എത്ര റിഫൈൻഡ് ആകും. നമ്മുടെ പ്രാർത്ഥനകൾ റിഫൈൻഡ് ആകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രയത്നങ്ങൾ എത്ര റിഫൈൻഡ് ആകും. ഞാൻ കുറേ പ്രാർത്ഥിച്ചു, ഞാൻ കുറേ പ്രവർത്തിച്ചു. ഞാൻ ചോദിക്കും ഏത് അറിവിൽ, ഏത് ബോധതലത്തിൽ? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെ ID കാർഡ് വെച്ച് അവയർനെസ്സിൽ. കുറേ പ്രാർത്ഥിച്ചു, ഏത് അവയർനെസ്സിൽ? പഞ്ചായത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്. എന്നിട്ട് നമ്മൾ പറയാറുണ്ട് പ്രാപഞ്ചികമായ ദൈവത്തെ പ്രാദേശികമായ ദൈവമാക്കി മാറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. മറ്റേ സ്വിച്ച് ഇടാൻ പഠിച്ചവനെ വിളിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അവിടെ ആക്ച്വലി അതല്ല വേണ്ടത്, പ്രാപഞ്ചികമായവനാകുന്നു ദൈവം. നമ്മൾ പ്രാദേശിക ബോധത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്കൊന്നും പഠിച്ചവനും പ്രാദേശികമാണ്. അതിൽ നിന്നും തിരുത്തൽ വരുത്താനാണ് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പം ഏതെങ്കിലും പ്രാർത്ഥനയുണ്ടോ ദൈവത്തെ സ്മരിച്ച് സ്തുതിച്ച് തുടങ്ങാത്ത? എല്ലാ മതങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അതിൽ ഒരുപാട് സാധനങ്ങൾ ആദ്യം സ്തുതി ഗീതങ്ങളാണ് അല്ലേ.
കുറേ സ്തുതിക്കും, കുറേ വാഴ്ത്തിപ്പാടും. എന്തിനാ വാഴ്ത്തുന്നത്, എന്തിനാ സ്തുതിക്കുന്നത്? ഈ സ്തുതിയിലൂടെ നിങ്ങൾ ഇതുവരെ സ്തുതിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ പ്രശ്നത്തെയാണ്, ഇതുവരെ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ചുറ്റുപാടുകളെയാണ്. ആ ചുറ്റുപാടിൽ നിന്ന് മാറി അതിനേക്കാളും ഹയർ, ഞാൻ പറയാം ഹെലികോപ്റ്ററിനും ഗൈഡൻസ് ആണല്ലേ, അതിനേക്കാളും ഹയർ ആയിട്ടുള്ള അവയർനെസ്സിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആരോടാണ് കണക്ട് ചെയ്യണത്, അതാരാണെന്ന് കൂടി ചിന്തിക്കണം. ഒന്നാമത്തത് ഞാൻ ആരായിട്ട് പ്രാർത്ഥിക്കുന്നു, അത് ക്ലിയർ അല്ലേ? ആരായിട്ടാ പ്രാർത്ഥിക്കാൻ, ആരായിട്ടാ ചോദിക്കുക എന്നുള്ളത്, ആരോടാണോ ചോദിക്കുന്നത് അതിൻ്റെ പ്രതിനിധി, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, അതിൻ്റെ ക്രിയേഷൻ. അപ്പോഴാണ് നമുക്കൊരു ഹോംലി ഫീലിംഗ് ഉണ്ടാകും. അപ്പോഴാണ് ഇൻ്റെത് കൂടിയാണ് പഠിച്ചോന്ന് തോന്നുള്ളൂ. അത് ഒരാളോട് അറിയാം, ഈ ഒന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, എനിക്കൊന്നും കിട്ടൂല, എങ്ങനെ കിട്ടാനോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം, അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് നിന്നെക്കാളും ഉയർന്ന സ്പിരിച്വൽ സ്റ്റേഷനിലാണ് ഞാൻ, നിങ്ങളൊന്നും ചോദിച്ചിട്ട് ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ അവൻ്റെ റൈറ്റിൽ നിന്ന് നമ്മൾ അവനെ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഡിസ്കണക്ഷനിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ സെൽഫ് ഇൻഫീരിയോറിറ്റിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റിമറിക്കാനാണ് നാവ് കൊണ്ട് പറയാതെ സകലതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനോടാണ് ഞാൻ ചോദിക്കണേ. അപ്പം എന്ത് ചെയ്യണം? ചോദിക്കുന്നതിന് മുന്നേ ഞാൻ ആരായിട്ട് ചോദിക്കുന്നു അത് കറക്റ്റ് ചെയ്തു. അടുത്ത കാര്യം, ആരോടാണ് ഞാൻ ചോദിക്കുന്നത്, ആരോടാണ് ഞാൻ ചോദിക്കണമെന്ന് പറയുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് ആലോചിക്കണം. അല്ലാണ്ട് ഒറ്റയടിക്ക് വേഗം പോയിട്ട് തരീന്നറി ചോദിക്കരുത്. അത് വാരി ഓടണ പോലെയാണ്. ചില ആൾക്കാരുണ്ട് ഫസ്റ്റത്തതൊക്കെ ഞാൻ പോയി പറയും സ്കിപ്പാഡ് പോലെയാണ്, അത് വേഗം കഴിഞ്ഞ് വിഷയത്തിലേക്ക് വേഗം വരട്ടെ. അപ്പോൾ പ്രെയറൊക്കെ കഴിഞ്ഞു, എന്തൊക്കെ ചൊല്ലാനൊക്കെ ഉണ്ട്, ജപിക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ എന്നൊരു തീർത്തിട്ട് വേഗം കാര്യം പറയണം. അതിലേക്കൊരു തിടുക്കമാണ്. എന്നാൽ ഈ കാര്യം പറയുന്ന ഞാനും ചോദിക്കുന്ന ഞാനും കേൾക്കുന്ന ആളും ഇടയിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണ്ട. അങ്ങനെയല്ല നമ്മളൊരു കാര്യം ചോദിക്കുക ഒരാളോട്. എനിക്ക് ഇന്നേ വരെ പരിചയത്ത ഒരാൾ വരുമ്പോൾ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പറഞ്ഞിട്ട് സൂപ്പറാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ കാര്യം റെഡിയാക്കി തരണം, എനിക്ക് എല്ലാവരും പറയും ഇതിനെ പറ്റി, പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു പ്രശ്നം അന്ന് റെഡിയാക്കി തരണം, എന്താണ് പോടയുന്നത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞെന്താ, മണി അടിക്കാന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പറയാം. എന്നാൽ അതിനപ്പുറത്തേക്ക് വളരെ ഇതിലിരുന്നിട്ട് നമ്മൾ ആദ്യം ആരോടാ ചോദിക്കുന്നത് അതിനെപ്പറ്റി ഓർക്കുക. ആരാണ് അവൻ, എന്താണ് അവൻ, എങ്ങനെയാണ് അവൻ, ഇങ്ങനെയൊക്കെ ഓർക്കുമ്പം നമുക്കൊരു തേങ്ങയും ഫീൽ ചെയ്യണില്ലേ നിങ്ങളപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം യു ആർ നോട്ട് കണക്റ്റഡ്. അപ്പം നമ്മൾ നോക്കും എന്തുകൊണ്ടാണ് എനിക്ക് സകലതും സൃഷ്ടിച്ച് പരിപാലിക്കണം എന്ന് പറയുമ്പോൾ എന്തോ ഒരു സാധനം ഫീൽ ചെയ്യാത്തത്. അപ്പം നിങ്ങൾക്ക് അവിടെ ബ്ലോക്ക് ഉണ്ട്, നിങ്ങൾക്ക് അറിവിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന വെളിച്ചത്തിന് ആരോ തെറ്റായ ഇരുട്ടാക്കുന്ന ചിന്തകൾ കയറ്റിയിട്ട് അതിനെ ഉറക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ ചോദിക്കുന്നതിന് മുന്നേ ചോദിക്കുന്ന ആളെ എന്താണെന്നുള്ള എന്നിലെ ബോധത്തെ ഞാൻ കറക്റ്റ് ചെയ്യണം. റൈറ്റ്? എല്ലാവർക്കുള്ളിലും ദൈവമുണ്ട്, ദൈവത്തെ പറ്റിയുള്ള ചിന്ത ഉണ്ട്, പക്ഷെ ഒരേ ലെവലിലാണ്. എനിക്കുണ്ടായ ജീവിതാനുഭവങ്ങളെ കൊണ്ട് ഞാൻ ആക്കി വെച്ചിരിക്കുക പഠിച്ചോൻ ഇങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയ, പ്രയത്നങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പഠിച്ചോന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് പഠിച്ചോനെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നന്ദി ചെയ്യേണ്ട, എത്രത്തോളം നന്ദി ചെയ്താലും മതിയാവാത്ത ആ ലെവലിലാണ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചിലരെവിടെ കൺസൾട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വെറുതെ ചോദിക്കും, ഒരു കൗതുകത്തിൽ GC ഒന്നും ചെയ്യാത്തവരാണ് നമ്മൾ ചോദിക്കും, നിങ്ങളൊരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് എന്താണ്? ഐഡിയോളജീസ് അല്ല കേട്ടോ, കാരണം ഐഡിയോളജീസ് ആർ ഡിഫറെൻറ്റ്, അത് ഓരോരുത്തരാണ്. നിങ്ങളുടെ സ്പിരിച്വൽ അവയർനെസ് എന്താ റിഗാർഡിംഗ് ഗോഡ് എന്ന് നോക്കുമ്പോൾ ഓരോരുത്തർ അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസാണ് പറയാം. അവരതല്ല, എനിക്ക് ഇങ്ങനെയാണെന്ന് പറയും, പക്ഷെ നമുക്കറിയാം അവർ ഏത് എക്സ്പീരിയൻസാണ് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവർ മനസ്സിലാക്കി വെച്ച ആ അവയർനെസ് അവരുടെ ഓപ്പൺനെസ്സിനെ ഭയങ്കര ലോക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഞാൻ പറയാം അവിടെ ഒരു സ്പിരിച്വൽ സർജറി ആവശ്യമാണ്. ബിക്കോസ് സ്പിരിച്വൽ സർജറി മീൻസ് നമ്മളുടെ ആ ഹയസ്റ്റ് സോഴ്സിൽ നിന്നുള്ള ഗൈഡൻസ് നമുക്ക് എടുക്കാൻ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയില്ലേ, നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും മാപ്പൊക്കെ വെച്ച് നോക്കി എത്താം, പക്ഷെ അതിനേക്കാൾ ഈസിയാണ് മുകളിലൊരു ഗൈഡൻസ് വരാണെങ്കിൽ. അതാണ് ഹൃദയത്തെ കേൾക്കുക, ഹൃദയത്തിലേക്ക് നോക്കാമെന്ന് പറയാം. പക്ഷേ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കാണാത്ത ഭാഗത്തിന് എന്തൊക്കെയോ ഒന്ന് അടഞ്ഞുകൂടിയിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാനാണ് ഞാൻ പലപ്പോഴും ഒന്നുകിൽ റൂമിനായിട്ട് ഉണ്ട്, വന്നൂടെ മഴയല്ലേ, റൂമിനായിട്ട് ഉണ്ട് 6 മാസത്തിലൊരിക്കല 3 ദിവസമൊക്കെ മാറിക്കാന്ന് പറഞ്ഞാൽ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നിങ്ങളും ഓനും തമ്മിലുള്ള കണക്ഷനെ മാറിപ്പോയിരിക്കുക. ഒരാൾ പെണുങ്ങിയിരിക്കുക അല്ലെങ്കിൽ പോയിരിക്കുക, അതൊന്ന് കറക്റ്റ് ചെയ്ത് ക്ലീനാക്കി എടുക്കാൻ വരണമെന്ന് വെച്ചാൽ തിരക്കാണ്, മാറിക്കലൊന്നും നടക്കൂല. എന്നാൽ പിന്നെ കാലാകാലങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, മാറാത്ത മഴക്കാർ ഇങ്ങനെ കെട്ടിക്കിടക്കും ലൈഫ്. അവിടെ നമ്മുടെ സറണ്ടറൻസ് എന്നുള്ള നമ്മളെപ്പോഴും ചോദിക്കാറില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, ഇത്രയും ആൾക്കാർ ഇവിടെ എല്ലാ ചലഞ്ചുകളും മാറ്റി വെച്ച് വരുന്നുണ്ടെങ്കിൽ അത് അത്തരത്തിൽ എന്തെങ്കിലും ഒന്നും സംഭവിക്കാണ്ട് ഒരാൾക്ക് ഇവിടെ എത്താൻ പറ്റൂല. ശരിയല്ലേ? അല്ലാണ്ട് വെറുതെ ഒരു ക്ലാസ് കേൾക്കാൻ ആരെങ്കിലും ഇങ്ങനെ ഓടി വരൂല. കാരണം അതിൻ്റെ
നമ്മളിതിന് കൊടുക്കുന്ന ഈ സമയമാക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്രയോ വലിയ റിട്ടേൺസ് ആണ് നമുക്ക് ഈ കറക്ഷൻസ് നൽകുന്നത് കിട്ടുക. ബിക്കോസ് ദർ ആർ വെരി ഫ്യൂ പീപ്പിൾ ഹു കൺ ഡു സ്പിരിച്വൽ സർജറീസ്. സ്പിരിച്വൽ സർജറി ഇൻ ദ സെൻസ് ഞാൻ മീൻ ചെയ്യുന്നത് നമുക്കുള്ളിലുള്ള ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ടുള്ള കണക്ഷൻ കട്ടാവാം. അപ്പോഴാണ് നമുക്ക് ലൈഫിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ അടുത്തിടെ പേരൊന്നും ഞാൻ പറയില്ല, വളരെ വേണ്ടപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ എന്താ പറയുക 10,000 കോടിയുടെ അടുത്ത് ടേൺ ഓവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കുട്ടി, വി ഹാഡ് എ കൺസൾട്ടേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ കൗതുകത്തിന് 2 സിറ്റിംഗ് കഴിഞ്ഞ് മൂന്നാമത്തേതിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനല്ല നമ്മളെ മെൻറ്റേഴ്സ് ഡീൽ ചെയ്തത്. അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെറുതെ ഒരു സ്പിരിച്വൽ ഇതിനെ പറ്റി ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ ഫാദറാണ് എൻ്റെ സ്പിരിച്വൽ ഇൻസ്പിറേഷൻ. എന്താണ് ഫാദറിനുള്ള സ്പിരിച്വൽ ഇൻസ്പിറേഷൻ? എൻ്റെ ഫാദർ എപ്പോഴും പറഞ്ഞു നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. സോ എന്തിനാണ് നിസ്കരിക്കുന്നത്? ഗ്രേറ്റ്ഫുൾ ആവാൻ. ഫോർ ദം നിസ്കാരം എന്തിനാണ് ഗ്രേറ്റ്ഫുൾ ആവാൻ. വേറെ ചില ആൾക്കാർക്ക് എന്താ പ്രശ്നങ്ങൾ തീരാൻ, ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പോൾ അവരുടെ ഫാദർ അവരോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ്, കാരണം നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിക്കുന്നു. സോ നമ്മൾ നന്ദി കാണിക്കണം. സോ അവരെ സംബന്ധിച്ചിടത്തോളം, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി മനസ്സിലാക്കിയിരുന്നത് സ്പിരിച്വാലിറ്റി ഈസ് ഫോർ ഗ്രാറ്റിറ്റ്യൂഡ്. വൈ? ദേ ആർ എക്സ്പീരിയൻസിങ് സം ഗ്രേറ്റ്നസ്. അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് സ്പിരിച്വാലിറ്റി എന്നാണ്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഇതിലെപ്പോഴാണോ നമ്മളതിനെ റിഫൈൻ ചെയ്ത് ഹയസ്റ്റ് വേർഷനിലേക്ക് കയറ്റുന്നത്, അതിനനുസരിച്ച് നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ്റെ ലെയറും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈച്ച് ആൻഡ് എവ്രി വൺ അത് ഡിഫറെൻ്റ് ആണ്. അപ്പം സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ വെറുതെ സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാകുന്നു അവൻ എന്ന് പറയുമ്പോൾ നമ്മളെ ലൈഫിൽ നമ്മളെ സ്വാധീനിച്ച കുറേ സൃഷ്ടികളുണ്ട്, അത് മാത്രമേ നമ്മളെ മനസ്സിൽ വരുള്ളൂ. ശരിയല്ലേ? സർവ്വതും സൃഷ്ടിച്ചറിയുമ്പോൾ എൻ്റെ വീട്, എൻ്റെ നാട്, പിന്നെ അവിടുത്തെ വയൽ, ഓരോ പൂച്ചനെ, പിന്നെ മറ്റേ ഓരോ കാറ് സൃഷ്ടിച്ച്, ഇതൊക്കെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് അണ്ടകടാഹം എന്ന് പറയുമ്പോൾ തന്നെ, അഖിലാണ്ട മണ്ഡലം എന്ന് പറയുമ്പോൾ തന്നെ ഗാലക്സിയും സൂര്യനും പ്ലാനറ്റ്സും ഇത് മൊത്തത്തിൽ അണുവോടണിയാൻ അണുവിൻ്റെ ഉള്ളിലുള്ള അണുകണങ്ങൾ ഇതിൻ്റെ അകത്തുള്ളതിനെ പറ്റിയിട്ട് കാര്യമൊക്കെ ചിന്തിക്കുക. അങ്ങനെയൊന്നും സ്കാൻ ചെയ്യാൻ തന്നെ സമയമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു മിനിറ്റ് ബാക്കി ചൊല്ലില്ല, 1 മിനിറ്റ് ചോദിക്കില്ല, 1 മിനിറ്റ്. കാരണം ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തീർന്നില്ല, നാവുകൊണ്ട് പറഞ്ഞിരുന്നല്ലോ അത് തീർന്നു, പക്ഷെ അത് സ്കാൻ ചെയ്ത് തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തിൽ പോവും? ആ കണ്ടംപ്ലേഷനിൽ പോകും. എന്തൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതിന് നമുക്ക് എണ്ണിയാൽ ഒടുക്കാത്ത അത്രയും ചിന്തിക്കാനുണ്ടായിരിക്കും. അത് പറ്റുന്നിടത്തോളം സ്കാൻ ചെയ്ത് വരുമ്പോൾ നമ്മളെ ബോധം എൻ്റെ വീട്, എൻ്റെ പ്രശ്നം എന്നുള്ളിടത്തൊക്കെ മാറൊന്ന് വിശാലതയിലേക്ക് പോകും. അപ്പോൾ തന്നെ നമ്മളെ മൈൻഡിന് എക്സ്പാൻഷൻ സംഭവിക്കും. ഒരു രസം നിങ്ങൾക്ക് സ്വിച്ച് ഇട്ട ബൾബത്തുന്ന ഐറ്റം ആണ് ആ പ്രോബ്ലം എങ്കിൽ നിങ്ങൾക്ക് ആ പ്രെയറിൽ ചോദിക്കാൻ പോലും പിന്നെ തോന്നില്ല. കാരണം ആ ചിന്തയെ കൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകളിൽ അപ്പോൾ ഉത്തരം വരും, സൊല്യൂഷൻ വരും. നിങ്ങൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മളറിയാം ചില കാര്യങ്ങളുണ്ട് ചോദിക്കാതെ തന്നെ ഉത്തരം കിട്ടും. എന്താവശ്യമുള്ളൂ? നന്ദിയുള്ളവരായാൽ മതി. നമ്മൾ നന്ദി കാണിക്കേണ്ട ഭാഗമായിട്ടൊന്ന് സ്തുതിക്കായിരുന്നു. ഇത് ചെയ്തവൻ, ഇങ്ങനെയാക്കുന്നവൻ, അങ്ങനെയാക്കുന്നവനാണല്ലോ അവൻ. നമ്മളെ ചിന്ത അവൻ്റെ ക്വാളിറ്റിയിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് അഡ്വാൻസ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്താവാ എന്നുള്ള എന്തെങ്കിലും ഒരു തോട്ട് അങ്ങ് ഓപ്പൺ ചെയ്ത് തരും. ഇതിന് കൂടിയാണ് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അല്ലാണ്ട് എന്ത് മാത്രമല്ല വരാനിരിക്കുന്നതിന് മുന്നേ നന്ദി പറയലല്ല. അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഓൾറെഡി ഗ്രേറ്റ്നെസ്സിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അവെയർനെസ്സിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഇന്നത് വേണം, ഇന്നത് കറക്റ്റ് ആണെന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മനസ്സിന് ചെറിയൊരു എക്സ്പാൻഷൻ നടന്നപ്പോഴേക്ക് അതിൻ്റെ സൊല്യൂഷൻസ്, അതിൻ്റെ എക്സ്പീരിയൻസ് വന്നു പോവുകയാണെങ്കിൽ ചോദിക്കാതെ ഉത്തരം തരുന്നവനാണ് അവൻ. ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായാൽ നമ്മുടെ ഉള്ളിൽ ഗോഡ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് റീഫ്രെയിം ചെയ്യും? ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഉത്തരം തരുന്നവനാ. അപ്പോൾ നമ്മൾ അടുത്ത തവണ ചോദിക്കാൻ പോകുമ്പോൾ നമ്മൾ എക്സൈറ്റ്മെൻറ്റ് എന്താ? ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഉത്തരം തരുന്നവനാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? നമ്മളെന്താ ചെയ്യണത്? നമ്മൾ ചോദിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പോകുന്നു. ചോദിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെയുള്ള കലാപരിപാടികളുണ്ടല്ലോ, സ്തുതിഗീതങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ്, ഹംദ്, ഇതിങ്ങനെ തുറന്നിട്ട് അതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കാണാൻ വീണ്ടും ഓപ്പൺ ആവണം. അപ്പം നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നേരെ വരലല്ല, അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ക്ലാരിറ്റിയിൽ ഓപ്പൺ അപ്പ് ആവുന്ന മെൻ്റൽ സ്റ്റേറ്റിലേക്ക് മനസ്സിനൊന്ന് വികസിപ്പിക്കൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നത് നമ്മളെ ഓഫീസിൻ്റെ അല്ലേ വർക്ക് സ്പേസിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ പോലും നിങ്ങളെ മൈൻഡ് എത്ര എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളിവിടെയാണോ നിങ്ങളെ മനസ്സുണ്ടായിരുന്നത്? അല്ല, നിങ്ങളുടെ ബോധം എത്രയും നേരം എവിടെയായിരുന്നു? പരന്ന ബോധത്തിലായിരുന്നു. കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇവിടെ അല്ലാത്ത നിമിഷം, ഇവിടെ ഉള്ള സമയം നിങ്ങളുടെ മനസ്സെങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ മൈൻഡ് കുറച്ചുകൂടി പരന്നിട്ടുണ്ടായിരിക്കും അല്ലേ? മൈൻഡ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം മനസ്സ് കുറച്ച് എക്സ്പാൻഡ് ചെയ്യിപ്പിക്കലേ ചില കാര്യങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുക, നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം വേണ്ട എന്താണ്? സ്ട്രെങ്ത് സ്വീകരിക്കാനുള്ള വിശാലമായ മനസ്സുണ്ടാവണം. അതുകൊണ്ടാണ്
ദൈവത്തിൻ്റെ പ്രതിനിധികളെന്ന് സീൽ ചെയ്ത് ഇങ്ങോട്ട് വിട്ട പ്രവാചകന്മാരെ കുറിച്ചിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞത് അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റുകളിൽ ഒന്ന്, പ്രധാനപ്പെട്ട ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിനെ വിശാലമാക്കിയിരിക്കുന്നു. അപ്പോൾ ബുദ്ധിയുള്ള ഒരാൾ പ്രാർത്ഥിക്കാനും അത്ഭുതങ്ങൾ കാണാനും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ ആദ്യം അവൻ ഫോക്കസ് ചെയ്യുക അവൻ്റെ മനസ്സിനെ വിശാലമാക്കാനാണ്. കാരണം എന്ത് സംഭവിക്കേണ്ടതിൻ്റെ അടിസ്ഥാനത മനസ്സെന്ത് ചെയ്തിരിക്കും? വിശാലമായിരിക്കും. ഹൃദയത്തിന് വിശാലത. അപ്പോൾ നമ്മൾ പറയും ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവണേ. ഭക്ഷണത്തിൽ വിശാലതയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഹൃദയത്തിൻ്റെ വിശാലത. ഹൃദയത്തിന് വിശാലത ഉണ്ടാകണമെങ്കിൽ ഹൃദയം ഓൾറെഡി വിശാലമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെ ഇടുക്കുന്ന ഞെരുക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് കറക്റ്റ് ചെയ്യണം. റൈറ്റ്? അതിനാൽ നമ്മൾ മൈൻഡിൽ ഫങ്ഷൻ ചെയ്യണം, ഉള്ളിൽ വർക്ക് ചെയ്യണം എന്നെപ്പോഴും പറഞ്ഞത്. നമ്മൾ ഉള്ളിൽ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ ഉള്ളിലെ ചില പാരാമീറ്റേഴ്സ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഗോഡ് എന്ന അവെയർനെസ്സിന്, ഹയർ ഇൻ്റലിജൻസ്, ഹയർ കോൺഷ്യസ്നെസ്, ഗോഡ്ലി കോൺഷ്യസ്നെസ്, ഇതിനെ എത്ര ഇടുക്കിയിട്ടാണ് മനുഷ്യന്മാരുള്ളിലാക്കി വെച്ചിട്ടുള്ളതെന്നുള്ളത്. പല ആൾക്കാരുടെ ഉള്ളിലും പ്രാപഞ്ചികമായ തമ്പുരാന് ഫില്ല് ചെയ്തിരിക്കുന്ന എന്തായിട്ടാണ്? പ്രാദേശികമായ തമ്പുരാനായിട്ടാണ്. നമ്മൾ റൂമിനേറ്റിലൊക്കെ 3-4 ദിവസത്തെ ആ പരിപാടി കഴിഞ്ഞ് അങ്ങ് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പ്രാപഞ്ചികമായ ബോധത്തിലുള്ള തമ്പുരാനെ കംപ്ലീറ്റ് അങ്ങ് കിട്ടും, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കിട്ടും. അപ്പോൾ എന്തിനാ അങ്ങനെ? അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2-3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് നമുക്ക് ഈ ക്ലാരിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് വീട്ടിൽ പോയാൽ വീണ്ടും നമ്മളെ പ്രദേശത്തേക്ക് പോകുമ്പോൾ, നമ്മുടെ മുറിയിലേക്ക് പോകുമ്പോൾ, നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും സാധനം ഐ ഡി കാർഡ് മാറിയാൽ നമ്മൾ വീണ്ടും വേറെ ആളായി. അപ്പം അതിനപ്പുറത്തേക്ക് ഇതേപോലെ 2-3 ദിവസം നമ്മൾ മാറിയിരുന്നിട്ട് ഈ തോട്ടുകളെ ഇങ്ങനെ കണ്ടംപ്ലേറ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും മണിക്കൂറുകൾ, അത്രയും സെക്കൻഡുകൾ നമ്മൾ മാറ്റാതെ തന്നെ ഈ അവബോധത്തെ ആവർത്തിച്ചുകൊണ്ടിരിക്കാം. ചർച്ചകൾ വേറെ പലതായിരിക്കും, ചിലപ്പോൾ പാടലായിരിക്കാം, ചിലപ്പം പറയലായിരിക്കാം, ചിലപ്പോൾ ഫണ്ണായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ ഇൻറ്റൻഷൻ എത്രയേ ഉള്ളൂ? മൈൻഡ് എക്സ്പാൻഡ് ചെയ്യാം. മൈൻഡ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടഫായി തോന്നിയ പല കാര്യങ്ങളും ഭയങ്കര ഈസി ആയിട്ട് തോന്നി തുടങ്ങും. അതിനുള്ള ആകെയുള്ള വഴി എന്താ? മൈൻഡ് എക്സ്പാൻഡ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഏത് പ്രോബ്ലമാണ് മോസ്റ്റ് ചലഞ്ചിങ് ആയി തോന്നുന്നത്? ഞാൻ പറഞ്ഞു ആ പ്രശ്നത്തെക്കാളും മുകളിലേക്ക് നിങ്ങളുടെ മനസ്സ് വികസിപ്പിച്ചിട്ടില്ല. ഇനി തമ്പുരാനെങ്ങാനും അതിൽ നിങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ നേരിടാനുള്ള എക്സൈറ്റ്മെൻറ്റോട് കൂടി നേരിടാനുള്ള ഹൃദയ വിശാലത നിങ്ങൾക്ക് തരും. ഇപ്പോൾ ചില ആൾക്കാരായിട്ടുണ്ട് മൗണ്ടേനിയസ്. നമ്മൾ നോക്കി ഇവരെന്തിനാണ് കഷ്ടപ്പെട്ടിട്ട് ഈ എവറസ്റ്റിൻ്റെ മുകളിലൊക്കെ പറ്റി പിടിച്ച് കയറ്റുന്നതെന്ന്. നമുക്കത് കാണുമ്പോൾ തല ചുറ്റും. നമുക്കത് കാണുമ്പോൾ ആരെങ്കിലും ചെറിയൊരു ട്രക്കിങ്ങിന് 10 അടി കയറൽ വെച്ചാൽ എനിക്കൊരു തലവേദന, ഇപ്പോൾ ഞാൻ വെള്ളം കുടിച്ചാൽ നിങ്ങൾ കയറിട്ട് അപ്പോൾ വരട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ മെല്ലെ എസ്കേപ്പ് ചെയ്യും. കാരണം നമുക്ക് ആങ്സൈറ്റിയാണ് വരുന്നുകൊണ്ടിരിക്കണം. വി ആർ ആങ്ഷ്യസ് അബൌട്ട് ഇറ്റ്. എന്നാൽ അതേ സമയത്ത് ഇത്രയും ഉയർന്ന മല കാണുമ്പോൾ ഒരു കാര്യമില്ലാണ്ട് അവർ ത്രില്ലടിച്ച് കയറുന്നുണ്ടെങ്കിൽ ആ മലയെക്കാളും വികസിച്ചിട്ട് അവരെ മനസ്സ്. അതുകൊണ്ട് അവർക്കത് കീഴടക്കുന്നതിനെ പറ്റി ആയിരിക്കും എന്താ ഫീൽ ചെയ്യണത്? ത്രില്ലാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മൾ ചെറിയൊരു മുട്ടക്കുന്ന് കാണുമ്പോഴത്തേനും നമ്മളെ മനസ്സെന്താ? കുഞ്ഞിക്കുരുവോളായിരിക്കണം. ഇത് കാണുമ്പോൾ നമുക്കും അതാണ്ട് ഇതാ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഏത് വലിയ പർവ്വതങ്ങളെ കീഴടക്കണമെങ്കിലും പർവ്വതങ്ങളെക്കാളും വികസിച്ച അവസ്ഥയിൽ ആദ്യം എന്തെത്തണം? മനസ്സെത്തണം. തമ്പുരാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ മനസ്സിന് എന്ത് തരും? വിശാലത തരും, ഹൃദയ വിശാലത തരും എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയ വിശാലതകൾ ചുരുങ്ങിപ്പോകാൻ, കുടുങ്ങിപ്പോകാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മൾ ആരെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ, ആരുടെയെങ്കിലൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അവരെ വികസിപ്പിക്കുന്നതിന് പകരം ചുരുക്കാനുള്ള എന്തെങ്കിലും സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ കർമ്മ. ഞാൻ ആ സാധനം ഉള്ളിൽ നിർത്താലേ എനിക്കെന്ത് കിട്ടുള്ളൂ? മോക്ഷം കിട്ടുള്ളൂ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എന്നെ രക്ഷിക്കണേ പ്രാർത്ഥിക്കുക. നിൻ്റെ ഹൃദയം വിശാലമാക്കാൻ തമ്പുരാനോ ഓക്കെയാണ്. പക്ഷേ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമിയിലുള്ള ആരോടൊക്കെ നീ കാരുണ്യം കാണിച്ചിട്ടില്ല. ഓരോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഓരോ തുറന്നു വിടാതെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു ലോക്ക് സിസ്റ്റത്തിലാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം, ഒരാളെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. ഒന്നേ നല്ലതറിയാം, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഓരോരുത്തരും ഓരോ അവസ്ഥയിലാക്കിയതിന് വരെങ്കിൽ ഓരോരോ റീസൺസ് ഉണ്ടായിരിക്കും. അത് ജഡ്ജ് ചെയ്യേണ്ട ആൾക്കാരല്ല നമ്മൾ, അത് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. നമുക്ക് നമ്മളിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ അത്രമാത്രം ഉണ്ടെന്നുള്ളതാണ്. അപ്പം ചോദിക്കുന്നവനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ചോദ്യകർത്താവ് ആരായി ചോദിക്കുന്നു എന്നതും ആരോടാണോ ചോദിക്കുന്നത് അവനെ ഏത് ഡൈമെൻഷനിൽ കാണുന്നു, ഈ 2 അവെയർനെസ് കറക്റ്റായിട്ടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു ചോദ്യം കറക്റ്റാവും. എന്നതുകൊണ്ട് മാത്രമാവില്ല, കാരണം ഇത് കുറച്ച് നേരത്തെ GT അതിലെനിക്ക് ഫുള്ളൊന്നും പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എപ്പോഴും പറയുന്നത് GT ഒരു അവെയർനെസ്സാണ്. പക്ഷേ ഈ അവെയർനെസ്സിനെ കുറേ കാലം കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിത് സംസാരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ 2 അവെയർനെസ് ഷിഫ്റ്റ് മാറിയിട്ടുണ്ടെങ്കിൽ ഈ അവെയർനെസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡാറ്റ മാക്സിമം ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മൈൻഡ് ഈ അവെയർനെസ്സിൽ എന്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ, ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല ഇരിക്കുന്ന മൈൻഡ്, ഈ എക്സ്പാൻഡഡ് മൈൻഡ് സ്റ്റേറ്റിൽ എന്തൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും ആ ചേഞ്ചസ് ഒക്കെ മൈൻഡ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ ന്യൂറോളജിക്ക് കുറച്ചുകൂടി ഈസിനെസ് കിട്ടി ഡാറ്റ മാറ്റുമ്പോൾ പ്രോസസ്സ് ചെയ്യാൻ.
നിങ്ങളുടെ സെൽഫ് ഇമേജ്, നിങ്ങൾ ആരായി കാണുന്നു, അതിനനുസരിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ എൻറ്റയർ സെല്ലുകൾക്ക് പോലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ലോകത്തിലെ ഏറ്റവും ദാരിദ്ര്യം എന്നാൽ നിങ്ങളുടെ സെൽഫ് ഇമേജ് എങ്കിൽ ആ ഡാറ്റ വെച്ചിട്ടാണ് നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, ദാരിദ്ര്യത്തിൻ്റെ കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഇവിടെ വന്നാലും ഞാനിതിനൊക്കെ പറ്റിയ ആളാണോ, ഞാനിവിടെ വന്നിരിക്കാൻ പറ്റിയ ആളാണോ. അപ്പോൾ ആ കെമിക്കൽസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സദാസമയവും, റൈറ്റ്. അതേ സമയത്ത് ഇപ്പോൾ ഞാൻ ആരാന്ന് ചോദിക്കുമ്പം എനിക്കൊരു ഇസ്സത്തുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള മനുഷ്യരെക്കാളും ഇത് ഞാൻ ആരുടെ ക്രിയേഷനാണ് എന്ന് ഓർക്കുമ്പോൾ കിട്ടുന്നൊരു സെൽഫ് എസ്റ്റീം നമ്മളിരിക്കുമ്പം സെൽഫ് ഇമേജ് താനേ കൂടും. സെൽഫ് ഇമേജ് കൂടില്ല നമ്മൾ ആരാന്ന് ഓർക്കുമ്പോൾ യെസ്, നമുക്ക് ആ ഡിവൈൻ ബ്യൂട്ടി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനത്തെ റിമെമ്പറൻസിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഇസ്സത്ത്, അതാണ് സെൽഫ് ലവ്, അതാണ് സെൽഫ് ഇമേജ്, അതാണ് സെൽഫ് എസ്റ്റീം, അതാണ് ഈ പറയുന്ന മായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും. ഈ കണക്ഷൻ ഇല്ലാണ്ട് നിങ്ങളെ സെൽഫ് ഇമേജ് കൂട്ടാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് കാണാം, സെൽഫ് ഇമേജ് വർദ്ധിപ്പിക്കണം, എന്നിട്ട് ഉള്ള ഈഗോ മൊത്തം വർദ്ധിപ്പിക്കും. അപകടമാണ്. വെളിച്ചമില്ലാത്ത ജ്ഞാനം. സാധനം കറക്റ്റാണ്, സെൽഫ് ഇമേജ് കൂട്ടണം. പക്ഷെ ഏത് അവെയർനെസ്സിൽ നിന്നിട്ട്, ബിസ്മിയിൽ നിന്നിട്ടാണോ കൂട്ടിയത്? അല്ലെങ്കിൽ സെൽഫ് ഇമേജ് കൂട്ടി പോകുമ്പോഴത്തേക്ക് കൂടെയുള്ള കുറേ ആൾക്കാർ പോയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മളെന്താ പറയുക, മറ്റേ തിയറി പറയും, നമ്മൾ വളരുമ്പോൾ നമ്മൾ അർഹിക്കാത്തവരൊക്കെ നമ്മളെ വിട്ട് പോവും, തേങ്ങ. കാരണം അതെന്തുകൊണ്ടാണ് സംഭവിക്കാനുള്ള കാര്യം, നിങ്ങളുടെ ഉള്ളിൽ എന്താ നിറഞ്ഞത്? ഈഗോ ആണ് ആക്ച്വലി എന്ത് ചെയ്തത്, നിറഞ്ഞു വന്നത്. എന്നാൽ നിങ്ങളുടെ സെൽഫ് ഇമേജിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ദ ഡിവൈൻ അവെയർനെസ് നിൽക്കുമ്പോൾ ഞാൻ ആരാണ്, അതിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സെൽഫ് ലവ്, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കണമെങ്കിൽ എക്സാക്ട്ലി നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് കാണാൻ പറ്റും. ആ ഇമേജ് ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ന്യൂറോളജിക്ക് പുതിയൊരു ഡയമെൻഷനിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരുപാട് ഞാനിതുള്ള എല്ലാ ഡാറ്റകളും പോകും. ഒന്നാലോചിച്ചൊക്കെ, നിങ്ങളുടെ ചതിക്കാനായിട്ട്, നിങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട് ചുറ്റിലും 100 ആൾക്കാർ ഇരിക്കുക വിചാരിക്കുക. 100 ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്താനോ ചതിക്കാനായിട്ട് ചുറ്റിലുണ്ടെങ്കിൽ ദിവസം നമ്മുടെ ദിക്ർ എന്തായിരിക്കും? ചുറ്റുള്ള ആൾക്കാരെ പറ്റി തന്നെ നമ്മൾ ദിക്ർ എല്ലിക്കൊണ്ടിരിക്കുക. എന്താവും. എന്നാൽ ഇത്രയും ആൾക്കാരെ പറ്റി തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നത് ആ ആള് എന്നെ ചതിക്കാനിരിക്കുന്ന, എന്നെ കുറ്റപ്പെടുത്തുന്ന ആ ആളെ പറ്റി ഞാൻ ഓർക്കുമ്പോൾ ആ ആൾക്ക് മുന്നിൽ ഒന്നുമല്ലാതാവുന്ന എന്നെയാണ് ഞാൻ സ്മരിക്കുന്നത്, റൈറ്റ്? ഇങ്ങനെ ഓരോ ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ മനസ്സിൽ ചില ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമോ വല്ലാണ്ട് ഇറിറ്റേഷനോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ആളെക്കാളും കൂടുതൽ, ആ ആളെ ഓർക്കാം എന്നുള്ളതിനേക്കാളും കൂടുതൽ ആ ആളെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ വേറൊരു ഐഡൻറ്റിറ്റി ഓണാകുന്നുണ്ട്. അതാണ് പ്രശ്നം. ക്ലിയർ ആയില്ലേ? ഒരു എക്സാമ്പിൾ, ഏഡിയൻ ടോക്സ് ഇവിടെ എന്ന് ആലോചിക്കുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളെ ആരായിട്ടാണ് കാണാൻ പറ്റുന്നത്? ദാരിദ്ര്യം പിടിച്ച് ഒന്നിനും പറ്റാത്ത ലോക്കായി പോയി അങ്ങനെയാണോ കാണാൻ പറ്റുന്നത്? അറ്റ്ലീസ്റ്റ് ഒരു കംഫർട്ടെങ്കിലും കുറച്ച് ഈസിനെസ് എങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ ഞാൻ, എൻ്റെ സാന്നിധ്യം, എൻ്റെ ഓർമ്മ നിങ്ങളിൽ നിങ്ങളുടെ നല്ല വേർഷനല്ല ഉണർത്തി തരേണ്ടത്. അങ്ങനല്ലേ നമ്മളാവേണ്ടേ? നല്ല വാക്ക് പറയല്ല, നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോഴോ നമ്മളുമായിട്ടുള്ള സാമീപ്യത്തെക്കുറിച്ച് സ്മരിക്കുന്ന ആൾക്ക് നമ്മളെപ്പറ്റി നല്ലത് ഓർക്കുക എന്നുള്ളതല്ല, ആരാണോ സ്മരിക്കുന്നത് അവർക്ക് അവരെ പറ്റിയിട്ട് നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ 100ഓളം ആൾക്കാർ അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ചുറ്റിലുണ്ടെങ്കിൽ ഈ ഓരോ ആൾക്കാരെ പറ്റിയുള്ള ഓർമ്മയും നമുക്കുള്ളിലെ വേസ്റ്റ് ഇമേജസ് ആണ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കുള്ളിൽ എത്രത്തോളം വേസ്റ്റ് ഇമേജ് എടുക്കുന്നുണ്ട്? ഇതിൽ നിന്നും ആകെ മോക്ഷം കിട്ടാനുള്ള ഒരു വഴി എന്താ? ഇതിനൊക്കെ മീതെ ഇവരെ പഠിച്ചതും എന്നെ പഠിച്ചതും ഒരാളാണ്. അവൻ നീതിമാനാണ്, എനിക്കവനുണ്ട് എന്നൊരൊറ്റ തോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിതിനൊക്കെ മൊത്തത്തിൽ ഫ്രീ ആയ അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ തോട്ട് നമ്മളിൽ ഏത് ഇമേജ് അപ്പം ഉണ്ടാക്കിയേ? ഇപ്പോൾ 100 ആൾക്കാർ തല്ലാൻ വരുന്നു, എനിക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷേ ദർ ഇസ് സമ്മൺ ഹു ഈസ് ഗൈഡിങ് മീ ആൻഡ് ദം. അതിന് മീതെയുള്ളവനുണ്ട് എന്ന് ഓർക്കുമ്പോഴേക്ക് ഞാൻ എന്നെപ്പറ്റി ഓർക്കുന്ന സ്ട്രെങ്ത് മാറി. അതാണ് ഡിവൈൻ അവെയർനെസ്സിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു സ്പോണ്ടേനിയസ് എമർജൻസി മൊമെൻറ്റിൽ, ഒരു ട്രോമ മൊമെൻറ്റിൽ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള സഡൻ മൊമെൻറ്റിൽ മാത്രം പഠിച്ചോനെ എത്തുന്നതിനപ്പുറത്തേക്ക്, ഞെട്ടിയിട്ട് പഠിച്ചോനെ പിടിക്കുന്നതിനപ്പുറത്തേക്ക് അത് സ്ഥായിയായ ഭാവത്തിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചുറ്റിലുള്ള ഒന്നും നമ്മളെ സ്വാധീനിക്കാത്ത അവസ്ഥയിലെത്തും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെങ്കിൽ ആദ്യം നമ്മളെ ചുറ്റിലുള്ള ഒന്നും സ്വാധീനിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മളെത്തണം. അങ്ങനെ മാത്രമേ നമ്മളെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ പറ്റില്ല. ചിലർ പറയും എനിക്ക് കുറേ വർക്ക് ചെയ്യാണ്ട്, പക്ഷെ എന്താ വേറെ ഇതുള്ളതുകൊണ്ട് അതുള്ളതുകൊണ്ട് അങ്ങനെയുള്ളത് ഇതെല്ലാം തലയിൽ കയറിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് എന്താണോ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ഡൈവേർട്ട് ചെയ്യുന്ന കുറേ എലമെൻറ്റുകൾ അതൊക്കെ എൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക, അതൊക്കെ എന്നിലെ വേസ്റ്റ് സെൽഫിനെയാണ് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താ പരിഹാരം ചോദിച്ചു കഴിഞ്ഞാൽ
ഇതിൻ്റെ ഒക്കെ മീതെ നിൽക്കുന്ന ബോധത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് ഇമോഷണലി പറ്റണം, ബൈ സ്റ്റേറ്റ് ഷിഫ്റ്റ് പറ്റണം എന്നുള്ളതാണ്. അത് ജ്ഞാനം കൊണ്ട് പറ്റണം. ഞാനിപ്പോൾ ഇത്രയും നേരം സംസാരിച്ച കാര്യം എവിടെയെങ്കിലും നിങ്ങളെ ഇമോഷണൽ ആക്കിയിട്ട് കരയിപ്പിച്ചിട്ടാണോ ഞാനത് പറഞ്ഞത്? കാരണം വൈകാരികതയ്ക്ക് മുകളിലാണ് വിവേകം. ജ്ഞാനം എന്ന് പറയുന്നത് പ്രകാശമാണെങ്കിൽ അത് വിവേകം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് കുറച്ച് വന്നാൽ ക്ലിയർ ആവും. ഇപ്പോൾ GT ഒക്കെ വരുന്ന ചില ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കര കട്ടിയാണ്, ഭയങ്കര കട്ടിയുള്ള ക്ലാസ്സാണ്, കുറച്ച് പണിയാണെന്നൊക്കെ പറയും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ക്ലാസ് അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ ഇരുന്ന് ഇത് കണക്ട് ആക്കാൻ നിങ്ങളെ അവെയർനെസ് ഏതോ മുകളിലേക്ക് പോകും. അതിനുള്ള ഈസിയസ്റ്റ് പാത്ത് ഞാൻ ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കണേ. അതേ സമയത്ത് കുറേ ആൾക്കാർക്ക് വേഗം കണക്ട് ചെയ്യാൻ തന്നെ അവർക്ക് ഇമോഷണലായിട്ട് പറഞ്ഞാൽ കണക്റ്റിംഗ് ആവുകയാണെങ്കിൽ അവർ ഇമോഷണൽ എൻ്റർടൈൻമെൻറ്റാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിവിടെ ഇല്ല, സോറി. ബിക്കോസ് ദേ ജസ്റ്റ് നീഡ് ഇമോഷണൽ എൻ്റർടൈൻമെൻറ്റ്. ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുമ്പം കെമിക്കൽസാണ് കൂടുതൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജ്ഞാനം പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് പ്രകാശമാണ്, നൂർ, ബയോഫോട്ടോൺസ്, അതാ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, വികാരങ്ങൾ അതിപ്രസരിക്കുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ കൂടുതലായിട്ട് നമ്മളിൽ നടക്കുന്നു. ഹോർമോണൽ ആക്ടിവിറ്റീസ്, കെമിക്കൽ റിയാക്ഷൻസ്. അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചൂട് അല്ലേ ഒക്കെ ഫീൽ ചെയ്യുക. കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് റിഫ്ലെക്ട്സ് നാർ, തീയാണത് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ മീതെ, ആ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ മീതെ ദിവ്യജ്ഞാനത്തിൻ്റെ ബോധം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ ഇമോഷണൽ ആകുന്നിടത്തുനിന്ന് എല്ലാ ഇമോഷൻസും ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് ഒരു ഇമോഷനും ഇല്ലാണ്ട് കൂളായിട്ട് പ്രശ്നങ്ങൾ നോക്കി കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ ആ നാറിന് മീതെ 100 കണ്ടെത്തി നമ്മൾ. അതിലെത്താനല്ലേ പക്ഷം നമ്മൾ ഗൈഡാണ്. എന്നാൽ വേറെ കുറേ ആൾക്കാരുണ്ട് ഇമോഷൻസ് ഉള്ളവരെ വീണ്ടും ഇമോഷൻ്റെ മുകളിൽ വീണ്ടും ലൂപ്പാക്കി വിടാം. ഇറ്റ്സ് എ ക്രൈം. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അതേ പറയുന്നത് ജ്ഞാനമുള്ള അറിവ് സ്വീകരിക്കണം. ജ്ഞാനമുള്ള അറിവ് എന്നാൽ പ്രകാശമുള്ളത് സ്വീകരിക്കണം, പ്രകാശബോധത്തിലായിരിക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഓരോ GTകളിലും സെഷൻസിലൊക്കെ തന്നെ ഒരു തരത്തിലുള്ള ഇമോഷണൽ ലെയേഴ്സും ടച്ച് ചെയ്യാതെ തന്നെ നമ്മൾ എന്തോരം ഹീലിങ്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആകെ പറഞ്ഞത് സറണ്ടേഡ് ആയിട്ടിരിക്കുക. ബിക്കോസ് നമ്മളെ ആക്സസ് ചെയ്യുന്നത് സാധാരണ മൈൻഡ് ലെവലിൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ലെവലിൽ ആൾക്കാർ കൈകാര്യം ചെയ്തെടുക്കുന്നതിൻ്റെ മീതെ 5th ഡയമെൻഷൻ ഉണ്ട്. അതാണ് ഞാൻ എപ്പോഴും പറയാം, ഹയർ കോൺഷ്യസ്നെസ്. നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ അങ്ങനെ ഒരു സ്പേസ് കൂടി പഠിച്ചോൻ വെച്ചിരിക്കണ്. നമ്മളെ ചോയ്സാണ് ഏത് ലെവലിൽ സൊല്യൂഷൻ വേണം. അപ്പോൾ അതിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഗ്രേറ്റ്. പക്ഷേ ഇമോഷണൽ ലെവലിൽ 4th ഡയമെൻഷനിൽ മാത്രം കാര്യങ്ങൾ നോക്കാൻ സെറ്റ് ചെയ്ത ഒരാൾ ഇവിടെ ഇരുന്നാൽ അവരെ 4th ഡയമെൻഷന് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്തുണ്ടോ. ഇതാണല്ലേ, ഇത് നമ്മൾ പഠിച്ച മറ്റേതല്ലേ, നിങ്ങൾ പഠിച്ച ഒരു തേങ്ങയല്ലത്. വേണമെങ്കിൽ നമുക്കങ്ങനെ കണക്ട് ചെയ്യാം. ഇത് ഞാൻ പഠിച്ചതല്ലേ, ഞാൻ പഠിച്ചതല്ലേ. നിങ്ങളിപ്പോഴും ഹയസ്റ്റ് ലെവൽ ഓഫ് എനർജി ആൻഡ് അവെയർനെസ് നിൽക്കാനുള്ള സ്പേസിൽ നിന്നും നമ്മുടെ 4D ലെവലിലേക്ക് ഇതിനെ താഴ്ത്തിക്കൊണ്ടിരിക്കുക. അത് ഞാൻ പറയാം, പ്ലീസ് ഡു സറണ്ടർ, പ്ലീസ് ബി ഫ്രഷ് ആയിട്ട് ഇവിടെ ഇരുന്നോളൂ പറയാനുള്ള കാരണം നമ്മൾ ആ വിജ്ഞാനത്തിൻ്റെ തലത്തിൽ ആ ലൈറ്റ് ഡയമെൻഷനിൽ നിന്നിട്ടാണ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ബ്രിങ്സ് നാച്ചുറൽ റിസൾട്ട്സ്. അതിനാണ് GTയെ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. വാട്ട് യു എക്സ്പീരിയൻസ് ഹിയർ വിൽ ബി എൻ്റയർലി ഡിഫറെൻറ്റ് എന്ന് പറയാനുള്ള കാരണം. ബട്ട് ചില ആളുകൾക്ക് എന്തുകൊണ്ട് ഇഫക്റ്റീവ് ആണല്ലോ ചോദിച്ചാൽ ഞാൻ എപ്പോഴും കണ്ടൊരു മിസ്റ്റേക്ക്, അവർ വേറെ കുറേ ഐഡൻറ്റിറ്റി വെച്ച് ഇവിടെ ഇരിക്കും. ഐഡൻറ്റിറ്റി ഓഫ് കോച്ച്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഓഫ് മദർ, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഓഫ് ദ ഓൺടർപ്രണർ. അപ്പോൾ ആ 4th ഡയമെൻഷൻ ഞാൻ പറയാം അതൊക്കെ സെറ്റാവും. ബി ഇൻ ദ 5th ഡയമെൻഷൻ അവിടെ വന്നിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏത് ഐഡൻറ്റിറ്റിയിലിരിക്കുന്നത്? ഇവിടെ കോച്ചസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കണം, കോച്ചസിന് ക്ലാസ് എടുക്കുന്ന ഒരാളായിട്ട് ഞാൻ ഇരിക്കണ്ടേ? ആ ഐഡൻറ്റിറ്റി ഞാൻ ഇരുന്നാൽ സാധാരണക്കാരുണ്ട്, ഓർക്കാനും പറ്റൂല. അപ്പോൾ ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാണ് അവസ്ഥ ഇരിക്കണ്ടേ. അപ്പോൾ കോച്ചസ് നമുക്കൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും നിങ്ങളും ഒരു ഐഡൻറ്റിറ്റി വെക്കണ്ട, ഞാനും ഒരു ഐഡൻറ്റിറ്റി വെക്കണ്ട. ഐഡൻറ്റിറ്റികൾ ഇല്ലാത്ത സമയം അപ്പോഴാണ് നമ്മൾ പഠിച്ചവൻ്റെ മുന്നിലെത്തുന്നത്. റൈറ്റ്? നിങ്ങളുടെ എല്ലാ ഐഡൻറ്റിറ്റികളും മാറ്റണം. അതാണ് നത്തിങ്നെസ്. നിങ്ങൾ നത്തിങ്നെസ്സിലെത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾ എവ്രിതിങ്നെസ്സിൽ നിൽക്കുന്ന എല്ലാമായതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അത് പറയുമ്പോൾ ഈസിയാണ്, പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ചലഞ്ചിങ് ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഇങ്ങനെ എല്ലാ ഞായറാഴ്ച വന്ന് പ്രാക്ടീസ് ചെയ്തേക്കും നമ്മൾ അറിയാണ്ട് പതിയെ നമ്മൾ ആ സ്റ്റേറ്റിലേക്ക് എത്തും. ഇറ്റ് ബ്രിങ്സ് മാജിക്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ ചോദിച്ചു തുടങ്ങിയത് ഇതായിരുന്നു, എത്ര പേർക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ, മാജിക്സ് എക്സ്പീരിയൻസ് ചെയ്യണം? അത് പറയാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചില മാജിക് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പം നേരത്തെ ഈ റൂമിൽ ഇരുന്നിട്ട് പഠിച്ചവനെ ഒരു മെഴുകുതിരി തരണമെന്ന് ചോദിച്ച ആൾക്ക് പെട്ടെന്ന് ഒരാൾ എത്തുന്നുണ്ട് ഈ സ്വിച്ച് ഇട്ട് ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കും, അയാൾക്ക് ഇതെന്താ മാജിക് അല്ലേ? എന്താ നടത്തി കൊടുത്താക്കോ? പിന്നെന്താ ഭയങ്കര ഓവറാക്കണ, ഒരു സ്വിച്ച് ഇട്ടാൽ ഏറ്റവും ഇതിന് മാത്രം ഉണ്ടോ? ബട്ട് അവർക്കൊരു ജ്ഞാനം കിട്ടി, ഒരു ഓപ്പൺനെസ് കിട്ടി. റൈറ്റ്?
അപ്പോൾ ഇതുപോലെ എല്ലാത്തിൻ്റെ സൊല്യൂഷൻസ് അങ്ങനെ നമുക്ക് സർപ്രൈസിങ് ആയിട്ട്, വേറെയുള്ളവർക്ക് സർപ്രൈസിങ് ആണ് ഒരു നിർബന്ധമില്ല, നമ്മളുടെ ലൈഫ് നമുക്കുള്ള സർപ്രൈസുകളാണ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും ഇല്ല അല്ലേ, പക്ഷെ ഞാനത് സെലിബ്രേറ്റ് ചെയ്യണം. വൈ? എനിക്കിത് സർപ്രൈസിങ് ആണ്, എനിക്ക് ഈ ഡെഫിനേഷൻ ആദ്യമായിട്ടാണ് ഓപ്പൺ അപ്പ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ സർപ്രൈസ്ഡ് ആയിട്ട് മിറാക്കുലസ് ആയിട്ട് നിങ്ങളെ ലൈഫിനെ മീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മളുടെ പ്രാർത്ഥനയും പ്രയത്നവും അൾട്ടിമേറ്റ് ഐഡൻറ്റിറ്റിയിലായിരിക്കണം, ഹയസ്റ്റ് ഐഡൻറ്റിറ്റിയിലായിരിക്കണം. സോ ഇന്ന് മുതൽ ഇതിൽ ഒരാളുടെയെങ്കിലും പ്രെയറിൽ മറ്റെല്ലാ ഐഡൻറ്റിറ്റിയും മാറ്റി വെച്ചിട്ടുള്ള ഹയസ്റ്റ് ഐഡൻറ്റിറ്റി സംഭവിക്കുകയാണെങ്കിൽ അത് മാത്രം മതി എനിക്ക്. ദാറ്റ്സ് ഇനഫ്. ബട്ട് ദേ വിൽ മീറ്റ് സം മിറാക്കിൾസ്. കാരണം നമ്മൾ ഇന്നേ വരെ നമ്മുടെ കോമൺ ഐഡൻറ്റിറ്റിയിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലും കോമൺ ആയിട്ടുള്ള ഗോളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഏത് നിമിഷത്തിലാണോ നമ്മുടെ ഹയസ്റ്റ് ഐഡൻറ്റിറ്റിയിൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നമ്മൾ ഓപ്പറേറ്റ് ചെയ്തൊരു റിസൾട്ട് തന്നെ നമുക്ക് യുറേക്ക മൊമെൻ്റ് ആയിരിക്കും. നമ്മൾ ഇത് ശരിയാട്ടോ പറഞ്ഞത്, സംഭവം ഉണ്ട് കേട്ടോ, സംഭവം കൊള്ളാട്ടോ. ഞാൻ നേരത്തെ ഒരു കേസ് സ്റ്റഡി പറഞ്ഞതുപോലെ, പലരുടെ കേസ് സ്റ്റഡി പറഞ്ഞ പോലെ, ഇപ്പം സർജറി കഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞു, നടക്കാൻ പറ്റുന്നില്ല, പക്ഷേ കുറച്ച് നേരം GTയിൽ ഇരുന്നപ്പോൾ എണീക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ, സർജറി കഴിഞ്ഞ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾ സദാസമയം ഇരിക്കുന്നത്. അതൊന്നും ഇല്ലാത്ത ഒരാളെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അത് മറക്കും, ഇങ്ങനെ അസുഖമുള്ളതൊക്കെ മറക്കും. അതിൽ പോയിട്ട് കുറച്ച് നേരം ഇരിക്കും, വേദന മറന്നുപോയി, ഇത് മറന്നുപോയി, അത് മറന്നുപോയി. കാരണം എന്താ? നിങ്ങൾ ആ ബോധമേ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോയി. ആ ബോധം നിലനിൽക്കുമ്പോഴേ ആ അസുഖത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊരു രോഗിയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോശങ്ങളൊക്കെ രോഗത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കണ്ടേ? അല്ലാതെ ബ്രെയിന് പറയുന്നത് നീ രോഗിയാണ്, അപ്പോൾ എന്ത് ചെയ്യണം? രോഗിയാക്കാനുള്ള കെമിക്കൽസ് ബ്രെയിന് പ്രൊഡ്യൂസ് ചെയ്യണം, മരിക്കാനുള്ള പണി കോശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ബ്രെയിനിൽ ഒരു സാധനം മാറി, ഞാൻ ആരോഗ്യവാനാ എന്നൊരു സാധനം മറിഞ്ഞ് കയറിപ്പോയാൽ പെട്ടെന്ന് കോശങ്ങളൊക്കെ മറന്നു നമ്മൾ രോഗികളാണ്. അപ്പോൾ ഒരു സ്വയം മരിക്കുക എന്നുള്ളത് നിർത്തിയിട്ട് ഭയങ്കര എനർജറ്റിക് ആയി തുടങ്ങും. സംഭവിക്കാമല്ലോ. അതാണ് പഠിച്ചോൻ്റെ കുൻ ഫയക്കൂൻ ബി ആൻഡ് ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് ആവാറ്, അത് അങ്ങോട്ട് മാറിത്തോടും. അത് നമ്മൾ അനുഭവിക്കും, നമുക്കെന്ത് തോന്നും? വാവ്, മാജിക്കൽ. പക്ഷേ ഇത് മാജിക്കലായിട്ട് നമുക്ക് തോന്നും നമുക്ക് വേറെ ഐഡൻറ്റിറ്റി ഉള്ളതുകൊണ്ടാണ്. എന്നാൽ നമുക്ക് ആ ഹയസ്റ്റ് ഐഡൻറ്റിറ്റിയിൽ മാത്രം നമ്മൾ നിൽക്കണമെങ്കിലോ ഇതൊരു വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റണം നമുക്ക്. ഓക്കെ, സോ ഈ രണ്ട് ഐഡൻറ്റിറ്റി ഷിഫ്റ്റുകൾ വരുത്താം. ഞാൻ ആരായി ചോദിക്കും, ഞാൻ ആരായി പ്രവർത്തിക്കും. ഒരു കാര്യം ചെയ്യുമ്പം ഡാറ്റ പ്രോസസ്സ് ചെയ്യുക, ഐഡൻറ്റിറ്റി പ്രോസസ്സ് ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരായിട്ടിരിക്കുന്നു. ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളോട് വയ്ക്കുക, ഞാൻ ആരായിട്ടാണ് പോകുന്നത്. ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ ആരായിട്ട് ഉറങ്ങണേ? നാളെ കുറേ ഉണ്ടല്ലോ. പ്രശ്നം ആലോചിക്കുമ്പോൾ നിങ്ങൾ ഏത് ഐഡൻറ്റിറ്റിയിലാണ്? ആ ഐഡൻറ്റിറ്റി ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓരോരുത്തരും ഓപ്പറേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ആ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ സറണ്ടർ ചെയ്യുന്നുണ്ട് എവിടെ. ആ സറണ്ടർ ചെയ്യുന്ന തമ്പുരാൻ അവൻ എന്ന് പറയുമ്പം അവൻ നിങ്ങൾ ആരായിട്ട് കാണുന്നു? പ്രാദേശികമാണോ പ്രാപഞ്ചികമാണോ? ഈ രണ്ട് രീതിയിലായി തന്നെ ചോദിക്കുന്ന ആളും ഉത്തരം തരുന്ന ആളും തമ്മിലുള്ള ഡാറ്റ കണക്റ്റഡായി, അവെയർനെസ് കണക്റ്റഡായി, ദറ്റ് യു ക്യാൻ സി മാജിക്സ് ഹാപ്പനിങ് എന്നുള്ള. വീണ്ടും ഞാൻ പറഞ്ഞു, ഇതിന് അൾട്ടിമേറ്റ് ആയിട്ട് എടുക്കരുത്, ഇതൊരു അവെയർനെസ് മാത്രമാണ്. വി ഹാവ് ടു ലേൺ പ്രാക്ടിക്കലി. ഒന്നെങ്കിൽ ഗൈഡഡ് കോഡിലൂടെ എങ്കിലും മിനിമം പോവാം. അതിലേക്ക് വേറെ ഏതെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ, പെയ്ഡ് വർക്ക്ഷോപ്സ് ഉണ്ട്, അതിൽ ഏതിലൂടെങ്കിലും പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സ്ട്രക്ചർ. നിങ്ങൾക്ക് ആ സ്ട്രക്ചർ കിട്ടും. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് മേ യു ഫീൽ ലൈക്ക് ഇത് അവിടെ ഉള്ള ഇത് ഇവിടെ ഉള്ള, ദാറ്റ്സ് ടോട്ടലി ഫൈൻ. അതിനപ്പുറത്തേക്ക് കോണ്ടന്റ് അല്ല, കോണ്ടെക്സ്റ്റ് ആ മാറ്റേഴ്സ്. ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പലയിടത്തും അറിയാം, പക്ഷേ ഇവിടെ കീപ്പ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റിലാണ് അതിൻ്റെ സീക്രട്ട് കിടക്കുന്നത്. സോ ടു ഗെറ്റ് ദാറ്റ് കോണ്ടെക്സ്റ്റ് അതിൽ ഏതിലെങ്കിലൊക്കെ പറ്റുമെങ്കിൽ പങ്കെടുക്കാനും വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഇന്ന് ടൈം ആയതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാണ്.